സോ നമ്മള് നമ്മുടെ റിവിഷൻ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. നമ്മുടെ ടാക്സേഷൻ പേപ്പർ വെച്ചിട്ടാണ് നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ബിഫോർ റിവിഷൻ തുടങ്ങുന്നതിന് മുന്നേ ജസ്റ്റ് കുറച്ച് നമ്മുടെ പേപ്പറിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമുള്ള ഒരു പേപ്പറാണ് ടാക്സേഷൻ പേപ്പർ എന്ന് പറയുന്നത്. ബിക്കോസ് നമുക്കിപ്പം ജൂറിസ്പ്രുഡൻസ് ഉണ്ട്, കമ്പനി ലോ ഉണ്ട്, സെറ്റിംഗ് അപ്പിന്റെ പേപ്പർ ഉണ്ട്, അഗെയിൻ ടാക്സേഷൻ പേപ്പർ ഉണ്ട്. അന്നേരം ഇവിടെ ബാക്കി പേപ്പറിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ടാക്സേഷൻ പേപ്പറിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ആസ് യു നോ, ഇത് എന്താണ്, MCQ പേപ്പർ ആണ്. സോ കോൺസെപ്റ്റ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാന്ന് പറയുന്ന ഒരു വിഷയമുള്ള കേസേ അല്ല. ബിക്കോസ് നമ്മൾ ബാക്കി എല്ലാ പേപ്പറിലും, ഇപ്പം ജൂറിസ്പ്രുഡൻസ് ആണെങ്കിലും കമ്പനി ലോ ആണെന്നുണ്ടെങ്കിലും സെറ്റിംഗ് അപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും, നമുക്ക് ഫസ്റ്റ് തിങ് കോൺസെപ്റ്റ് ഇഷ്ടം പോലെയുണ്ട്, നമുക്ക് ഒരുപാട് സിലബസ് കവർ ചെയ്യാനുണ്ട്. എഗെയിൻ നമ്മൾ സിലബസ് കവർ ചെയ്തുകൊണ്ട് മാത്രം ആയില്ലതാ, ബിക്കോസ് നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മൾ എക്സാമിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മളിത് എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളത് ഒരു ഫാക്ടറാണ്. അന്നേരം നമ്മൾ കോൺസെപ്റ്റ് ഒക്കെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ പ്രസന്റേഷനകത്ത് ഒരു പൊടി നമ്മൾ വീക്ക് ആയി കഴിഞ്ഞാൽ നമ്മുടെ മാർക്കിനെയൊക്കെ എഫക്ട് ചെയ്യും. അന്നേരം നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പിൽ നമുക്ക് ആ ഗ്രൂപ്പ് മൊത്തത്തിൽ ക്ലിയർ ചെയ്യാൻ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരു പേപ്പറാണ് ടാക്സേഷൻ എന്ന് പറയുന്നത്. ബിക്കോസ് നമ്മൾ ബാക്കിയുള്ള പേപ്പറുകളിലൊക്കെ നമ്മൾ മിനിമം ഇതാണെങ്കിൽ പോലും ഗ്രൂപ്പിന്റെ ഒരു അഗ്രഗേറ്റ് ക്രോസ് ചെയ്യാൻ വേണ്ടി ടാക്സേഷൻ പേപ്പറിൽ നമ്മൾ അന്നേരം നമ്മൾ ആ ഒരു രീതി തന്നെ നമ്മൾ ഇതിന് പ്ലാൻ ചെയ്യണം. ടാക്സേഷൻ പേപ്പറിൽ മാക്സിമം സ്കോർ ചെയ്യുക എന്നുള്ളത് തന്നെയായിരിക്കണം നമ്മുടെ സ്ട്രാറ്റജി. അഗെയിൻ നമ്മളിപ്പം റിവിഷൻ കൊണ്ടുപോകാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു രീതി എങ്ങനെയാന്ന് വെച്ചാൽ, ഫസ്റ്റ് തിങ് നമുക്ക് അഗെയിൻ ടാക്സേഷൻ എന്ന് പറയുന്നത് തന്നെ ബാക്കി സബ്ജക്ട് വെച്ച് നോക്കുമ്പോഴും കോൺസെപ്റ്റ്സ് ഒരു ലോഡ് ഉണ്ട്. നമുക്ക് ഈ ഒരു 3 ദിവസം കൊണ്ട്, ഈവനിങ് ക്ലാസ് കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയക്ക് ലിമിറ്റേഷൻ ഉണ്ട്. സോ നമ്മൾ ആക്ച്വലി ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, വിൽ ബി ഡിസ്കസിങ് ദ പാസ്റ്റ് 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. നമ്മുടെ ഒരു മനസ്സിൽ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഫുൾ ഇരുന്ന് സോൾവ് ചെയ്യുക. അന്നേരം ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും, ലൈക്ക് ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതിന്റെ ഒരു പാറ്റേൺ എങ്ങനെയാണ്. അഗെയിൻ മറ്റൊരു ഫാക്ടർ എന്ന് വെച്ചാൽ, ഇനി നമ്മൾ സ്റ്റഡീസ് പ്ലാൻ ചെയ്യുമ്പോൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഫോക്കസ് ചെയ്യണം, ചാപ്റ്റേഴ്സ് സ്കിപ്പ് ചെയ്താൽ കുഴപ്പമുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ അപ്പാർട്ട് ഫ്രം ദാറ്റ്, ഇപ്പം എന്റെ ഒരു മനസ്സിലൊരു പ്ലാൻ എന്ന് വെച്ചാൽ, നമ്മളൊരു 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി. ആൻഡ് അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പക്കയായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യണം. ആ സോൾവ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ആ ക്വസ്റ്റ്യൻസിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള പ്രൊവിഷൻസ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. സോ ദാറ്റ് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് റീക്യാപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്. സോ ഐഡിയലി നമുക്കിപ്പം ഇനി ഓൾമോസ്റ്റ് ഒരു മാസം കഷ്ടിയേ ഉള്ളൂ, ഒരു മാസം ഇല്ല, എക്സാമിന് നമുക്ക് ഒരു മാസം കഷ്ടിയേ ഉള്ളൂ. അന്നേരം ഐഡിയലി നമ്മളിപ്പം സിലബസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് ഒരു പരിധി വരെയൊക്കെ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ടായിരിക്കണം. നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു റിവിഷൻ സ്റ്റേജിലോട്ട് കയറേണ്ട ടൈമായി. നിങ്ങൾ ഓൾറെഡി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ സോൾവ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു, അറ്റംപ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു? അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ യെസ് എന്ന് കമന്റ് ചെയ്യാവോ? ഓക്കെ, റെസ്പോൺസ് ഒന്നും കാണുന്നില്ല. സോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലോട്ടൊക്കെ കയറുന്നേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നു. വാട്ട് ഓർ മേ ബി, ഏതായാലും കുഴപ്പമില്ല. നമുക്കിപ്പോ ഒരു 2 ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയായാലും നമുക്ക് ഈ ഒരു ഇതിലിരുന്ന് 3 ദിവസം കൊണ്ടിരുന്ന്, 3 ദിവസം അല്ലെങ്കിൽ 2 ദിവസം നമുക്ക് ഇരുന്ന് 2 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് എന്തായാലും സോൾവ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ നമുക്ക് പ്രൊവിഷൻസ് ഡിസ്കസ് ചെയ്യാം. ഇനി അപ്പാർട്ട് ഫ്രം ദാറ്റ്, നമ്മൾ 3 അല്ലെങ്കിൽ 2 എന്നുള്ള രീതിയിലാണ് വിചാരിക്കുന്നത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും ചില ഏരിയാസ് സ്പെസിഫിക്കലി അതിനെക്കുറിച്ച് ചെറിയൊരു റിവിഷൻ വേണമെന്ന് തോന്നുന്ന ഏരിയകളുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാവോ? ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്പെസിഫിക് ഇത് വേണമെന്നുണ്ടെങ്കിൽ തേർഡ് ഡേ, നമ്മളിപ്പോൾ റിവിഷന്റെ തേർഡ് ഡേ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു 2 ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തിട്ട് ആ ഒരു ഏരിയ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും ഒരു ഏരിയ നിങ്ങളിപ്പം പഠിച്ച് ഓൾറെഡി തുടങ്ങി ഒരു ഏരിയ അത്ര ക്ലിയർ ആയിരുന്നില്ല, പഠിക്കുന്ന സമയത്ത് അത്ര ക്ലിയർ ആയിരുന്നില്ല, ക്ലാസ്സിന്റെ സമയത്ത് അത്ര ഒരു ക്ലാരിറ്റി കിട്ടിയില്ല, അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ല, ക്ലാസ് ആബ്സെന്റ് ആയിപ്പോയി, അങ്ങനെ എന്തെങ്കിലും ഒരു ഏരിയ നമ്മൾ ഇതിനകത്ത് സ്പെസിഫിക്കലി കവർ ചെയ്യണമെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാവോ? ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് PGBP നമ്മൾ എല്ലാം തന്നെ കവർ ചെയ്യും. ഉദ്ദേശിക്കുന്ന വെച്ചാൽ ഇപ്പം എന്തെങ്കിലുമൊക്കെ ഒരു സ്പെസിഫിക് ഏരിയ നമുക്ക് ഒരു ചാപ്റ്റർ ഫുൾ ആയിട്ട് നമുക്ക് തീർക്കാനും പാടായിരിക്കും. നമ്മൾ ഇൻ സ്പെസിഫിക് എന്തെങ്കിലും ഒരു ഏരിയ നമുക്ക് PGBP കുറച്ച് ഫോക്കസ് ചെയ്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ സംസാരിക്കാം. എന്നാലും ഒരു PGBP മൊത്തത്തിൽ ഒരു ചാപ്റ്റർ തീർക്കാനും നമുക്ക് കുറച്ച് സമയം എടുക്കും.
നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഏരിയ അപ്പാർട്ട് ഫ്രം ദ ചാപ്റ്റർ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്പെസിഫിക് ഏരിയ വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ ഏതെങ്കിലും ഏരിയ ഉണ്ടോ? അതോ PGBP മെയിൻ ആയിട്ട് നോക്കിയാൽ മതിയോ? ഓക്കെ, PGBP ആണ് കുറച്ച് ആൾക്കാർ ഇഷ്യൂ പറയുന്നത്. സോ നമുക്ക് നോക്കാം. ടൈം എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഉറപ്പില്ല. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് രണ്ടെണ്ണം സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇഫ് ടൈം പെർമിറ്റ്സ് നമുക്ക് ഓക്കെ ലീവ് എൻകാഷ്മെന്റ് ഓക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെസിഫിക് ഏരിയ ഉണ്ടെന്നുണ്ടെങ്കിലും പറഞ്ഞോ കേട്ടോ. നമുക്കത് പറ്റുവാണെന്നുണ്ടെങ്കിൽ തേർഡ് ഡേ നമുക്കത് ഇന്നത്തായിട്ട് നമുക്ക് നോക്കാൻ പറ്റുമോ? ഇഫ് ടൈം പെർമിറ്റ്സ് നമുക്ക് നോക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ബൈ ദ എൻഡ് ഓഫ് ദ ക്ലാസ് നിങ്ങൾ പറഞ്ഞാലും മതി, കുഴപ്പമില്ല. ഓക്കെ, സോ വിത്ത് ദാറ്റ് നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾക്ക് സ്ക്രീൻ ഷെയറിംഗ് വിസിബിൾ ആണല്ലോ അല്ലേ? ഓക്കെ ആണല്ലോ അല്ലേ? ഒന്ന് ടൈപ്പ് ഔട്ട് ചെയ്യാവോ? ടൈപ്പ് ചെയ്യാവോ? ഓക്കെ, സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. നമുക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒരു പേന പേപ്പറൊക്കെ കയ്യിലെടുത്ത് വെക്കുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് സോൾവ് ചെയ്ത് പോകാം. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഓരോ ക്വസ്റ്റൻസ് എത്തുമ്പോഴത്തേക്ക് നമുക്ക് പ്രിഫറബിളി നമ്മൾ എക്സാമിൽ ഫോളോ ചെയ്യേണ്ട ചില സ്ട്രാറ്റജീസിനെ കുറിച്ചൊക്കെ നമുക്ക് വഴിയെ സംസാരിക്കാം. നമുക്ക് ആ ക്വസ്റ്റൻസ് ഫോളോ ചെയ്ത് അതിന്റെ കൂട്ടത്തിൽ ആ ഒരു ഫ്ലോയിൽ നമുക്ക് അങ്ങ് പോകാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, an employer provided free refreshment to his employee for which he incurred an amount of rupees 80 per such refreshment. Rupees 80 per such refreshment. State the amount which is treated as perquisite for the employee and its taxable value as per section 15 BSc of the Income Tax Act 1961. അതായത് സെക്ഷൻ 15 BSc എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്ത്, അതായത് പുതിയ ന്യൂ റെജീം ഓപ്റ്റ് ചെയ്ത ഒരു വ്യക്തിയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അന്നേരം ഇതിനകത്ത് ന്യൂ റെജീമിലോട്ട് നമ്മൾ വരുമ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓൾഡ് റെജീമിൽ ഉണ്ടായിരുന്ന പല എക്സംഷൻസും പല വൈവേഴ്സും നമുക്ക് ലോസ്റ്റ് ആയിട്ടുണ്ട്. അന്നേരം ഇവിടെ ഈ പെർക്വിസിറ്റ് 80 രൂപന്റെ റിഫ്രഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന വഴി അതിനകത്ത് നമ്മുടെ സാലറി ഇൻകത്തിനകത്ത് ഏതെങ്കിലും ഒരു പോർഷൻ ഇൻക്ലൂഡഡ് ആകുമോ ഇല്ല എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ എത്രയാണ് വാല്യൂ വന്നേക്കുന്നത്? നമുക്ക് ഓപ്ഷൻ വന്നേക്കുന്നത് ₹50 അല്ലെങ്കിൽ ഹോളി എക്സം അല്ലെങ്കിൽ തേർഡ് ഓപ്ഷൻ ₹80 വുഡ് ബി ടാക്സബിൾ ആൻഡ് നിൽ. ഈ 4 ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. അന്നേരം നമ്മൾ ഓൾഡ് റെജീമിലായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ റിഫ്രഷ്മെന്റ് എന്ന് പറയുന്നത് ചായ കാപ്പിയൊക്കെ കൊടുക്കുന്നതെന്ന് പറയുന്നത് എന്തല്ല, നമ്മുടെ സാലറിക്കകത്ത് നമ്മുടെ സാലറിയുടെ ഇൻകത്തിന്റെ പെർവ്യൂവിൽ വരുന്ന ഒരു സംഭവമല്ല. നമ്മൾ ഈ 50 എന്ന് പറയുന്ന എമൗണ്ട് കണ്ടിട്ട് നമ്മൾ കൺഫ്യൂസ്ഡ് ആകരുത്. അതായത് മീൽസിന്റെ കേസിൽ നമുക്ക് ഒരു 15 ലിമിറ്റ് ഉണ്ട്. നമ്മൾ ആ ഒരു സംഭവമായിട്ടൊന്നും നമ്മൾ കൺഫ്യൂസ് ചെയ്യരുത്. ഓൾഡ് റെജീമിലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ സംഭവം എന്തായാനെ, എക്സംപ്റ്റ് ആയാനെ. പക്ഷെ ന്യൂ റെജീമിൽ ആയതുകൊണ്ട് തന്നെ ആ ബെനിഫിറ്റ് നമുക്ക് ന്യൂ റെജീമിൽ ഇല്ല. ന്യൂ റെജീമിൽ അന്നേരം ഫുൾ എമൗണ്ട് നമുക്ക് ടാക്സബിൾ ആണ്. സോ കറക്റ്റ് ആൻസർ വുഡ് ബി ₹80. കറക്റ്റ് ആൻസർ വുഡ് ബി 80. ഓക്കെ, ഇനി അഗെയിൻ നമ്മൾ എക്സാം ഹാളിൽ നമ്മൾ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട മറ്റൊരു രീതി എന്താണെന്ന് വെച്ചാൽ, ഐഡിയലി നമ്മൾ നോക്കിക്കാം നമുക്ക് എത്ര അവേഴ്സാണ് നമുക്കൊരു ടൈം, നമുക്ക് ഈ ഒരു എക്സാമിന് നമുക്ക് കിട്ടുന്നത് 3 hours നമുക്കുണ്ട്. 3 hours നമുക്ക് 100 ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാനുണ്ട് ഇല്ലേ? അന്നേരം 3 മണിക്കൂർ എന്ന് പറയുന്നത്, അന്നേരം നമ്മൾ ഐഡിയലി ഫോളോ ചെയ്യേണ്ട ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 മണിക്കൂർ, അതായത് 150 മിനിറ്റ് ഉണ്ട് നമുക്ക് എക്സാംസ് ഈ 100 ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അന്നേരം നിങ്ങൾ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനകത്ത് സ്റ്റക്ക് ആയി എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് തന്നെ ഇരിക്കരുത്. കാരണം വെച്ചാൽ അൾട്ടിമേറ്റ്ലി നമ്മൾ ഇതിനകത്ത് പരമാവധി നമ്മൾ 100 മാർക്ക് മേടിക്കുക എന്നുള്ളതല്ല നമ്മുടെ ടാർഗറ്റ്. ഇതിനകത്ത് മാക്സിമം സ്കോർ ചെയ്യുക എന്നുള്ളതാണ്.
ഇതിനകത്ത് 100 മാർക്ക് മേടിക്കുക എന്ന് പറയുന്നത് വേറെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കാരണം വെച്ചാൽ ചില കേസുകൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ കാണും, ചില ക്വസ്റ്റ്യൻസ് തെറ്റായിരിക്കും, ചില ക്വസ്റ്റ്യൻസിനകത്ത് ഓപ്ഷൻസ് തെറ്റായിരിക്കും, ചിലതിനകത്ത് പ്രിന്റിംഗ് മിസ്റ്റേക്കുകൾ വരും. അന്നേരം ഇങ്ങനെയുള്ള കേസുകളുണ്ട്. പിന്നെ ചില കേസുകളിൽ ക്വസ്റ്റ്യനെ തെറ്റായിരിക്കും. ഇങ്ങനെ പല ഇഷ്യൂസ് അതിനകത്ത് വേറെ ഉണ്ട്. ഡ്യൂ ടു സർട്ടൺ അൺഫോർച്ചുനേറ്റ് ഫാക്ടേഴ്സ് ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അന്നേരം ഇനി അഗെയിൻ നമ്മൾ CS പോലെ ഒരു എക്സാമിനകത്ത് നമ്മൾ 100 മാർക്ക് മേടിക്കുക എന്നുള്ളതല്ല നമ്മുടെ ടാർഗറ്റ്. നമുക്ക് മാക്സിമം സ്കോർ ചെയ്യുക. ആ മാക്സിമം സ്കോർ വഴി നമ്മുടെ ബാക്കിയുള്ള പേപ്പറും കൂടെ ഈ ഗ്രൂപ്പിൽ നിന്ന് കടന്നു കിട്ടാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുക. ഇതാണ് നമ്മുടെ ടാർഗറ്റ്. അന്നേരം നമുക്ക് അറിയാവുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യണം. അന്നേരം നിങ്ങൾ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റിനകത്ത് ഒരു 1.8 മിനിറ്റിന് അപ്പുറം സ്പെൻഡ് ചെയ്യാൻ നിൽക്കരുത്. അതായത് 150 മിനിറ്റ് ഉണ്ട്, 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു ക്വസ്റ്റിന് അപ്രോക്സിമേറ്റ്ലി 2 മിനിറ്റ് അല്ലെങ്കിൽ 1.8 മിനിറ്റിനപ്പുറം നമ്മൾ സ്പെൻഡ് ചെയ്യാൻ നിൽക്കരുത്. 1.8 മിനിറ്റ് കൂടുതൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ റൗണ്ട് ഓഫ് ചെയ്ത് 2 മിനിറ്റ് കൂടുതൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റിന് സ്പെൻഡ് ആവുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നില്ല, കൺഫ്യൂഷൻ വരുവാണ്, കാൽക്കുലേഷനകത്ത് ആൻസറിലോട്ട് എത്തുന്നില്ല എന്ന് പറഞ്ഞാൽ ഫോർ ദ ടൈമിങ് നിങ്ങൾ അത് അവിടെ നിർത്തുക. ഫോർ ദ ടൈമിങ് ആ ക്വസ്റ്റ്യൻ ഹോൾഡിൽ വെച്ചിട്ട് മറ്റേ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ നോക്കുക. അന്നേരം കരുതല് ഇനി ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻ വായിക്കുന്നതിന് മുന്നേ തന്നെ ആൻസർ കിട്ടുന്ന സംഭവങ്ങൾ ഉണ്ടാവും. അവിടെ നമ്മൾ സൂക്ഷിക്കണം. കരുതല് ചില ക്വസ്റ്റ്യൻസിനകത്ത് ചില ഒരു വേർഡിനകത്തൊക്കെ ആയിരിക്കും ഒരു ട്വിസ്റ്റ് വരിക. അതൊക്കെ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അന്നേരം അങ്ങനെയുള്ള ട്വിസ്റ്റുകൾ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഓരോ ക്വസ്റ്റ്യൻസിനകത്തെയും ഓരോ വേർഡും ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കുക. അതിനകത്ത് ടൈം സ്പെൻഡ് കൂടുതൽ വരുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അടുത്ത ക്വസ്റ്റ്യനകത്തോട്ട് പോവുക. ചില ക്വസ്റ്റ്യൻസ് നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ലാസ്റ്റ് നമുക്ക് ബാക്കി വരുന്ന ടൈം കൊണ്ട് നമ്മൾ ഓൾറെഡി ബാക്കി വെച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാം. അന്നേരം ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ എക്സാം ഹാളിൽ ഇരിക്കുമ്പം നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യൻസിനകത്തോട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സിലബസ് പഠിക്കുമ്പോൾ പരമാവധി കോൺസെപ്റ്റ്സ് ക്ലിയർ ആക്കാൻ നോക്കുക. നിങ്ങൾ ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്യുക, അങ്ങനത്തെ പരിപാടിക്കൊന്നും നിൽക്കുകയോ ചെയ്യരുത്. പരമാവധി കോൺസെപ്റ്റ്സ് നിങ്ങൾ ക്ലിയർ ആക്കാൻ നോക്കുക. അന്നേരം എഗെയിൻ കോൺസെപ്റ്റ്സ് ക്ലിയർ ആക്കുന്നതിനോടൊപ്പം തന്നെ ചില സംഭവങ്ങൾ നമുക്കറിയാം. അതായത് പെനാൽറ്റി, ഇന്ന ഒരു പെർട്ടിക്കുലർ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതിന്റെ പെനാൽറ്റി ഇത്രയാണ്, അല്ലെങ്കിൽ ഇത്ര ശതമാനം നിങ്ങൾ ഇൻട്രസ്റ്റ് കൂടുതൽ അടയ്ക്കേണ്ടി വരും. അന്നേരം ഇങ്ങനെയുള്ള ചില സാധനങ്ങൾ അത് കോൺസെപ്റ്റ് എന്നുള്ളതിനെക്കാട്ടിലും കൂടുതൽ മെമ്മറബിൾ ആയിട്ടുള്ള ഏരിയ ആണ്. അതായത് നമ്മൾ ഓർത്തിരിക്കണം ആ സംഭവങ്ങളൊക്കെ. ഓക്കെ, 8%, 6%, ഇത്ര 30 ഡേയ്സിനുള്ളിൽ ഈ സംഭവം ചെയ്യണം. ഇങ്ങനെയുള്ള ചില സാധനങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. അന്നേരം ആ സംഭവം നമ്മൾ പഠിക്കുന്ന സമയത്താണെങ്കിൽ പോലും നമ്മൾ ഒന്ന് പഠിച്ചു, രണ്ടാമത് പഠിക്കാൻ നോക്കുമ്പം ഇത് തലയിൽ ഉണ്ടാകണമെന്നില്ല, ചിലപ്പം വിട്ടുപോകാം. പക്ഷെ അതോർത്ത് നമ്മൾ ടെൻഷൻ അടിക്കരുത്. കാരണം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ എക്സാമിൽ വരുന്നതും ഒരു പരിധി കൂടുതൽ വരത്തില്ല. ഒരു 5 മാർക്ക് 6 മാർക്ക് ആ ഒരു റേഞ്ചിലാണ് പൊതുവെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും. വരാണ്ടിരിക്കത്തൊന്നുമില്ല. ഇതിന് എത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യണം, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരും. അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി 10th ഫോമാണ് ഫയൽ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരും. പക്ഷെ അതൊരു പരിധി കൂടുതൽ വരത്തില്ല. ഒരു 5 മാർക്ക് 6 മാർക്ക് 7 മാർക്ക് ആ റേഞ്ചിലൊക്കെ വരത്തുള്ളൂ. ആ 6 മാർക്ക് 7 മാർക്ക് കംപ്ലീറ്റ്ലി പോയി എന്ന് പറഞ്ഞാലും നമുക്ക് എത്ര മാർക്ക് ബാക്കിയുണ്ട്? ബാക്കി 93 മാർക്ക് ഉണ്ട്. അന്നേരം ഈ ബാക്കിയുള്ള മാർക്കുകളെയും മൊത്തം ഫോക്കസ് എവിടെയാണ്? നമ്മുടെ കോൺസെപ്റ്റ് വൈസ് ഉള്ള ക്ലാരിറ്റിയാണ്. അന്നേരം നമ്മൾ പ്രൊവിഷൻസ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള ഓർത്തിരിക്കേണ്ട സാധനങ്ങൾ പഠിക്കേണ്ട എന്നല്ല പറയുന്നത്, അത് നമ്മൾ വായിക്കുമ്പോൾ അത് മനസ്സിലാക്കി തന്നെ വായിക്കുക. അത് മറന്നുപോയി എന്ന് ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അത് വീണ്ടും വീണ്ടും ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ ടൈം അവിടെ സ്പെൻഡ് ചെയ്യരുത്. നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ബാക്കി 93 മാർക്ക് കിട്ടുന്ന കേസിലായിരിക്കണം നമ്മുടെ ടൈം സ്പെൻഡ് കൂടുതൽ വരുന്നത്. സോ ആ കോൺസെപ്റ്റിൽ നമ്മൾ ഫോക്കസ് ചെയ്യാം. ഓക്കെ, അത് മനസ്സിൽ വെക്കുക. നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും മനസ്സിൽ വെക്കുക. ഇനി ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ, ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും ഏത് രീതിയിലൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അന്നേരം നമ്മൾ ഓൾറെഡി പ്രൊവിഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ആ ഒരു ആംഗിളിൽ നമ്മൾ ചിലപ്പോൾ പ്രൊവിഷൻസിനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കണമെന്നില്ല. അന്നേരം അതൊന്ന് റീഡു ചെയ്യണമെന്നുണ്ട്, റീഡു ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ലളിത് presents you the following details relating to his tax liability for assessment year 2022-23. Tax liability as per സെക്ഷൻ 115 JC. സെക്ഷൻ 115 JC എന്ന് പറയുന്നത് എന്തുവാണ്? ഇത് ഏത് പ്രൊവിഷനെ കുറിച്ചായി പറയുന്നത്? നമ്മുടെ ആൾട്ടർനേറ്റ് മിനിമം ടാക്സ്. ആൾട്ടർനേറ്റ് മിനിമം ടാക്സ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? അതായത് നമുക്ക് ആൾട്ടർനേറ്റ് മിനിമം ടാക്സ് പോലെ തന്നെ മറ്റൊരു സിമിലർ കോൺസെപ്റ്റ് ഉണ്ട്, മിനിമം ആൾട്ടർനേറ്റ് ടാക്സ് എന്ന് പറയുന്നത്. മാറ്റ് ആർക്കാണ് ആപ്ലിക്കബിൾ ആവുക? മാറ്റ് നമ്മുടെ കമ്പനി അസോസിയേഷനാണ് മെയിൻലി മാറ്റ് ആപ്ലിക്കബിൾ ആവുക. AMT എന്ന് പറയുന്നത് എന്തുവാണ്? നോൺ കോർപ്പറേറ്റ് അസോസിയേഷൻ ആപ്ലിക്കബിൾ ആയിട്ടുള്ള സംഭവമാണ്. അതായത് നമ്മൾ ചാപ്റ്റർ 6A ഡിഡക്ഷൻ പഠിക്കുമ്പോൾ അതിനകത്ത് ചില സ്പെസിഫിക് ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യുന്ന ആളുകൾ, ഇൻകം ബേസ്ഡ്, ഇന്ന ടൈപ്പ് ഓഫ് ഇൻകം ഉള്ള ആളുകൾക്ക്, ഇന്ന ടൈപ്പ് ഓഫ് ബിസിനസ് ഉള്ള ആളുകൾക്ക് നമ്മൾ ചില ഡിഡക്ഷൻസ് അവിടെ പഠിക്കുന്നുണ്ട്. ആ ചില ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യുന്നത് കൊണ്ട്
നമ്മുടെ ഇൻകം ഒരു പരിധി കൂടുതൽ താഴോട്ട് പോവുകയാണ്. പക്ഷെ അങ്ങനെയുള്ള ആളുകൾ പോലും മിനിമം ഇത്ര ശതമാനം ടാക്സ് അടക്കേണ്ടി വരും, മിനിമം ഒരു ഇത്ര റേഞ്ച് ടാക്സ് നിങ്ങൾ അടക്കേണ്ടി വരും എന്ന് പറയുന്ന പ്രൊവിഷനാണ് ആൾട്ടർനേറ്റ് മിനിമം ടാക്സ്. അന്നേരം ആൾട്ടർനേറ്റ് മിനിമം ടാക്സിനകത്ത് നമ്മുടെ AMT ക്രെഡിറ്റിന്റെ കാര്യവും നമ്മൾ ഓർക്കുക. അതായത് നമ്മൾ ആൾട്ടർനേറ്റ് മിനിമം ടാക്സിന്റെ പ്രൊവിഷൻ പ്രകാരം നമുക്ക് ടാക്സ് ലയബിലിറ്റി വന്നേക്കുന്നത് 18 ലക്ഷം രൂപയാണ്. പക്ഷേ നമ്മുടെ നോർമൽ പ്രൊവിഷൻ പ്രകാരം ഈ വർഷത്തെ നമ്മുടെ ടാക്സ് ലയബിലിറ്റി വന്നേക്കുന്നത് 23 ലക്ഷം രൂപയാണ്. ഇനി ഓൾറെഡി കഴിഞ്ഞ വർഷം നമ്മൾ AMT പ്രകാരം ടാക്സ് അടച്ചത് കൊണ്ട് നമുക്ക് 8 ലക്ഷം രൂപ ക്രെഡിറ്റ് വന്നിട്ടുണ്ട്. എന്ത് ഉദ്ദേശിക്കുന്നത്, അതായത് കഴിഞ്ഞ വർഷം മേ ബി 20 ലക്ഷം രൂപയായിരുന്നു നമ്മൾ AMT പ്രകാരം ടാക്സ് അടക്കേണ്ടിയിരുന്നത്. പക്ഷെ നമ്മുടെ നോർമൽ ടാക്സ് എന്ന് പറയുന്നത് 12 ലക്ഷം രൂപയെ ഉണ്ടായിരുന്നുള്ളൂ. ഈ 12 ലക്ഷം രൂപ അടക്കേണ്ട സ്ഥാനത്ത് AMT പ്രൊവിഷൻ പ്രകാരം 20 ലക്ഷം രൂപ അടച്ചത് കൊണ്ട് നമുക്ക് എക്സസ് 8 ലക്ഷം രൂപ നമ്മൾ ഓൾറെഡി അടച്ചിട്ടുണ്ട്. ഈ ക്രെഡിറ്റ് നമുക്ക് ഈ വർഷം നിൽപ്പുണ്ട്. ഈ വർഷം നിൽക്കുമ്പം നമ്മൾ ഇനി ടാക്സ് ലയബിലിറ്റി എങ്ങനെയാണ് അടയ്ക്കാൻ പോകുന്നത്? നമ്മുടെ റെഗുലർ ഇൻകം ടാക്സ് നമുക്ക് എത്രയാ വരുന്നത്? 23 ലക്ഷം രൂപ വന്നിട്ടുണ്ട്. AMT പ്രകാരം 18 ലക്ഷം രൂപ വന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി എക്സസ് അടച്ച 8 ലക്ഷം രൂപ നമുക്കിവിടെ ബെനിഫിറ്റ് ആയിട്ട് എടുക്കാം. അതായത് 23 ലക്ഷം രൂപ മൈനസ് 8 ലക്ഷം രൂപ, അതായത് 15 ലക്ഷം രൂപയെ വരുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം AMT പ്രകാരം നമുക്ക് എത്ര ടാക്സ് ലയബിലിറ്റി വരുന്നുണ്ടോ അത് നമ്മൾ അടക്കേണ്ടി വരും. അന്നേരം ഇവിടെ നമ്മുടെ ടാക്സ് ലയബിലിറ്റി എത്രയായിരിക്കും? ഈ വർഷത്തെ ടാക്സ് ലയബിലിറ്റി 18 ലക്ഷമാണ്, 15 ലക്ഷമല്ല. 23 മൈനസ് 8 15 ആയേനെ. പക്ഷെ 15 അല്ല, നമ്മൾ ആൾട്ടർനേറ്റ് മിനിമം ടാക്സ് പ്രകാരം നമ്മുടെ എത്ര ലയബിലിറ്റി വരുന്നുണ്ടോ അത് അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം നമ്മൾ മിനിമം നിർബന്ധമായിട്ടും അടച്ചിരിക്കണം. ഓക്കെ. Third question. Ram, aged 45 years, received 12 installments of amount of rupees 42,000 on the basis of reverse mortgage scheme during the financial year 2021-22. Reverse mortgage scheme during the financial year 2021-22. Compute the amount of tax in the hands of Ram as per 115 BAC of the Income Tax Act 1961 for the assessment year 2022-23. ഇത് ഏത് ചാപ്റ്ററിലെ പ്രൊവിഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? ക്യാപിറ്റൽ ഗെയിൻസ്. അതായത് ഈ റിവേഴ്സ് മോർഗേജ് സ്കീം എന്ന് പറയുന്നത് എന്തുവാണ്? അതായത് നോർമലി എന്റെ സ്ഥലം വിറ്റ് ആ സ്ഥലത്തിന്റെ പൈസ മേടിക്കുന്നതിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പ്രായമായ ആളുകൾക്കുള്ള ഒരു സ്കീമാണ് റിവേഴ്സ് മോർഗേജ് സ്കീം എന്ന് പറയുന്നത്. അതായത് ഞാൻ സ്ഥലം വിൽക്കുന്നതിന് പകരം ഈ സ്ഥലം ഞാൻ ബാങ്കിനെ ഏൽപ്പിച്ച് ബാങ്ക് എനിക്ക് എന്ത് തരുവാണ്? ബാങ്ക് എനിക്ക് ഒരു ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഇത്ര എമൗണ്ട് എനിക്ക് തരുവാണ്. അതാണ് നമ്മൾ റിവേഴ്സ് മോർഗേജ് സ്കീം എന്ന് പറയുന്നത്. റിവേഴ്സ് മോർഗേജ് സ്കീമിന് നമ്മൾ ട്രാൻസ്ഫർ ആയിട്ടേ നമ്മൾ കണക്കാക്കിയിട്ടില്ല. അന്നേരം അതുകൊണ്ട് തന്നെ ഈ കേസിൽ നമ്മുടെ ഇൻകം എത്രയാണ്? ഇൻകം ഈസ് നിൽ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Question 4. As per Section 2(1)(b) of the Income Tax Act 1961, which out of the following is not a requirement for amalgamation of two companies? As per Section 2(1)(b) of the Income Tax Act 1961, which out of the following is not a requirement for amalgamation of ടു കമ്പനീസ്? അതായത് നമ്മൾ പല പ്രൊവിഷൻസിൽ നമ്മൾ അമാൽഗമേഷനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അമാൽഗമേഷൻ സംഭവിക്കുമ്പോൾ ക്യാപിറ്റൽ ഗെയിനിന്റെ കേസിൽ എങ്ങനെ, നമ്മൾ ഡിപ്രിസിയേഷൻ ക്യാരി ഫോർവേഡ് ചെയ്യുന്ന കേസിൽ എങ്ങനെ, ഇങ്ങനെ പല കേസുകളിൽ നമ്മൾ അമാൽഗമേഷൻ എന്ന് പറഞ്ഞ ടേം നമ്മൾ റെഫർ ചെയ്യുന്നുണ്ട്. ഈ അമാൽഗമേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഏതൊക്കെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം? അമാൽഗമേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, രണ്ട് കമ്പനീസ് അമാൽഗമേറ്റഡ് ആയിട്ട് ഇൻകം ടാക്സ് ആക്ടിന്റെ അണ്ടറിൽ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ഫാക്ടർ കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. സെക്ഷൻ 2(1)(b), അതായത് യൂണിവേഴ്സൽ പ്രൊവിഷൻ, ഡെഫിനിഷന്റെ യൂണിവേഴ്സൽ പ്രൊവിഷനായ സെക്ഷൻ 2-ലാണ് അമാൽഗമേഷൻ എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്തേക്കുന്നത്. അത് പ്രകാരം ഈ താഴെ പറയുന്ന ഏതൊക്കെ കണ്ടീഷൻസ് ആണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്, ഏതൊക്കെ കണ്ടീഷൻസ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ്, all the assets are transferred from the amalgamating company to amalgamated company. ഇതൊരു കണ്ടീഷൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി more than 50% of the directors of the amalgamating company become directors of the amalgamated company. ഇങ്ങനെ ഒരു പ്രൊവിഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തതായിട്ട് നമ്മൾ ഓർക്കുന്നില്ല. വരട്ടെ, നമുക്ക് ബാക്കി പ്രൊവിഷൻസ് കൂടെ നമുക്ക് നോക്കാം. All liabilities including contingent liabilities are transferred from amalgamating company to amalgamated company. ഇങ്ങനെ ഒരു കണ്ടീഷനും നമ്മൾ അമാൽഗമേഷന്റെ കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്.
Fourth point, shareholders having 3/4 in value of shares of the amalgamating company become shareholders of the amalgamated company. അന്നേരം ആക്ച്വലി ഈ 3 പ്രൊവിഷൻസ് നമ്മൾ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. ഏതൊക്കെ? അസറ്റ്സ് ട്രാൻസ്ഫേർഡ് ആയിരിക്കണം, ലയബിലിറ്റീസ് ട്രാൻസ്ഫേർഡ് ആയിരിക്കണം, വാല്യൂ ഓഫ് ഷെയർസ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് 3/4 ട്രാൻസ്ഫേർഡ് ആയിരിക്കണം. ഈ 3 കണ്ടീഷൻ നമ്മൾ പല കേസുകളിലും അമാൽഗമേഷന്റെ കേസിൽ അമാൽഗമേറ്റഡ് ആയിട്ട് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 3 കണ്ടീഷൻസ് വേണമെന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. ഈ ഡയറക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ എവിടെയും പറയുന്നില്ല. അന്നേരം ഇവിടെ ക്വസ്റ്റ്യൻ എന്തുവാണ്? വിച്ച് ഔട്ട് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റിക്വയർമെന്റ് ഫോർ അമാൽഗമേഷൻ ഓഫ് 2 കമ്പനീസ്? ആൻസർ എന്തുവാണ്? പോയിന്റ് നമ്പർ ബി. അതായത് ഡയറക്ടേഴ്സിനെ കുറിച്ചുള്ള ഒരു കണ്ടീഷൻ ഒന്നും നമ്മൾ എവിടെയും പറയുന്നില്ല. പോയിന്റ് നമ്പർ ബി ഇസ് ദ ആൻസർ. ഓക്കെ, നെക്സ്റ്റ്, the benefit of payment of advance tax. The benefit of payment of advance tax in one installment on or before 15th March is available to assessees computing profits on presumptive basis. എന്തുവാണ് അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്നത്? നമ്മൾ നോർമലി നമ്മൾ വർഷാവസാനമാണ് നമ്മൾ ടാക്സ് അടയ്ക്കുന്നത്, ഇല്ലേ? വർഷാവസാനം നമ്മൾ ടാക്സ് അടയ്ക്കുന്നു. പക്ഷേ നമ്മുടെ ടാക്സ് ലയബിലിറ്റി ഒരു 10,000 മീതെ ആഫ്റ്റർ ഡിഡക്ഷൻ ഓഫ് TDS നമ്മുടെ ടാക്സ് ലയബിലിറ്റി ഒരു 10,000 മീതെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അഡ്വാൻസ് ടാക്സ് ആയിട്ട് ക്വാർട്ടർലി നമ്മൾ ടാക്സ് അടയ്ക്കണം, ഇല്ലേ? അതായത് 15th ജൂണിന് നമ്മൾ 15%, 15th സെപ്റ്റംബറിന് നമ്മൾ 45%, 15th ഡിസംബറിനകം 75% ആൻഡ് 15th മാർച്ചിനുള്ളിൽ നമ്മൾ 100% ഓഫ് അഡ്വാൻസ് ടാക്സ് ലയബിലിറ്റി നമ്മൾ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ചില കേസുകളിൽ ഈ 4 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വേണ്ട, എങ്ങനെ മതി? അതായത് 4th ഇൻസ്റ്റാൾമെന്റ് മാത്രം ഓൺ എ സിംഗിൾ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നമ്മൾ അടച്ചാൽ മതി. അതായത് എന്തുവാ ഈ സിംഗിൾ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടച്ചാലുള്ള മെച്ചം എന്തുവാ? 4 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടയ്ക്കുമ്പോൾ ഓരോ ഇൻസ്റ്റാൾമെന്റും അടച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും? നമുക്ക് ഇൻട്രസ്റ്റ് ലയബിലിറ്റി വരുന്നുണ്ട്, ഇൻട്രസ്റ്റ് ലയബിലിറ്റിയും കാര്യങ്ങളും വരുന്നുണ്ട്. പക്ഷെ ചില കേസുകളിൽ സിംഗിൾ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നമ്മൾ പേ ചെയ്താൽ മതി. അത് ഏത് കേസുകളാണ്? നമ്മുടെ പ്രിസംപ്റ്റീവ് ബേസിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഏതൊക്കെ കേസുകളിൽ പറയുന്നുണ്ട്? 44AD അതേപോലെ തന്നെ 44AD പ്രൊഫഷണൽസിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള 44AD. ഈ 2 കേസുകളിൽ എന്ത് പറയുന്നുണ്ട്? ഈ അഡ്വാൻസ് ടാക്സ് ലയബിലിറ്റി ഈ 2 കേസുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അഡ്വാൻസ് ടാക്സ് ലയബിലിറ്റി എങ്ങനെ ഡിസ്ചാർജ് ചെയ്താൽ മതി. ഫൈനൽ 4th ഇൻസ്റ്റാൾമെന്റിൽ സിംഗിൾ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നമ്മൾ പേ ചെയ്താൽ മതി. ബാക്കിയുള്ള 44AEയിലോ മറ്റോ കേസുകളിലൊന്നും എന്ത് പറയുന്നില്ല. 44AEയിലൊന്നും ഈ കേസ് പറയുന്നില്ല, സിംഗിൾ ഇൻസ്റ്റാൾമെന്റിന്റെ കേസിൽ പറയുന്നില്ല. ഈ സിംഗിൾ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടച്ചാൽ മതി എന്ന് എവിടെ മാത്രമേ പറയുന്നുള്ളൂ? പോയിന്റ്, നമ്മുടെ ആൻസർ എന്തുവാണ്? പോയിന്റ് ബി, 44ADയും 44ADAയും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Sadish, aged 45 years, is having a house property at Hyderabad. ഏതാ ക്വസ്റ്റൻ? എന്താണ്? അതായത് നമ്മുടെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിന്റെ പ്രൊവിഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തുവാ ഡിസ്കസ് ചെയ്യുന്നത്? Sadish, aged 45 years, is having a house property at Hyderabad. The municipal valuation is 12,50,000. Fair rent of the property is 11 lakh. Standard rent is 11,50,000. He let out the property for a rent of 1,05,000 per month. Rent of the March could not be realized despite all efforts as the tenant have vacated the property. All the conditions for unrealized rent were satisfied. He had paid municipal taxes of 2,30,000. He had paid an interest of 2,50,000 during the year for the amount borrowed for the construction of the property. Compute the income from house property for the assessment year 2022-23. Assessee had not opted for the section 115 DAC. ന്യൂ റെജീം അല്ല ഓപ്റ്റ് ചെയ്തേക്കുന്നത്, ഓൾഡ് റെജീം ആണ്. ഓൾഡ് റെജീമിൽ നമ്മുടെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്താണ് വരുന്നത്? ഫസ്റ്റ് നമ്മൾ ആനുവൽ വാല്യൂ നമ്മൾ ഫിക്സ് ചെയ്യണം. ആനുവൽ വാല്യൂവിന്റെ കാൽക്കുലേഷൻ എന്താണ്? ആദ്യം നമ്മുടെ മുനിസിപ്പൽ വാല്യൂ വേഴ്സസ് ഫെയർ റെന്റ് വിച്ച് എവർ ഈസ് ഹയർ, അല്ലെ? വിച്ച് എവർ ഈസ് ഹയർ ഏതെടുക്കും? 12,50,000 എടുത്തു. 12,50,000 എടുത്തു. ഇനി അതും നമ്മൾ ഏത് ഫിഗറുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്? അതും നമ്മുടെ സ്റ്റാൻഡേർഡ് റെന്റ് 11,50,000 വിച്ച് എവർ ഈസ് ലോവർ. അന്നേരം വിച്ച് എവർ ഈസ് ലോവർ നമ്മൾ ഏത് ഫിഗർ എടുക്കും? ഇത് പോയി 11,50,000
50,000 എടുത്തു. ഇനി അതും നമ്മൾ ഏത് ഫിഗർ തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്? ആക്ച്വൽ റെന്റ് മൈനസ് അൺറിയലൈസ്ഡ് റെന്റ്. ആക്ച്വൽ മൈനസ് അൺറിയലൈസ്ഡ്. അതായത് ഇവിടെ പറയുന്നുണ്ട് റെന്റ് ഓഫ് ദ മാർച്ച്, റെന്റ് ഫോർ ദ മന്ത് ഓഫ് മാർച്ച് കുഡ് നോട്ട് ബി റിയലൈസ്ഡ്. അഗൈൻ നമ്മൾ പറയുന്നുണ്ട് ഓൾ ദ കണ്ടീഷൻസ് ഫോർ അൺറിയലൈസ്ഡ് റെന്റ് വെർ സാറ്റിസ്ഫൈഡ്. അതായത് നമ്മൾ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എടുക്കുമ്പോൾ അൺറിയലൈസ്ഡ് റെന്റ്, നമുക്ക് കിട്ടാതെ പോയ റെന്റിനെ നമുക്ക് അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അത് നമുക്ക് ഇഗ്നോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചില കണ്ടീഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. റൂൾ 4 നമ്മൾ ചില കണ്ടീഷൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ കണ്ടീഷൻസ് മൊത്തം സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അന്നേരം നമുക്ക് അൺറിയലൈസ്ഡ് റെന്റിന് നമ്മുടെ ആക്ച്വൽ റെന്റിൽ നിന്ന് ധൈര്യമായിട്ട് ഒഴിവാക്കാം. നമ്മുടെ ആക്ച്വൽ റെന്റ് നമുക്ക് എത്ര എമൗണ്ട് വരും? നമ്മുടെ റെന്റ് പെർ മന്ത് എന്ന് പറയുന്നത് 1,05,000 ആണ് ഇല്ലേ? 1,05,000. പക്ഷെ ഏത് മാസത്തെ വന്നിട്ടില്ല? 12 മാസത്തെ നമുക്ക് ഇൻകം വന്നിട്ടില്ല. മാർച്ച് മാസത്തെ നമ്മുടെ ഇൻകം പോയി. 1,05,000 ഇൻറ്റു 11 എന്ന് പറയുമ്പോഴത്തേക്കും എത്ര വന്നു നമുക്ക് നോക്കാം. 1,05,000 ഇൻറ്റു 11 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 11,55,000 വന്നു. ഓക്കെ, അന്നേരം നമ്മൾ നേരത്തെ കമ്പ്യൂട്ട് ചെയ്ത് വെച്ച 11,50,000 ആക്ച്വൽ റെന്റ് മൈനസ് അൺറിയലൈസ്ഡ് വിച്ചർ ഈസ് ഹയർ. 11,55,000 നമ്മൾ എടുക്കേണ്ടി വരും. 11,55,000 ആണ് നമ്മുടെ എന്ത് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കും? മുനിസിപ്പൽ ടാക്സ് പേ ചെയ്തിട്ടുണ്ട്. എത്ര? 2,30,000 രൂപ നമ്മൾ പേ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് കുറയ്ക്കാം. 2,30,000 കുറച്ചു കഴിഞ്ഞാൽ എത്ര വന്നു? 9,25,000 വന്നു. ഇനി നമുക്ക് ബാക്കിയുള്ള എന്തുവാണ്? നമ്മുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എത്രയാണ്? 30% ഇല്ലേ? 2,77,500. അതേപോലെ തന്നെ നമുക്ക് ഇതും കൂടെ കുറയ്ക്കാനുണ്ട്, ഇൻട്രസ്റ്റും കൂടെ കുറയ്ക്കാനുണ്ട്. ഇൻട്രസ്റ്റ് എത്ര പേ ചെയ്തു എന്നാ പറഞ്ഞേക്കുന്നത്? നമുക്ക് ഇൻട്രസ്റ്റ് 2,50,000 നമ്മൾ പേ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം നമുക്ക് മാക്സിമം എത്ര വരെ കിട്ടത്തുള്ളൂ? 2 lakh വരെ നമുക്ക് കിട്ടത്തുള്ളൂ. 2 lakh വരെ കുറയ്ക്കുക. Sorry. 2 lakh കൂടെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 9,25,000 മൈനസ് 9,25,000 മൈനസ് 2,77,500 മൈനസ് 2 lakh 4,47,500 നമുക്ക് എമൗണ്ട് കിട്ടും. അതായത് നമ്മുടെ ആൻസർ എന്തുവാണ്? ഓപ്ഷൻ ബി. ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് which out of the following perquisites is exempt as per section 115 BAC, section 115 BAC of the Income Tax Act for the assessment year 2022-23. അതായത് നമ്മൾ ന്യൂ റെജിമിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ചില പെർക്വിസിറ്റ്സ് ഒക്കെ മാറി. അതായത് നമ്മുടെ മീൽസ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സെപ്റ്റഡ് ആയിട്ടുള്ള പെർക്വിസിറ്റ്സ് നമുക്ക് ന്യൂ റെജിമിലോട്ട് പോയി. ന്യൂ റെജിമിലോട്ട് വന്നപ്പോഴത്തേക്കും അത് പോയി. പിന്നെ റിഫ്രഷ്മെന്റ്സ് അത് നമുക്ക് കംപ്ലീറ്റ്ലി എടുത്തു പോയി. പക്ഷെ ചില ടൈപ്പ് ഓഫ് പെർക്വിസിറ്റ്സ് ഇപ്പോഴും, അതായത് ന്യൂ റെജിമിന്റെ അണ്ടറിലും ഇപ്പോഴും എക്സെപ്റ്റ് ആണ്. അത് ഏതൊക്കെയാണ്? ഹെൽപ്പർ ഫെസിലിറ്റി ആണോ? അല്ല. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് ആണോ? അല്ല. യൂണിഫോം അലവൻസ് ആണോ? അല്ല. ഇതൊന്നും എന്തല്ല, അത് പെർക്വിസിറ്റ് തന്നെയല്ല. നമുക്ക് ആക്ച്വലി പെർക്വിസിറ്റ് ആയിട്ട് വന്നേക്കുന്നത് എന്താണ് എക്സെപ്റ്റഡ് ആയിട്ട് നിൽക്കുന്നത്? ലാപ്ടോപ്പ് ഗിവൺ ടു ദ എംപ്ലോയി ഫോർ ഒഫീഷ്യൽ യൂസ് റീറ്റൈൻഡ് ബൈ ദ എംപ്ലോയർ. അതായത് ഒഫീഷ്യൽ യൂസിന് വേണ്ടിയിട്ട് ലാപ്ടോപ്പ് കൊടുക്കുന്നത് അത് പെർക്വിസിറ്റ് ആയിട്ട് വരുമെങ്കിലും അതിന് എന്തായിട്ട് കണക്കാക്കത്തില്ല. അത് നമ്മുടെ ടാക്സബിൾ ആയിട്ട് കണക്കാക്കത്തില്ല. അതിനുള്ള എക്സെപ്ഷൻ ന്യൂ റെജിമിലും കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ,
Okay. Any eighth question. Sharath is a Karta of HUF doing business at Delhi. Sharath is residing in USA for past 6 years and he visited India for 30 days every year for filing income tax return of HUF. His 3 sons and wife take care of the affairs of the business in India. What will be the residential status? ഇവിടെ ഏത് ഏരിയ നമുക്ക് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്? റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് അല്ലെ? റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് HUF നമ്മൾ എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് HUF നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് കൺട്രോൾ എവിടെ വെച്ചിട്ടാണ്? കൺട്രോൾ ഇന്ത്യയിലാണോ വെളിയിലാണോ എന്നുള്ളതിന്റെ ബേസിലാണ് ഇനിഷ്യലി റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ കൺട്രോൾ എവിടെ വെച്ചാണ്? കൺട്രോള് ഇന്ത്യയിലാണ് ഇല്ലേ? അതായത് നമ്മുടെ കർത്ത വെളിയിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ വൈഫും 3 മക്കളുമാണ് എന്ത് ചെയ്യുന്നത്? ബിസിനസ് ടേക്ക് ഓവർ ചെയ്യുന്നത്. അവര് ഇന്ത്യയിലാണ്. അന്നേരം എന്താണ്? റെസിഡന്റ് ആണ്. റെസിഡന്റ് ആണ്. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ്? റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡന്റ് ആണോ? റെസിഡന്റ് ആൻഡ് ഓർഡിനറിലി റെസിഡന്റ് ആണോ? ഇതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ആ ഒരു ക്രൈറ്റീരിയ നോക്കാൻ നമ്മൾ എന്ത് നോക്കണം? ഇവിടെ നമ്മൾ നമ്മുടെ കർത്തയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ നോക്കണം ഇല്ലേ? കർത്തയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കർത്ത റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡന്റ് ആണോ എന്നുള്ള ഫാക്ടർ നോക്കണം. നമ്മൾ കർത്തേന്റെ കേസ് നമ്മൾ പറഞ്ഞു, കർത്ത ലാസ്റ്റ് 6 years ആയിട്ട് എത്ര ദിവസമേ വന്നിട്ടുള്ളൂ? ആകെ 30 ദിവസമേ ഇവിടെ നിന്നിട്ടുള്ളൂ, ഇന്ത്യയിൽ തന്നെ നിന്നിട്ടുള്ളൂ. അന്നേരം കർത്തേന്റെ സ്റ്റാറ്റസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ഡിറ്റർമൈൻ ചെയ്യാം? HUFന്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് 9th question. An HUF is having a total income of 22 lakh. Sorry. HUF is having a total income of 22 lakh 50,000 for the previous year ended 31st March 2022. Compute the net tax liability of HUF if it opts for section 115 BAC for the assessment year 2022-23. അതായത് പുതിയ റെജീം ഓപ്റ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ HUFന്റെ ടാക്സ് ലയബിലിറ്റി എത്രയായിരിക്കും എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അതായത് HUFന്റെ ടാക്സേഷന്റെ പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെയാണ്? നമ്മൾ ഇൻഡിവിജ്വൽസിന്റെ സെയിം രീതിയിലാണ് അല്ലെ? അതായത് ഇൻഡിവിജ്വൽസിന് കിട്ടുന്ന സ്ലാബ് റേറ്റിന്റെ ബെനിഫിറ്റ് ആർക്കും കിട്ടും? നമ്മുടെ HUFനും കിട്ടും. അന്നേരം നമ്മൾ ഇൻഡിവിജ്വൽസിനുള്ള സ്ലാബ് റേറ്റിന്റെ രീതി എങ്ങനെയാണ്? ന്യൂ റെജീമിലോട്ട് വരുമ്പോഴത്തേക്ക്, ഓൾഡ് റെജീം അല്ല ന്യൂ റെജീമിലോട്ട് വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ്? 2.5 ലക്ഷം വരെ ടാക്സ് ഇല്ല, 2.5 ലാക്ക് വരെ 2.5 ലാക്ക് വരെ ടാക്സ് ഇല്ല. അതിനുശേഷമുള്ള 2.5 ലക്ഷത്തിന്, അതായത് 5 ലക്ഷം വരെയുള്ള, അതായത് നെക്സ്റ്റ് 2.5 ലക്ഷത്തിന് എത്ര വരും? 5% ടാക്സ് വരും. ഇനി 7.5 ലക്ഷത്തിന് എത്ര ശതമാനം വരും? 7 ലക്ഷം വരെ, അതായത് 5 ലക്ഷം തൊട്ട് 7.5 ലക്ഷം രൂപ വരെയുള്ള പോർഷൻ 2.5 ലക്ഷത്തിന് എത്ര ശതമാനം വരും? 10% വരും. ഇനി 7.5 ലക്ഷം തൊട്ട് 10 ലക്ഷം വരെയുള്ളതിന് എത്ര ശതമാനം വരും? 15% വരും. ഇനി 10 ലക്ഷം തൊട്ട് 12.5 ലക്ഷം വരെയുള്ള ഇൻകത്തിന് എത്ര ശതമാനം ടാക്സ് വരും? 20% വരും. ഇനി 12.5 ലക്ഷം തൊട്ട് 15 ലക്ഷം വരെയുള്ള 2.5 ലക്ഷത്തിന് എത്ര ശതമാനം വരും? 25% വരും. 15 ലക്ഷത്തിന് മീതെ വന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് വരുന്നത്? 30% ടാക്സ് ലയബിലിറ്റി വരുന്നത് ഇല്ലേ? അന്നേരം ഇത് നമ്മളിപ്പം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ എങ്ങനെയാണ്? 2.5 ലക്ഷം രൂപ വരെയുള്ളതിന് 0%. ആ സ്ലാബിൽ നമുക്കൊരു 2.5 ലക്ഷം രൂപ ഇടാനുണ്ട്. ടാക്സ് ലയബിലിറ്റി 0. നെക്സ്റ്റ് 2.5 ലക്ഷം തൊട്ട് 5 വരെയുള്ളതിന് എത്ര ശതമാനമാണ്? 5%. ആ സ്ലാബിൽ നമുക്ക് എത്ര ഇടാനുണ്ട്? ഒരു 2.5 ലക്ഷം രൂപ ഇടാനുണ്ട്. അന്നേരം എത്ര വന്നു? 2.5 ലക്ഷത്തിന് ഇൻറ്റു 12,500. ഇനി നെക്സ്റ്റ് സ്ലാബ് എത്രയാണ്? 7.5 ലക്ഷം. ആ 7.5 ലക്ഷത്തിന്റെ സ്ലാബിൽ നമുക്ക് ഒരു 2.5 ലക്ഷം രൂപ ഇടാനുണ്ട്. എത്ര ശതമാനമാണ് ടാക്സ് ലയബിലിറ്റി വരുന്നത്? എത്ര ശതമാനമാണ്? 10% ഇല്ലേ? അതായത് 2.5 ലക്ഷത്തിന്റെ 10% എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 25,000 രൂപ വന്നു. ഇനി നെക്സ്റ്റ് സ്ലാബ് എത്രയാണ്?
10 ലക്ഷത്തിന്റെ ആ സ്ലാബിൽ നമുക്കൊരു അടുത്തൊരു 2.5 ലക്ഷം രൂപ ഇടാനുണ്ട്. അതിന് ടാക്സ് റേറ്റ് എത്രയാണ് വരുന്നത്? 15%. 2.5 ലക്ഷത്തിന്റെ 15% എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എത്ര വന്നു? 37,500 വന്നു. ഇനി നെക്സ്റ്റ് സ്ലാബ് എത്രയാണ്? 12,50,000. ടാക്സ് റേറ്റ് എത്രയാണ്? 20%. ഈ സ്ലാബിൽ നമുക്ക് എത്ര ഇൻകം ഇടാനുണ്ട്? അതിനകത്ത് നമുക്കൊരു 2.5 ലക്ഷം രൂപ ഇടാനുണ്ട്. 2.5 ലക്ഷത്തിന്റെ 20% എന്ന് പറയുമ്പോഴത്തേക്കും എത്ര വന്നു? 50,000 രൂപ വന്നു. ഇനി നെക്സ്റ്റ് സ്ലാബ് എത്രയാണ്? 15 ലാക്ക്. 15 ലാക്കിന് എത്ര ശതമാനം ടാക്സ് വരുന്നത്? 25%. ഈ സ്ലാബിലും നമുക്ക് 2.5 ലാക്ക് നമുക്ക് ഇടാനുണ്ട്. അന്നേരം 2.5 ലക്ഷത്തിന് മീതെ എത്ര ശതമാനം? 25%. എത്ര വന്നു? 62,500 വന്നു. അതായത് നമ്മൾ 15 ലാക്ക് വരെ എത്തി. ഇനി നമ്മുടെ ടോട്ടൽ ഇൻകം നമുക്ക് എത്രയായിരുന്നു വരുന്നത്? 22,50,000 രൂപയായിരുന്നു നമുക്ക് ടോട്ടൽ ഇൻകം വരുന്നത്. അതായത് നെക്സ്റ്റ് ഇനി ഗ്രേറ്റർ ദാൻ 15 ലാക്ക് നമുക്ക് റേറ്റ് വരുന്നത് 30%, ഇല്ലേ? അതായത് നമുക്ക് 22,50,000 ഉണ്ടായിരുന്നു. അതിനകത്ത് ഓൾറെഡി 15 ലാക്ക് വരെ ഉള്ളതിന് ടാക്സ് ലയബിലിറ്റി നമ്മൾ കമ്പ്യൂട്ട് ചെയ്തു. ഇനി നമുക്ക് ബാക്കി വരുന്നത് എത്രയാണ്? 7,50,000, ഇല്ലേ? 7.5 ലാക്ക്. 7.5 ലാക്കിന് എത്ര ശതമാനം ടാക്സ് വരുന്നുണ്ട്? 2,25,000. അന്നേരം നമ്മുടെ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി എത്ര വന്നു? 12,500. ഇത് മൊത്തം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 37,500, 50,000, 62,500, 2,25,000. നമ്മള് 4,12,500 വന്നു നമുക്ക് ടോട്ടൽ ടാക്സ്. ഇവിടെ നമ്മൾ ക്വസ്റ്റൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? നെറ്റ് ടാക്സ് ലയബിലിറ്റി ആണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ നമുക്ക് ഈ ഒരു ഫിഗർ നമുക്ക് കിട്ടുകയും ചെയ്തു, ഇല്ലേ? 4,12,500 രൂപ എന്ന് പറയുന്ന എമൗണ്ട് നമുക്ക് ഇവിടെ കിട്ടുകയും ചെയ്തു. അത് ഇവിടെ ഒരു ഓപ്ഷനിൽ ഉണ്ട് താനും. പക്ഷെ നമ്മൾ ഓർത്തോണം, നമ്മുടെ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് ഇവിടെ കൊണ്ട് തീർന്നില്ല, ഇല്ലേ? ഇതിന്റെ കൂടെ നമ്മൾ എന്തും കൂടെ ആഡ് ചെയ്യാനുണ്ട്? സെസ്സും കൂടെ ആഡ് ചെയ്യാനുണ്ട്, ഇല്ലേ? സെസ് നമ്മളൊരു 4% സെസ്സും കൂടെ ആഡ് ചെയ്യാനുണ്ട്. 16,500 സെസ്സും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഫൈനൽ ലയബിലിറ്റി എത്ര വന്നു? 4,29,000. നമ്മുടെ ആക്ച്വൽ ആൻസർ എത്രയാണ്? 4,29,000. അതാണ് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ പെട്ടെന്ന് ഓക്കെ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിച്ചിട്ട് അങ്ങ് നിർത്തരുത്. സെസ്സും കൂടെ നമ്മുടെ ലയബിലിറ്റി ആണെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ഓക്കെ, നെക്സ്റ്റ് question number 10. Kavi got the following incomes for the financial year 2021-22. Income derived from saplings grown in the nursery amounting to rupees 5 lakhs. Income derived from removing the hay from basic grains, rupees 2 lakhs. Received rent for agricultural land of rupees 3 lakhs, which is given off സീഡ്ലിങ്സ് ടു ആര്യൻ. ഇവിടെ നമ്മൾ ഏത് പ്രൊഫഷനെ കുറിച്ചുള്ള പ്രശ്നം വന്നേക്കുന്നത്? അഗ്രികൾച്ചറൽ ഇൻകം വിച്ച് ഈസ് എക്സംപ്റ്റഡ് അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 1. അഗ്രികൾച്ചറൽ ഇൻകത്തിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലെ? അഗ്രികൾച്ചറൽ ഇൻകം പ്രകാരം എന്തോ പറയുന്നത്? അഗ്രികൾച്ചറൽ ഇൻകത്തിൽ എന്തോ നമ്മൾ പഠിച്ചത്? അഗ്രികൾച്ചറൽ ഇൻകം, അതായത് ഇപ്പം അഗ്രികൾച്ചറൽ ഇൻകം ഡിറൈവ്ഡ് ഫ്രം ദ ലാൻഡ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ എന്താണ്? അത് ടാക്സബിൾ അല്ല, എക്സംപ്റ്റഡ് അണ്ടർ സെക്ഷൻ 10 ആണ്, അല്ലേ? അന്നേരം ഇവിടെ നമ്മൾ ഈ പറയുന്ന ഇൻകം എല്ലാം തന്നെ എന്താണ്? ഇതെല്ലാം തന്നെ അഗ്രികൾച്ചറൽ ഇൻകം ആണ്, അല്ലേ? 5 lakh ഫ്രം ദ ഇൻകം ഫ്രം നഴ്സറി അഗ്രികൾച്ചറൽ ഇൻകം ആണ്. ഇൻകം ഫ്രം റിമൂവിംഗ് ഹേ ഫ്രം ബേസിക് ഗ്രെയിൻസ് 2 lakhs, അത് അഗ്രികൾച്ചറൽ ഇൻകം ആണ്. ഇനി റെന്റ് ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ്, ഈവൻ അതും എന്താണ്? അഗ്രികൾച്ചറൽ ഇൻകം ആണ്. അഗ്രികൾച്ചറൽ ഇൻകം അല്ലാത്തതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്തുവാണ്? നമ്മൾ ഇപ്പം ഡയറി ഫാം അല്ലെങ്കിൽ അക്വാകൾച്ചർ, പിസികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ അഗ്രികൾച്ചർ ആയിട്ട് കൺസിഡർ ചെയ്യാറില്ല, അത് വേറെയാണ്.
ഇനി അഗെയിൻ അഗ്രികൾച്ചറൽ ഇൻകത്തിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡ് ഇൻകം അതൊന്നും എന്തല്ല, അതൊന്നും അഗ്രികൾച്ചറൽ ഇൻകം അല്ല. പക്ഷെ നമ്മളിപ്പം നമുക്ക് ഡിസ്കസ് ചെയ്ത് നമുക്ക് തന്ന പോയിന്റ്സ് ഒക്കെ തന്നെ എന്താണ്, അഗ്രികൾച്ചറൽ ഇൻകം ആണ്. അന്നേരം നമ്മുടെ ക്വസ്റ്റ്യൻ കമ്പ്യൂട്ട് ദ ടോട്ടൽ ഇൻകം ദാറ്റ് ഈസ് ചാർജബിൾ ടു ടാക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് വരും? ഒന്നും തന്നെ ഇല്ല. ടാക്സബിൾ ഇൻകം ആയിട്ട് നമുക്ക് ഒന്നും തന്നെ ഇല്ല. എല്ലാ ഇൻകം തന്നെ എക്സെപ്റ്റഡ് ഇൻകം ആണ്. സോ നമ്മുടെ കറക്റ്റ് ആൻസർ വുഡ് ബി നിൽ. ടാക്സബിൾ ഇൻകം ഒന്നും തന്നെ ഇല്ല. ഓക്കെ, നെക്സ്റ്റ്, as per section 12A of Income Tax Act 1961, trust or institution has been granted registration under section 12A and subsequently it has adopted or undertaken modifications of the objects which do not conform to the conditions of registration, then it shall be required to make an application in the prescribed form within a period of dash from date of said adoption or modification to the principal commissioner or commissioner and thereupon obtain fresh registration. അതായത് നമ്മൾ 12A രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ ചാരിറ്റബിൾ ട്രസ്റ്റുകൾക്ക് അല്ലെങ്കിൽ ചാരിറ്റബിൾ സൊസൈറ്റികൾ രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ അവരുടെ ഇൻകം ടാക്സബിൾ ആവാതിരിക്കാൻ, എക്സംപ്റ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ സെക്ഷൻ 12Aയിൽ രജിസ്ട്രേഷൻ എടുക്കുന്നുണ്ട്. അന്നേരം ഈ 12A രജിസ്ട്രേഷൻ എടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ രജിസ്ട്രേഷന് കണ്ടീഷൻ ആയിട്ട് പറയും, അതായത് അവരുടെ ട്രസ്റ്റ് ഡീഡ് അല്ലെങ്കിൽ അവരുടെ മേജർ ഡോക്യുമെന്റ്സിനകത്തൊക്കെ ചില കണ്ടീഷൻസ് ഒക്കെ ഇമ്പോസ് ചെയ്യേണ്ടി വരും. അതായത് ഈ ഒരു പർട്ടിക്കുലർ ട്രസ്റ്റ് ഡിസോൾവ് ആയി കഴിഞ്ഞാൽ തന്നെ അതിന്റെ ഇൻകം മറ്റൊരു ചാരിറ്റബിൾ ട്രസ്റ്റുകൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് യാതൊരു ബെനിഫിറ്റും ഇതിന്റെ ട്രസ്റ്റീസ് എടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ചില കണ്ടീഷൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അന്നേരം ഈ കണ്ടീഷൻസിനകത്തൊന്നും യാതൊരു വയലേഷൻ വരുത്താൻ പാടില്ല, അല്ലെങ്കിൽ ഈ കണ്ടീഷനകത്ത് സബ്സിക്വന്റ്ലി അവരുടെ ട്രസ്റ്റ് ഡീഡിനകത്തൊന്നും യാതൊരു ചേഞ്ചും വരുത്താൻ പാടില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ തന്നെ അത് ആരുടെ പെർമിഷനോടെ ആയിരിക്കണം? നമ്മുടെ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സിന്റെ പെർമിഷനോടെ ആയിരിക്കണം. ഇനി അതിന് വേണ്ടിയിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് ആണ് പറയുന്നത്. വി ഷാൽ ഫയൽ ദ ആപ്ലിക്കേഷൻ വിത്തിൻ 30 days. ഇനി ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് നോട്ട് ചെയ്തോണം. ഇങ്ങനെയുള്ള എത്ര ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെന്നുള്ളത് നമ്മൾ ഓർക്കണം. ഈ ക്വസ്റ്റ്യൻസിന്റെ കേസാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് ഇങ്ങനെ ഇത് നമ്മൾ ഓർത്തിരിക്കേണ്ട സാധനമാണ്. 30 days, 60 days, ഇനി അല്ലെങ്കിൽ നമ്മൾ ഫയൽ ചെയ്യേണ്ട ഫോമിന്റെ പേര്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ സിലബസിൽ നമുക്ക് പഠിക്കാനുണ്ട്. അന്നേരം ഇത് നമ്മൾ ഓർത്തിരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ടെൻഷൻ അടിക്കും. ഇത് നമ്മൾ പഠിക്കണം, പഠിക്കുന്ന സമയത്ത് നമ്മളിത് മനസ്സിലാക്കണം. പക്ഷെ ഇത് ഓർത്തിരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആക്ച്വലി എത്ര വരുന്നുണ്ടെന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കാം. അറൌണ്ട് ഒരു 5 to 6, 7 ആ ഒരു റേഞ്ചിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരത്തുള്ളൂ. അന്നേരം ഇങ്ങനെയുള്ള സംഭവം ഓർത്തിരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കൂടുതൽ എവിടെ ഫോക്കസ് ചെയ്യുക? കോൺസെപ്റ്റിൽ ഫോക്കസ് ചെയ്യുക. കോൺസെപ്റ്റ് പക്കയായിട്ട് അതിനകത്തൊരു ട്വിസ്റ്റോ ടേണോ എല്ലാം കൊണ്ടുവന്നാൽ പോലും നമ്മൾ തെറ്റിക്കാതെ ആൻസർ ചെയ്യുന്ന രീതിയിൽ നമ്മുടെ കോൺസെപ്റ്റ്സ് നമ്മൾ പക്കയാക്കാൻ ഓർക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12. Section number 222E of Income Tax Act, which deems certain payments as dividend, is applicable only to the shareholders. അതായത് നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സിൽ ഡിസ്കസ് ചെയ്ത ഡീംഡ് ഡിവിഡൻഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്, ഇല്ലേ? അതായത് ഈ ഡീംഡ് ഡിവിഡൻഡ് കോൺസെപ്റ്റ് ആർക്കാണ് ആപ്ലിക്കബിൾ ആവുക എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ഓപ്ഷൻ വന്നേക്കുന്നത് എന്താണ്? പ്രൈവറ്റ് കമ്പനി, വൈഡ്ലി ഹെൽഡ് കമ്പനി, എ ക്ലോസ്ലി ഹെൽഡ് കമ്പനി, നിധി കമ്പനി. നമ്മൾ എക്സാക്ട്ലി യൂസ് ചെയ്തേക്കുന്ന ആക്ച്വലി നമ്മൾ ഏറ്റവും ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്തേക്കുന്ന ടേം ആക്ച്വലി എന്താണ്? ക്ലോസ്ലി ഹെൽഡ് കമ്പനി എന്ന് പറയുന്നതാണ് നമ്മൾ ഏറ്റവും ക്ലോസ്ലി ഹെൽഡ് കമ്പനിക്ക് ഈ ഡീംഡ് ഡിവിഡൻഡ് പ്രൊവിഷൻ ആപ്ലിക്കബിൾ ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. പക്ഷെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഓപ്ഷൻ നമ്പർ എയും ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് ആൻസർ തന്നെയാണ്. അതായത് ഈ ക്ലോസ്ലി ഹെൽഡ് കമ്പനി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രൈവറ്റ് കമ്പനിയാണ്. നമ്മുടെ പ്രൈവറ്റ് കമ്പനി, അതായത് 200 മെമ്പേഴ്സിൽ കൂടുതൽ പറ്റാത്ത നമ്മുടെ പ്രൈവറ്റ് കമ്പനീനെയാണ് ആക്ച്വലി ക്ലോസ്ലി ഹെൽഡ് കമ്പനി എന്ന് പറയുന്നത്. അന്നേരം ശരിക്കും പറഞ്ഞാൽ ഈ ഓപ്ഷൻ നമ്പർ എയും ഓപ്ഷൻ നമ്പർ ബിയും കറക്റ്റ് ആൻസർ തന്നെയാണ്. പക്ഷെ കുറച്ചും കൂടെ ആപ്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ നമ്പർ സി ആണ്. കാരണം നമ്മൾ ആക്ടിൽ കൂടുതൽ പറയുന്നത് ക്ലോസ്ലി ഹെൽഡ് കമ്പനി എന്നാണ് നമ്മൾ പറയുന്നത്. അന്നേരം അതുകൊണ്ട് ഓപ്ഷൻ നമ്പർ സി ആണ് കുറച്ചും കൂടെ കറക്റ്റ്. ഓപ്ഷൻ നമ്പർ എ പറഞ്ഞാലും അതിനകത്ത് തെറ്റൊന്നുമില്ല. ഈവൻ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റന്റെ ഗൈഡ് ലൈൻസ് വന്നു കഴിഞ്ഞപ്പോഴും ആൻസർ കീ വന്നു കഴിഞ്ഞപ്പോഴും അതിനകത്തും വന്നത് ഓപ്ഷൻ എ ആണെങ്കിലും ഓപ്ഷൻ സി ആണെങ്കിലും കറക്റ്റ് ആണെന്നുള്ളത് തന്നെയാണ് നമുക്ക് ഗൈഡ് ലൈൻസ് ആയിട്ടും വന്നത്. ഓക്കെ, നെക്സ്റ്റ് 13th question. Sridhan grows tomatoes and he uses them for the purpose of manufacturing tomato ketchup in his factory. 60% of tomatoes produced is sold for rupees 5 lakh and cost of cultivation is 3,50,000.
40% of tomatoes produced is procured to manufacturing ketchup. The market value of tomatoes is rupees 3 lakh and cost of cultivation was 1,80,000. He incurred 1 lakh for processing and ketchup was sold for 6 lakh in the financial year 2021-22. Compute the agricultural income and business income for the assessment year 2022-23. അതായത് പാർഷ്യലി അഗ്രികൾച്ചറൽ ഇൻകം പാർഷ്യലി ബിസിനസ് ഇൻകം വരുന്ന കേസുകളിൽ ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചില ഫോർമുലാസ് ഒക്കെ പറയുന്നുണ്ട്. നമുക്ക് ഓൾറെഡി കോഫീന്റെയും ടീന്റെയും ഒക്കെ കേസിൽ നമ്മളൊരു സ്പെസിഫൈഡ് പെർസെന്റേജ് നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ അല്ലാതെയുള്ള കേസുകൾ അങ്ങനെ സ്പെസിഫൈഡ് പെർസെന്റേജ് വരാത്ത കേസുകളിൽ നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും എന്നുള്ളത് നമ്മൾ നോക്കുക. അതായത് നമുക്ക് ബിസിനസ് ഇൻകം ഉണ്ട്, അതോടൊപ്പം തന്നെ നമുക്ക് അഗ്രികൾച്ചറൽ ഇൻകം ഉണ്ട്. നമുക്ക് ആദ്യം അഗ്രികൾച്ചറൽ ഇൻകം നോക്കാം. അഗ്രികൾച്ചറൽ ഇൻകത്തിനകത്ത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞു 60% of the tomatoes produced is sold for 5 lakh and the cost of cultivation is 3,50,000. അതായത് മാനുഫാക്ചറിംഗ് പ്രോസസിന് വേണ്ടിയിട്ട് കെച്ചപ്പ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിസിനസ് ഇൻകത്തിന് വേണ്ടിയിട്ട് ആ ടൊമാറ്റോ സെറ്റ് യൂസ് ചെയ്തിട്ടില്ല. അന്നേരം അവിടെ നമ്മുടെ അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്? 5 lakh മൈനസ് 3,50,000 എത്ര വന്നു? 1,50,000. 5 lakh മൈനസ് 3,50,000 എവിടെ വന്നു? അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് വന്നു. ഇനി നെക്സ്റ്റ് അടുത്ത ലോട്ട് നമ്മള് നമ്മുടെ കെച്ചപ്പ് മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തേക്കുന്ന സാധനം ഇല്ലേ, ഈവൻ അതും എന്തിന്റെ പരിധിയിൽ വരുന്നതാണ്? അഗ്രികൾച്ചറൽ ഇൻകത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. ഏത്? അതായത് ഈ 3 lakh എന്ന് പറയുന്ന സംഭവം 3 lakh മൈനസ് 1,80,000 ഇത് നമ്മൾ അഗ്രികൾച്ചറൽ ഇൻകത്തിൽ നിന്നും നമ്മുടെ അഗ്രികൾച്ചറൽ റവന്യൂവിൽ നിന്നും നമ്മുടെ ബിസിനസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതായിട്ട് കണക്കാക്കും അല്ലെ. അന്നേരം ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഈ 3 lakhനെ നമ്മൾ ബിസിനസ് ഇൻകത്തിന്റെ കേസിൽ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും? കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഈ 3 lakh നമ്മുടെ അഗ്രികൾച്ചറിൽ നിന്നും ഈ ബിസിനസ്സിലേക്ക് 3 lakh മാർക്കറ്റ് വാല്യൂ ഉള്ള സ്റ്റോക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. സോ അവിടെ ഈ 3 lakhനെ കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. അഗ്രികൾച്ചറൽ ഇൻകത്തിന്റെ കേസിൽ ഈ 3 lakhനെ നമ്മുടെ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യും. അന്നേരം ഇൻകം എടുക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ നമ്മൾ അതിന്റെ അസോസിയേറ്റഡ് എക്സ്പെൻസസ് നമ്മൾ കുറയ്ക്കണം. അതായത് 3 lakh മൈനസ് 1,80,000 എത്ര വന്നു? 1,20,000 നമ്മുടെ അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് വന്നു ഇല്ലേ. അതായത് 60% നമ്മൾ ഡയറക്റ്റ് അഗ്രികൾച്ചർ ആയിരുന്നു, ബാക്കി 40% നമ്മൾ എന്ത് വന്നു? ബിസിനസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. എന്നാൽ ആ ബിസിനസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന്റെ മാർക്കറ്റ് വാല്യൂ എത്രയാണ്? 3 lakh ആണ്. ആ 3 lakh മൈനസ് അതിന്റെ കോസ്റ്റ് 1,80,000 ടോട്ടൽ 1,20,000 നമ്മുടെ പ്രോഫിറ്റ് ആയിട്ട് വന്നു. സോ നമ്മുടെ അഗ്രികൾച്ചറൽ ഇൻകം എത്രയാണ്? 2,70,000 ആണ്. ഇനി ഈ ബിസിനസ് ഇൻകത്തിനകത്തോട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ബിസിനസ് ഇൻകത്തിൽ നമ്മൾ പറയുന്നുണ്ട് ഇത് വിറ്റത് എത്ര രൂപയ്ക്കാണ്? വിറ്റത് 6 ലക്ഷം രൂപയ്ക്കാണ്. ഇനി അത് റിലേറ്റഡ് ആയിട്ടുള്ള കോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ 1 lakh ഇൻകർ ചെയ്തിട്ടുണ്ട്. പ്രോസസ്സിങ്ങിന് വേണ്ടി നമ്മൾ 1 lakh ഇൻകർ ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മൾ സ്റ്റോക്ക് എടുക്കണം ഇല്ലേ. ഈ സ്റ്റോക്ക് എന്ന് പറയുന്നത് 3 ലക്ഷം രൂപ എന്ന് പറയുന്നത് നമ്മുടെ അവിടെ അഗ്രികൾച്ചറൽ ഇൻകം ആയിരുന്നു. അത് എക്സംപ്റ്റഡ് ആയത് വേറെ കാര്യം. പക്ഷെ അതെന്താണ്? നമുക്ക് ഇവിടെ അത് കോസ്റ്റ് ആണ്. നമ്മുടെ ഈ ബിസിനസ് ഇൻകത്തില് അത് കോസ്റ്റ് ആണ്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് 1,20,000 ആണോ? ഇല്ല. നമ്മൾ വേറൊരാളുടെ കയ്യിൽ നിന്ന് ഒരു സാധനം മേടിക്കുമ്പോൾ നമ്മുടെ കോസ്റ്റ് ആയിട്ട് നമ്മൾ മേടിച്ച വിലയാണ് നമ്മൾ എടുക്കുന്നത് ഇല്ലേ. അല്ലാതെ അയാൾക്ക് കിട്ടിയ ലാഭമല്ല നമ്മൾ എടുക്കുന്നത്. അന്നേരം ഇവിടെ നമ്മൾ 1,20,000 അല്ല എടുക്കേണ്ടത്. നമ്മുടെ കോസ്റ്റ് ആയിട്ട് നമ്മൾ എന്തിനെടുക്കും? നമ്മുടെ കോസ്റ്റ് ആയിട്ട് 3 lakh നമ്മുടെ കോസ്റ്റ് ആയിട്ട് എടുക്കും. അന്നേരം നമ്മുടെ ടോട്ടൽ ബിസിനസ് ഇൻകം എത്രയാണ്? ബിസിനസ് ഇൻകം 2 lakh ആണ് നമ്മുടെ ബിസിനസ് ഇൻകം ആയിട്ട് വരുന്നത് ഇല്ലേ. അന്നേരം നമ്മുടെ ക്വസ്റ്റൻ എന്താണ്? കമ്പ്യൂട്ട് ദ അഗ്രികൾച്ചർ ആൻഡ് ബിസിനസ് ഇൻകം ഫോർ ദ അസസ്മെന്റ് ഇയർ. അഗ്രികൾച്ചറൽ ഇൻകം എത്രയാണ്? 2,70,000. അഗ്രികൾച്ചറൽ ഇൻകം 2,70,000. ബിസിനസ് ഇൻകം എത്രയാണ്?
2 lakh. ഓപ്ഷൻ നമ്പർ ഡി. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. അതായത് ഓരോ ക്വസ്റ്റിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ആ ഏരിയ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 14. The total income total income including education cess payable in the case of resident individual aged 49 years where computed total income is 3,80,000 for the assessment year 2022-23 shall be. അതായത് ഇയാൾ എന്ത് ചെയ്തിട്ടില്ല? ന്യൂ സ്കീം ഓപ്റ്റ് ചെയ്തിട്ടില്ല. നോട്ട് ഓപ്റ്റഡ് ഫോർ സെക്ഷൻ 115 BSc. ന്യൂ സ്കീം ഓപ്റ്റ് ചെയ്തിട്ടില്ല, ഓൾഡ് സ്കീമാണ്. ഇയാളുടെ ടോട്ടൽ ഇൻകം എത്രയാണ്? ടോട്ടൽ ഇൻകം 3,80,000 ആണ്. ഇനി 3,80,000 ഇൻകത്തിന് ഇയാളുടെ ടാക്സ് ലയബിലിറ്റി എത്രയാണെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇയാളുടെ ടാക്സ് ലയബിലിറ്റി ഇൻക്ലൂഡിങ് എഡ്യൂക്കേഷൻ സെസ്. ഇവിടെ നമ്മൾ നേരെ നമ്മുടെ ടാക്സ് ലയബിലിറ്റി 5% വെച്ച്, ഓക്കെ 5 ലക്ഷത്തിന് താഴെയാണ്, 2 ലക്ഷത്തിന് മീതെയാണ്, 5% എന്ന് പറഞ്ഞുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ബിക്കോസ് കാരണം എന്തുവാണ്? നമ്മൾ റിബേറ്റിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇവിടെ ഏതാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്? റിബേറ്റ് റിലേറ്റഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A. റിബേറ്റ് പ്രകാരം നമുക്ക് 5 ലക്ഷത്തിന് താഴെയാണ് നമ്മുടെ ഇൻകം എന്നുണ്ടെങ്കിൽ നമുക്ക് 12,500 വരെ നമുക്ക് റിബേറ്റ് ക്ലെയിം ചെയ്യാം. അന്നേരം ഇൻ എഫക്റ്റ് 5 ലക്ഷം വരെയുള്ള ആൾക്ക് എന്ത് വരത്തില്ല? ഓൾഡ് സ്കീമിൽ നമുക്ക് ടാക്സ് ലയബിലിറ്റി വരത്തില്ല. സോ നമ്മുടെ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി, നിൽ. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ABC Charitable Trust would like to accumulate the income for the purpose of construction of school building in the coming 3 years and therefore set apart rupees 20 lakhs out of the current year's income. In order to exclude 20 lakhs from the taxable income, the charitable trust is required to inform the purpose and the period for which accumulation is made to the assessing officer in a prescribed form. Out of the following, which is the prescribed form to be used by the trust? ഈ ക്വസ്റ്റിന് മാർക്ക് ചെയ്തോളുക. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എത്രത്തോളം വരുന്നുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ ഒരെണ്ണം കണ്ടു, ഇതിപ്പം രണ്ടാമത്തെ ക്വസ്റ്റൻ ആയി. ഇവിടെ നമ്മൾ ഫോം 10 ആണ് നമ്മൾ ഫയൽ ചെയ്യുന്നത്. നമ്മൾ അക്യുമുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇത്ര ശതമാനത്തിൽ കൂടുതൽ നമ്മൾ ഇൻകം അക്യുമുലേറ്റ് സെറ്റ് സൈഡ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് നമ്മുടെ ടാക്സ് ലയബിലിറ്റി നില്ലാകാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് സൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഫയൽ ചെയ്യേണ്ട ഫോമിന്റെ പേര് എന്താണ്? ഫോം നമ്പർ 10. ഓർത്തോളാം, ഇത് നമ്മൾ വിട്ടുപോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ നമുക്ക് പേടിക്കേണ്ട, നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എത്ര വരുന്നുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 16. Question number 16. The time limit for issue of notice under section 148 when income in relation to any asset worth 80 lakhs located outside India chargeable to tax has escaped assessment. അതായത് ഇൻകം എസ്കേപ്ഡ് അസസ്മെന്റ് കേസിൽ നോട്ടീസ് ഏത് ടൈമിനുള്ളിൽ ഇഷ്യൂ ചെയ്യണം എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അത് നോർമലി നമുക്കറിയാം, അത് നോർമലി 4 വർഷത്തിനുള്ളിൽ നമ്മൾ ഇഷ്യൂ ചെയ്യണം. പക്ഷെ ഇവിടെ ഒരു കാര്യം ഓർക്കണം, ഇവിടെ പറഞ്ഞിട്ടുണ്ട് അസറ്റ് വർത്ത് 80 lakhs ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഈ കേസിൽ എന്താണ് ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് 16 years ആയിട്ട് ഗവൺമെന്റ് നീട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ബിയോണ്ട് 4 years ബട്ട് അപ് ടു 16 years. ഇതും നമുക്ക് മാർക്ക് ചെയ്യാം. ടൈം ലിമിറ്റ് ഓർത്തിരിക്കേണ്ട സാധനമല്ലേ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എത്ര വരുന്നുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി നെക്സ്റ്റ്, ദ ഡ്യൂ ഡേറ്റ് specified under section 139(1) for filing the return of income in case of companies engaged in international transaction and who have to file a report under section 92E. അതായത് ബേസിക്കലി നമ്മുടെ ട്രാൻസ്ഫർ പ്രൈസിംഗ്, ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് ഉണ്ട്. ട്രാൻസ്ഫർ പ്രൈസിംഗ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള കമ്പനീസിന് എത്ര, അല്ലെങ്കിൽ ട്രാൻസ്ഫർ പ്രൈസിംഗ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള അസസീസിന് ഏത് ഡേറ്റിനുള്ളിലാണ് അവര് റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ടത്, ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ടത്. നമുക്കറിയാം ഇൻഡിവിജ്വൽസിന്റെ കേസിൽ നമുക്ക് 31st July ഉണ്ട്. ഇനി ബാക്കിയുള്ള ഓഡിറ്റ് അസസീസിന്റെ കേസിൽ നമുക്ക് സെപ്റ്റംബർ ഉണ്ട്. ഇനി ആരുടെ കേസിൽ, നമ്മുടെ ട്രാൻസ്ഫർ പ്രൈസിംഗ് അസസീസിന്റെ കേസിൽ നമ്മുടെ ടൈം ലിമിറ്റ് എത്രയാണ്? 30th November നമ്മൾ റിട്ടേൺസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ്, ആസ് പെർ സെക്ഷൻ 222A ഓഫ് ഇൻകം ടാക്സ് ആക്ട്, ഡൊമസ്റ്റിക് കമ്പനി മീൻസ്, ഡൊമസ്റ്റിക് കമ്പനിയുടെ ഡെഫിനിഷൻ ആണ് ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിലെ പോയിന്റ് ഓഫ് വ്യൂ ആയിട്ട് വന്നേക്കുന്നത്. മീൻസ്
First, an Indian company or any other company which makes prescribed arrangements for the declaration and payment of dividends in India on which tax is deductible. അതായത് ഡൊമസ്റ്റിക് കമ്പനിയുടെ ഡെഫിനേഷനകത്ത് പറഞ്ഞേക്കുന്ന എൻറ്റയർ സാധനമാണ് ഇവിടെ ഈ 3 ഏരിയ ആയിട്ട് പറഞ്ഞേക്കുന്നത്. അതായത് ഒന്നെങ്കിൽ ഇന്ത്യൻ കമ്പനി ആയിരിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റ് എനി അതർ കമ്പനി വിച്ച് ഹാസ് മെയ്ഡ് അറേഞ്ച്മെന്റ്സ് ഫോർ ഡിക്ലറേഷൻ ആൻഡ് പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് ഇൻ ഇന്ത്യ ഓൺ വിച്ച് ടാക്സ് ഈസ് ഡിഡക്റ്റബിൾ. ഇതാണ് നമ്മുടെ ഡൊമസ്റ്റിക് കമ്പനിയുടെ ഡെഫിനേഷനകത്ത് തന്നെ വരുന്ന പോയിന്റ്. അന്നേരം ഇവിടെ ഡൊമസ്റ്റിക് കമ്പനി മീൻസ് ഇതിനകത്ത് നമ്മുടെ ഓപ്ഷൻ എന്തൊക്കെയാണ്? 1 and 3 മാത്രം, ഇല്ലാന്നുണ്ടെങ്കിൽ 2 and 3 മാത്രം, 1 and 2 മാത്രം. പക്ഷെ നമുക്കറിയാം ഈ 3 പോയിന്റ്സും നമ്മുടെ ഡൊമസ്റ്റിക് കമ്പനിയുടെ ഡെഫിനേഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ആണ്. അന്നേരം നമ്മുടെ കറക്റ്റ് ആൻസർ വുഡ് ബി പോയിന്റ് നമ്പർ ഡി, അതായത് ഓൾ ഓഫ് ദ അബോവ് 1, 2 and 3. ഓക്കെ, നെക്സ്റ്റ്, as per section 13B of Income Tax Act 1961, the voluntary contributions received by an electoral trust during the year is not included in its income. ഇവിടെ നമ്മൾ ഏത് പോയിന്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്? ഇലക്ട്രൽ ട്രസ്റ്റിന്റെ ഇൻകത്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇലക്ട്രൽ ട്രസ്റ്റിന്റെ ഇൻകം എക്സ്ക്ലൂഡഡ് ആകണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം എത്ര നമ്മൾ റിക്വയർമെന്റ് എത്രയാണ്? നമ്മുടെ 95% ഓഫ് ദ കോൺട്രിബ്യൂഷൻ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ്. ആർക്കാണ് കൊടുക്കേണ്ടത്? പൊളിറ്റിക്കൽ പാർട്ടീസിന്. ഇലക്ട്രൽ ട്രസ്റ്റ് എന്ന് പറയുന്ന സിസ്റ്റം തന്നെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? പൊളിറ്റിക്കൽ പാർട്ടീസിന് ഡൊണേഷൻ വരുന്ന ഒരു ആൾട്ടർനേറ്റ് സ്കീമായിട്ടാണ് നമ്മൾ ഇലക്ട്രൽ ട്രസ്റ്റിനെ ഫോം ചെയ്തേക്കുന്നത്. 95% ഓഫ് ദ കോൺട്രിബ്യൂഷൻസ് റിസീവ്ഡ് ഇൻ ദ ഇലക്ട്രൽ ട്രസ്റ്റ് അത് നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടീസിലോട്ട് ഹാൻഡ് ഓവർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ വോളണ്ടറി കോൺട്രിബ്യൂഷൻ എന്തായിട്ട് കണക്കാക്കത്തില്ല? ഇൻകം ആയിട്ട്, ഇലക്ട്രൽ ട്രസ്റ്റിന്റെ ഇൻകം ആയിട്ട് കണക്കാക്കത്തില്ല. ഓക്കെ, next question, 20th question. The following are the income of Sudha for the previous year 2021-22. Dividend from the foreign company received in Tokyo 96,000. Profit earned from business in Indonesia which is controlled in India rupees 6 lakhs. 3/4 of the profit is received in India. Next, fees from technical services received in India for technical services provided to run a business outside India of rupees 9 lakhs. Profit not taxed previously brought into India rupees 2 lakhs. What is the gross total income of Sudha if she is an ordinary resident and not ordinary resident? ഓർഡിനറി റെസിഡന്റ് ആണെങ്കിൽ സുധയുടെ ഇൻകം എത്രയായിരിക്കും? നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിൽ സുധയുടെ ഇൻകം എത്രയായിരിക്കും? നമുക്കറിയാം, ഓർഡിനറി റെസിഡന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഇൻകം ആയിരിക്കും ടാക്സ് ഉള്ളതായിരിക്കുക? നമ്മുടെ എൻറ്റയർ ഇൻകം, നമുക്ക് എവിടുന്ന് ഇൻകം ഉണ്ടെങ്കിലും നമ്മുടെ ഗ്ലോബൽ ഇൻകം എന്തായിരിക്കും? ടാക്സ് ഉള്ളതായിരിക്കും, അല്ലേ? അന്നേരം നമുക്ക് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിൽ നമ്മുടെ ടാക്സ് ലയബിലിറ്റി എത്ര വരും എന്നുള്ളത് നമുക്ക് നോക്കാം. ഓർഡിനറി റെസിഡന്റിന്റെ കേസിൽ ഓക്കെ, ഡിവിഡൻഡ് റിസീവ്ഡ് ഫ്രം ഫോറിൻ കമ്പനി റിസീവ്ഡ് ഇൻ ടോക്കിയോ, അത് വിദേശത്ത് നിന്ന് കിട്ടിയതാണെങ്കിൽ പോലും എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ടാക്സ് ചെയ്യേണ്ടി വരും. ഇനി പ്രോഫിറ്റ് ഏൺഡ് ഫ്രം ബിസിനസ് ഇൻ ഇന്തോനേഷ്യ കൺട്രോൾഡ് ഇൻ ഇന്ത്യ, ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, 6 lakh ടാക്സ് ചെയ്യേണ്ടി വരും. ഇനി ഫീസ് ഫ്രം ടെക്നിക്കൽ സർവീസ് റിസീവ്ഡ് ഇൻ ഇന്ത്യ ഫോർ ടെക്നിക്കൽ സർവീസ് പ്രൊവൈഡഡ് ടു റൺ എ ബിസിനസ് ഔട്ട്സൈഡ് ഇന്ത്യ, ഒന്നും നോക്കണ്ട, ടാക്സ് ചെയ്യേണ്ടി വരും. എല്ലാ ഇൻകം ടാക്സ് ചെയ്യേണ്ടി വരും. പക്ഷേ ലാസ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കുക, പ്രോഫിറ്റ് നോട്ട് ടാക്സ്ഡ് പ്രീവിയസ്ലി ബ്രോട്ട് ഇൻ ടു ഇന്ത്യ rupees 2 lakhs. അതായത് പുള്ളിക്കാരി നേരത്തെ മേ ബി ഫോർ വാട്ട് എവർ റീസൺ, മേ ബി പുള്ളിക്കാരി നേരത്തെ നോൺ റെസിഡന്റ് ആയിരുന്ന സമയത്ത് ടാക്സ് ചെയ്യാത്ത ഇൻകം ആയിരിക്കാം, അതായത് അവിടെ ഉണ്ടായിരുന്ന ഇൻകം ആയിരിക്കാം, അതിപ്പം ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നു. അതിന് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ടാക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് അത് ഈ വർഷത്തെ ഇൻകം അല്ല, അത് നേരത്തെ ഓൾറെഡി ആ ഇൻകം പണ്ടേ അക്രൂ ചെയ്തതാണ്. ആ ഇൻകം അക്രൂ ചെയ്ത സമയത്ത് മേ ബി ഷി വാസ് എ നോൺ റെസിഡന്റ് ആയിരുന്ന സമയത്ത് അത് ടാക്സ് ചെയ്തിട്ടില്ല. ഇറ്റ് വാസ് നോട്ട് ടാക്സ് പ്രീവിയസ്ലി. അത് ഈ വർഷം എന്ത് ചെയ്തു?
വിദേശത്തെ ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ ഈ ഇന്ത്യയിലത്തെ ബാങ്ക് അക്കൗണ്ടിലോട്ട് കൊണ്ടുവന്നു. അത് ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടാക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് അത് ഈ വർഷത്തെ ഇൻകം അല്ല, അത് പ്രീവിയസ് ഇയറിന്റെ ഇൻകം ആണ്. അന്നേരം നമ്മുടെ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി എത്ര വരും? 96,000. സോറി, നമ്മുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 96,000 പ്ലസ് 6 lakhs പ്ലസ് 9 lakhs. മൊത്തം എത്ര വന്നു? 15,96,000. അതായത് നമ്മൾ ഓർഡിനറി റെസിഡന്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് 15,96,000 വരും. ഇനി റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡന്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് നമ്മുടെ ഇൻകത്തിൽ കൂട്ടേണ്ട ആവശ്യമില്ല. ഇൻകം accrues, the income which accrues outside India, the income which accrues outside India, again business also should be controlled outside India. ഈ രണ്ട് സാധനങ്ങൾ, ഈ രണ്ട് ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് എടുക്കേണ്ട ആവശ്യമില്ല. റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അന്നേരം ഇപ്പൊ നോക്കിക്കേ, ഫസ്റ്റ് സാധനം ഡിവിഡന്റ് ഫ്രം ഫോറിൻ കമ്പനി റിസീവ്ഡ് ഇൻ ടോക്കിയോ. ഡിവിഡന്റ് ഫ്രം ഫോറിൻ കമ്പനി റിസീവ്ഡ് ഇൻ ടോക്കിയോ. ഇത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എടുക്കേണ്ട ആവശ്യമില്ല. ഇനി രണ്ടാമത്തെ സാധനം എന്താണ്? പ്രോഫിറ്റ് ഏൺഡ് ഫ്രം ബിസിനസ് വിച്ച് ഈസ് കൺട്രോൾഡ് ഇൻ ഇന്ത്യ. വിച്ച് ഈസ് കൺട്രോൾഡ് ഇൻ ഇന്ത്യ. 6 lakhs ഇൻകം ഉണ്ട്. അത് ബിസിനസ് ഇന്തോനേഷ്യയിലാണ്, പക്ഷെ ഇത് കൺട്രോൾ ചെയ്തേക്കുന്ന എവിടെയാണ്? ഇന്ത്യയിലാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ഈ 6 lakh നമ്മൾ എടുക്കേണ്ടി വരും. ഫീസ് ഫ്രം ദ technical services received in India for technical services provided to run a business outside India of rupees 9 lakh. ഇത് എവിടെ ഇൻകം എവിടെയാണ് കിട്ടിയേക്കുന്നത്? ഇന്ത്യയിലാണ് കിട്ടിയേക്കുന്നത്. അന്നേരം ഇത് നമ്മൾ എന്ത് ചെയ്യും, ഈ 9 lakh നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഇൻകം ആയിട്ട് എടുക്കും. സോ ടോട്ടൽ നമുക്ക് 15 lakh ഇൻകം ആയിട്ട് വന്നു. എന്തെടുക്കേണ്ട ആവശ്യമില്ല, 96,000. ബിക്കോസ് ആ ഇൻകം കിട്ടിയതും അക്രൂ ചെയ്തതും പുറത്താണ്. സോ നമ്മൾ ആ ഇൻകത്തിന് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മുടെ ടോട്ടൽ ഇൻകത്തിന് എടുക്കേണ്ട ആവശ്യമില്ല. സോ ഓർഡിനറി റെസിഡന്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ 15,96,000 ടാക്സബിൾ ആയിരിക്കും. നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണെന്നുണ്ടെങ്കിൽ 15 lakh ടാക്സബിൾ ആയിരിക്കും. നമ്മുടെ ഓപ്ഷൻ എന്താണ്? 15,96,000. ഓർഡിനറി റെസിഡന്റ് ആണെങ്കിൽ 15,96,000, നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിൽ 15 lakh. ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് question number 21. ഞാൻ ആ 3/4 റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോ അതല്ലേ ചെയ്യണ്ട? ഏതായിരുന്നു? ഇപ്പൊ കഴിഞ്ഞ പ്രോബ്ലത്തില് 3/4 റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് കിടക്കുന്നുണ്ടല്ലോ. 3/4 റിസീവ്ഡ് ഇൻ ഇന്ത്യ ആണെങ്കിൽ പോലും കൺട്രോൾ ചെയ്തേക്കുന്നത് എവിടെയാണ്? ആക്ച്വലി ആ ബിസിനസ് ഫുള്ളി കൺട്രോൾ ചെയ്തേക്കുന്നത് ഇന്ത്യയിലാണ്. അന്നേരം ആക്ച്വലി ആ 3/4 ശരിക്കും പറഞ്ഞാൽ റെലവൻസ് ഇല്ല. എന്തോ അത് നമ്മൾ ഒന്ന് ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നേക്കുന്നതാണ്. അതായത് ബിസിനസ് കൺട്രോൾ ഇൻ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് 3/4 നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഫുൾ ഇൻകം എന്താണ് ടാക്സ് ആണ്. നെക്സ്റ്റ്, ആസ് പെർ സെക്ഷൻ 115 JB inserted with Finance Act 2016. അതായത് 115 GB എന്തുവാണ്? മാറ്റ് പ്രൊവിഷൻ. മാറ്റ് AMT, മിനിമം ആൾട്ടർനേറ്റ് ടാക്സ്, ആൾട്ടർനേറ്റ് മിനിമം ടാക്സ് എന്ന് പറഞ്ഞ ഈ രണ്ട് കോൺസെപ്റ്റുകൾ മാറ്റ് അവർക്ക് ആപ്ലിക്കബിൾ ആവുക കമ്പനി അസസീസിനാണ്. ആൾട്ടർനേറ്റ് മിനിമം ടാക്സ് നോൺ കോർപ്പറേറ്റ് അസസീസ് who has claimed certain specific deductions. ചാപ്റ്റർ 6 ല്
ചില സ്പെസിഫിക് ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്ത ആളുകൾക്കാണ് ഈ ആൾട്ടർനേറ്റ് മിനിമം ടാക്സ് ആപ്ലിക്കബിൾ ആവുക. ഈ മാറ്റ് എന്ന് പറയുന്ന സംഭവത്തിന്റെ കോൺസെപ്റ്റ് എന്തുവാണ്? അതായത് നമ്മൾ പല കേസുകളിലും ഇപ്പം കമ്പനീസ് ആക്ട് പ്രകാരം നമുക്കൊരു ഇൻകം ഉണ്ടാവും, ഇൻകം ടാക്സ് ആക്ട് പ്രകാരം നമുക്ക് മറ്റൊരു ഇൻകം ഉണ്ടാവും. അതെന്താണ് ഈ വ്യത്യാസം വരാനുള്ള കാരണം എന്തുവാ? മെയിൻലി ഇപ്പം ചില കേസുകളിൽ ഇപ്പം കമ്പനീസ് ആക്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ പ്യൂർലി നമ്മൾ അക്കൗണ്ട്സ് പോയിന്റ് ഓഫ് വ്യൂലാണ് നമ്മൾ നമ്മുടെ പ്രോഫിറ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇൻകം ടാക്സ് ആക്ടിനകത്തോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ PGBP-ലൊക്കെ പല സംഭവങ്ങളും ഡിസ്കസ് ചെയ്തു. നമ്മൾ ചില കേസുകൾക്ക് വെയിറ്റഡ് ഡിഡക്ഷൻസ് ഉണ്ട്, ചില കേസുകളിൽ നമ്മൾ 1/5 ആയിട്ട് ഓവർ ദ ഇയേഴ്സ് ക്ലെയിം ചെയ്യുന്ന പല രീതിയിൽ ഇങ്ങനെ ചില വ്യത്യാസങ്ങൾ വരും. ഇനി ഡിപ്രിസിയേഷൻ ഒരു മേജർ പോയിന്റ് ഓഫ് ഡിഫറൻസ് ആണ് ഡിപ്രിസിയേഷൻ. കാരണം കമ്പാരിറ്റീവ്ലി ഇൻകം ടാക്സ് ആക്ടിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഡിപ്രിസിയേഷൻ റേറ്റ് കുറച്ച് കൂടുതലാണ്, കുറച്ച് ഹ്യൂജ് ആണ്. കമ്പനീസ് ആക്ടിലോട്ട് വരുമ്പോഴത്തേക്കും കമ്പാരിറ്റീവ്ലി കുറവാണ്, ചെറിയ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷനേ ഉള്ളൂ. അന്നേരം അവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും കമ്പനീസ് ആക്ട് പ്രകാരം നമുക്ക് പ്രോഫിറ്റ് ഉണ്ട്, പക്ഷെ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം വരുമ്പോഴത്തേക്കും നമുക്ക് പ്രോഫിറ്റ് ഇല്ല. അന്നേരം അങ്ങനെയുള്ള കമ്പനീസ് അറ്റ്ലീസ്റ്റ് ഒരു മിനിമം ടാക്സ് അടയ്ക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് എന്ത് വരുന്നത്, മിനിമം ആൾട്ടർനേറ്റ് ടാക്സ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വരുന്നത്. അന്നേരം ഇവിടെ ആക്ച്വലി ഈ ഓപ്ഷൻ ഇപ്പം നമുക്ക് ഈ ഓപ്ഷൻസിനകത്ത് ചേഞ്ച് ഉണ്ട്. ബിക്കോസ് നമ്മുടെ മാറ്റിന്റെ ആപ്ലിക്കബിൾ ടാക്സ് റേറ്റ് 15% ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് അതിനകത്ത് പഴയത് കിടക്കുന്നതാണ്. ഇത് ആക്ച്വലി ജൂൺ 2022 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളിപ്പം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്നേരം അതുകൊണ്ടാണ് അവിടെ 18.5 എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നത്. അന്നേരം ഓക്കെ, അന്നേരം ഈ 15% എന്ന് പറയുന്നതാണ് നമ്മുടെ മിനിമം ആൾട്ടർനേറ്റ് ടാക്സിന്റെ റേറ്റ്. അതായത് കമ്പനീസ് ആക്ട് പ്രകാരമുള്ള പ്രോഫിറ്റിന്റെ ഒരു സ്പെസിഫൈഡ് ബുക്ക് പ്രോഫിറ്റ് നമ്മൾ അറൈവ് ചെയ്ത് ആ ബുക്ക് പ്രോഫിറ്റിന്റെ 15% എങ്കിലും നമ്മൾ മിനിമം ടാക്സ് അടച്ചിരിക്കണം, റെസ്പെക്ടീവ് ഓഫ് ദ ടാക്സ് ലയബിലിറ്റി ആസ് പെർ ഇൻകം ടാക്സ്. നിങ്ങൾ മിനിമം ബുക്ക് പ്രോഫിറ്റിന്റെ മിനിമം 15% നിങ്ങൾ നിർബന്ധമായിട്ടും ടാക്സ് അടച്ചിരിക്കണമെന്നാണ് മാറ്റിൽ പറയുന്നത്. ഇനി ഈ 15% എന്ന് പറയുന്നത് നമ്മൾ ഇന്റർനാഷണൽ ഫിനാൻസ് സെന്ററിൽ ലൊക്കേറ്റ് ചെയ്തേക്കുന്ന ഒരു അസസിക്ക് നമ്മൾ റേറ്റ് കുറച്ച് കൊടുക്കുന്നുണ്ട്. അത് എത്രയാണ്? 9% ആയിട്ട്. 15%ന്റെ സ്ഥാനത്ത് 9% അടച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. ഈ 9% എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർക്കണം, നമ്മൾ ഈ സംഭവം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബുക്ക് പ്രോഫിറ്റിന്റെ കേസിലാണ്. അന്നേരം ഇവിടെ ക്വസ്റ്റൻ എന്തുവാണ്? As per section 115JB inserted with Finance Act 2016, where the assessee is a unit located in International Financial Service Center and derives its income solely in convertible foreign exchange, the rate of MAT shall be, അതായത് ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് റേറ്റ് ഷാൽ ബി എത്ര? 9% ഇൻസ്റ്റെഡ് ഓഫ് നമ്മുടെ ഒറിജിനൽ മാറ്റ് റേറ്റ് എത്ര? 18.5% ആയിരുന്നു പണ്ട്, ഇപ്പൊ 15%. ഓക്കെ, നെക്സ്റ്റ് question number 21. The assessing officer, while scrutinizing the return of an assessee, find underreporting of income for the reason of misreporting of facts of such income, and thus levied penalty on such underreported income resulting from misreporting of income. The penalty to be imposed by the assessing officer shall be at the rate of tax payable at the rate of what tax payable on the misreported income. നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് അണ്ടർ റിപ്പോർട്ടിങ്ങിന്റെ കേസിൽ അസസിംഗ് ഓഫീസർ സ്ക്രൂട്ടനൈസ് ചെയ്ത് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇനി അണ്ടർ റിപ്പോർട്ടിംഗ് മിയർലി അണ്ടർ റിപ്പോർട്ടിംഗ് ആണെന്നുണ്ടെങ്കിൽ 50% വരത്തുള്ളൂ. പക്ഷേ മിസ് റിപ്പോർട്ടിംഗ് ഓഫ് ഫാക്ട്സ് ഇൻവോൾവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ പെനാൽറ്റി എന്ന് പറയുന്നത് അപ് ടു 200% ഓഫ് ദ ടാക്സ് പേയബിൾ വരെ എന്ത് ചെയ്യാം, ടാക്സ് ലയബിലിറ്റി അപ് ടു 200% ഓഫ് ദ ടാക്സ് ലയബിലിറ്റി വരെ നമുക്ക് പെനാൽറ്റി ആയിട്ട് ഇമ്പോസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഇതും അഗൈൻ ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഓർത്തിരിക്കേണ്ട ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരും, പക്ഷെ നമ്മൾ പേടിക്കേണ്ട. നമ്മൾ അഗൈൻ കോൺസെപ്റ്റിൽ തന്നെ ഫോക്കസ് ചെയ്യുക, ഇതിനകത്ത് ഒരു ഡൗട്ടും വേണ്ട, കോൺസെപ്റ്റിൽ തന്നെ ഫോക്കസ് ചെയ്യുക. മജോറിറ്റി ക്വസ്റ്റൻസ് കോൺസെപ്റ്റിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അത്തരം നിങ്ങൾ ഇങ്ങനെയുള്ള പെർസെന്റേജ് മറന്നുപോയി, നമ്പർ ഓഫ് ഡേയ്സ് മറന്നുപോയി, ഫോമിന്റെ പേര് മറന്നുപോയി, ഇതൊന്നും ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഇത് പഠിക്കുക, വിട്ടുപോയ പോട്ടെ, സാരമില്ല. കോൺസെപ്റ്റിൽ തന്നെ ഫോക്കസ് ചെയ്യുക, കോൺസെപ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മാർക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ്. Sri transferred his residential property to his wife by way of gift settlement. During the financial year, his wife got a rental income of rupees 25,000 per month. She made a fixed deposit in the bank from the rental income, and she earned an interest income of rupees 32,000. State the income taxable in the hand of Sri and his wife
ഫോർ ദ അസസ്മെന്റ് ഇയർ 2022-23. ഇവിടെ നമ്മൾ ഏത് പ്രൊഫഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? ക്ലബ് ഇല്ലേ, ക്ലബിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഗിഫ്റ്റ് സെറ്റിൽമെന്റിന്റെ ഭാഗമായിട്ട് ഒരു പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറയപ്പെടുന്നു. ഗിഫ്റ്റ് സെറ്റിൽമെന്റിന്റെ ഭാഗമായിട്ടാണ്, അല്ലാതെ ഫാമിലി സെറ്റിൽമെന്റ് അല്ല. അതായത് എഗ്രിമെന്റ് ടു ലിവ് അപ്പാർട്ടിന്റെ ഭാഗമായിട്ട്, ഡൈവോഴ്സിന്റെ ഭാഗമായിട്ട്, ഫാമിലി സെറ്റിൽമെന്റിന്റെ ഭാഗമായിട്ട് ഒരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തല്ല. ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ വൈഫിന് വിത്തൗട്ട് സഫിഷ്യന്റ് കൺസിഡറേഷൻ നമ്മൾ വൈഫിന് അസറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ആരുടെ പേരിൽ തന്നെ ടാക്സ് ചെയ്തുള്ളൂ? നമ്മുടെ ഒറിജിനൽ ഓണറിന്റെ പേരിൽ തന്നെ ടാക്സ് ചെയ്തുള്ളൂ. അന്നേരം ഇവിടെ ചോദിച്ചിരിക്കുന്നത് സ്ത്രീ ഒറിജിനൽ ഓണറിന്റെ കയ്യിൽ എത്ര ടാക്സ് ചെയ്യും, വൈഫിന്റെ കയ്യിൽ എത്ര ടാക്സ് ചെയ്യും എന്നാണ് ചോദിച്ചേക്കുന്നത്. ഒറിജിനൽ ഓണറിന്റെ കയ്യിൽ നമ്മുടെ റെന്റൽ ഇൻകം 25,000 ഇൻറ്റു 12 3 lakh ആരുടെ കയ്യിൽ ടാക്സ് ചെയ്യും? സ്ത്രീയുടെ കയ്യിൽ ടാക്സ് ചെയ്യും. ഇനി ഈ ഇൻകം നമ്മുടെ വൈഫിന് കിട്ടി, വൈഫിന് കിട്ടിയ ഇൻകത്തിൽ നിന്ന് കിട്ടിയ ഇൻകം അതെവിടെ ക്ലബ് ചെയ്യത്തില്ല, അത് നമ്മുടെ ഒറിജിനൽ ഓണറിന്റെ കൈ ക്ലബ് ചെയ്യത്തില്ല. അത് ആരുടെ കയ്യിൽ തന്നെ വരും? അത് നമ്മുടെ വൈഫിന്റെ കയ്യിൽ തന്നെ വരും. സോ 3 lakh നമ്മുടെ ഒറിജിനൽ ഓണറിന്റെ കയ്യിലും 32,000 വൈഫിന്റെ കയ്യിലും, ഇൻട്രസ്റ്റ് ഇൻകം ആയിട്ട് 32,000 വൈഫിന്റെ കയ്യിലും ടാക്സ് ചെയ്യും. ഓക്കെ ആണോ? നെക്സ്റ്റ് PGBP ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. PGBP-ല് നോൺ പ്രൊഫഷണൽ ഫോം ABC and company has book profit of 12,38,000 in the previous year 2021-22. 12,38,000 in the previous year 2021-22. The admissible remuneration to working partner for income tax purpose shall be, നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ maximum amount of salary that can be granted to the working partner provided the same is provided in the partnership deed as well. നമ്മൾ മാക്സിമം എത്ര കൊടുക്കാൻ പറ്റുമോ? അപ് ടു 3 lakh വരെ 90%. 3 lakh above നമ്മൾ പോകുമ്പോഴത്തേക്കും എത്ര? 60% അല്ലേ? അന്നേരം ഇവിടെ നമ്മൾ വരുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് എത്ര വന്നു? 3 lakh വരെ 90% എന്ന് പറയുമ്പോഴത്തേക്കും 2,70,000. ഇനി 12,38,000 നിന്നും മൈനസ് 3 lakh ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ബാക്കി 9,38,000. 9,38,000 മീതെ നമ്മൾ ഏത് റേറ്റ് അപ്ലൈ ചെയ്യും? 60% അപ്ലൈ ചെയ്യും. ഇൻറ്റു 0.6 നമുക്ക് 5,62,800. ഇവിടെ കറക്റ്റ് ആൻസർ എത്രയാണ്? 8,32,800. 8,32,800 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് Rajesh pays a rent of ₹8,000 per month. His total income is ₹6 lakhs for the financial year 2021-22. The gross total income is reduced by the deduction under Chapter 6A, except Section 80GG. He is also in receipt of HRA. He would be eligible for a deduction under 80GG for an amount of for the assessment year 2022-23. 80GG Chapter 6A deductionsലെ 80GG-ക്കകത്ത് നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യുന്നത്? അത് റെന്റ് പേ ചെയ്യുന്ന ആൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഡിഡക്ഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അവിടെ പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഇയാൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാകാൻ പാടില്ല? HRA ക്ലെയിം ചെയ്യുന്ന ഒരാളായിരിക്കരുത്. HRA ക്ലെയിം ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് എന്തിനുള്ള എലിജിബിലിറ്റി ഇല്ല, ഇയാൾക്ക് 80GG ഡിഡക്ഷൻ ഉള്ള എലിജിബിലിറ്റി ഇല്ല. എന്നിട്ട് ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ എത്രയാണ്? 80GG-ന്റെ അണ്ടറിലുള്ള ഡിഡക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടത്തുള്ളൂ? ഒന്നും തന്നെ കിട്ടത്തില്ല, 0 ഡീൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 26. Raman holds 30% of shares in RS Limited. His spouse is a software engineer. Now, Mrs. Raman is drawing a remuneration of
50,000 പെർ മന്ത്. അതായത് നമ്മുടെ രാമന് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കമ്പനിയിൽ നിന്നും മിസ്സസ് രാമൻ, പുള്ളിന്റെ വൈഫ്, ഷീസ് ഡ്രോയിങ് എ റെമ്യൂണറേഷൻ ഓഫ് ₹50,000 പെർ മന്ത്. സാലറി ഓഫ് സ്പൗസ് ഓഫ് രാമൻ വിൽ ബി ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ്. ആരുടെ കയ്യിൽ ടാക്സ് ചെയ്യും? രാമന്റെ ഈ ടാക്സ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല. കാരണം എന്താണ്? ഇവിടെ വൈഫ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, അല്ലെ? ഷീസ് എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. പുള്ളിക്കാരി ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. അന്നേരം അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പുള്ളിക്കാരിന്റെ ഇൻകം ക്ലബ് ചെയ്യേണ്ട ആവശ്യമില്ല. പുള്ളിക്കാരി എലിജിബിൾ ആയിട്ടുള്ള ഒരു ഇൻകം ആണ്. ഇനി എക്സസീവ് ആയിട്ട് മാർക്കറ്റ് റേറ്റിനെക്കാട്ടിലും എക്സസീവ് ആയിട്ടുള്ള ഒരു സംഭവം കിട്ടിയാൽ മാത്രമേ നമ്മൾ ക്ലബിങ്ങിന്റെ ഒരു കാര്യം ആലോചിക്കേണ്ടി തന്നെ വരുന്നുള്ളൂ. അതിനെക്കുറിച്ചൊന്നും ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഈ ഇൻകം ആരുടെ കയ്യിൽ ടാക്സ് ചെയ്യും? സ്പൗസ് ഓഫ് രാമൻ, പുള്ളിക്കാരിന്റെ കയ്യിൽ തന്നെ, അതായത് വൈഫിന്റെ പേരിൽ തന്നെ ആയിരിക്കും ഇത് ടാക്സ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ്, പേഴ്സണൽ ഏർണിംഗ് including income from self-acquired property of a member of the HUF is included in the income of. Personal earning including income from self-acquired property of a member of HUF. അതായത് ഒരു HUF ഉണ്ട്, HUF ഒരുപാട് മെമ്പേഴ്സ്. ഇവരുടെ, അതായത് ഈ HUF എന്ന് പറയുന്നത് എന്താണ്? ബേസിക്കലി ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിലെ ആൻസിസ്ട്രൽ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് ആ ആൻസിസ്ട്രൽ പ്രോപ്പർട്ടിയിൽ നിന്നും കിട്ടുന്ന ഇൻകം എങ്ങനെ ടാക്സ് ചെയ്യും എന്നുള്ളത്, അത് നമ്മൾ HUFന്റെ അണ്ടറിൽ, HUF ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് അതിന്റെ അണ്ടറിലായിരിക്കും നമ്മൾ ടാക്സ് ചെയ്യുക. ഇവിടെ നമ്മൾ ചോദിക്കുന്നത്, ഇതിനകത്ത് ഒരു മെമ്പർക്ക് ഇയാളുടെ പേരിലുണ്ടായിരുന്ന, ഇയാൾ സ്വയം മേടിച്ച അല്ലെങ്കിൽ ഇയാൾ ജോലി ചെയ്ത് മേടിച്ച ഇൻകത്തിൽ നിന്നും, അല്ലെങ്കിൽ ഇയാൾ ജോലി ചെയ്ത് കിട്ടിയ ഇൻകത്തിൽ നിന്നും ഇയാൾ ഒരു പ്രോപ്പർട്ടി മേടിച്ചു. ആ പ്രോപ്പർട്ടിയിൽ നിന്നും കിട്ടിയ ഇൻകം എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. അത് HUFന്റെ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അത് HUFന്റെ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അത് അയാളുടെ തന്നെ ഇൻകം ആയിരിക്കും. ഷാൽ ബി ഇൻക്ലൂഡ് ഇൻ ദ ഇൻകം ഓഫ് ഇൻഡിവിജ്വൽ ഹിംസെൽഫ്. ആരാണോ ഏൺ ചെയ്തത് അയാളുടെ തന്നെ ഇൻകം ആയിട്ടായിരിക്കും നമ്മൾ ട്രീറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ്, ദ ലയബിലിറ്റി ടു പേ ഇൻട്രസ്റ്റ് അണ്ടർ സെക്ഷൻ 234B വുഡ് അറൈസ് വെൻ ദ അഡ്വാൻസ് ടാക്സ് പ്ലസ് TDS ടു ദ ക്രെഡിറ്റ് ഓഫ് ദ അസസി ഈസ് ലെസ് ദാൻ. അതായത് നമ്മൾ അഡ്വാൻസ് ടാക്സ് അടയ്ക്കുന്ന കേസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, അല്ലേ? അഡ്വാൻസ് ടാക്സ് നമ്മൾ അടയ്ക്കുന്ന കേസ് ഡിസ്കസ് ചെയ്തു. 4 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടയ്ക്കുന്നു. പ്രിസംപ്റ്റീവ് ടാക്സേഷന്റെ കേസിൽ PGBP നമ്മൾ കണ്ടു. പ്രിസംപ്റ്റീവ് ടാക്സേഷന്റെ കേസിൽ നമ്മുടെ 44ADയിലും 44ADAയിലും പ്രിസംപ്റ്റീവ് ടാക്സേഷന്റെ കേസിൽ സിംഗിൾ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നമുക്ക് പേ ചെയ്യാം. ഈ പേ ചെയ്ത ഇൻകം നമ്മളിതൊരു എസ്റ്റിമേറ്റഡ് ഇൻകം ആയിട്ട്, നമ്മൾ ഇത്ര ഇൻകം ഉണ്ടായിരിക്കും എന്നുള്ളതിന്റെ ബേസിലാണ്, നമ്മളൊരു എസ്റ്റിമേഷന്റെ ബേസിലാണ് നമ്മൾ ഈ ടാക്സ് അടയ്ക്കുന്നത്, ഇല്ലേ? ഈ എസ്റ്റിമേഷൻ ആക്ച്വലി ഫൈനലി നമ്മൾ വരുമ്പോഴത്തേക്കും ലാസ്റ്റ് നമ്മൾ അഡ്വാൻസ് ടാക്സ് നമ്മൾ നേരത്തെ അടച്ചു, നമ്മൾ കുറച്ച് TDS ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ഡെഡക്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ചേർത്ത് ഫൈനലി നമ്മൾ ടാക്സ് അടയ്ക്കാൻ പോകുമ്പോഴത്തേക്കും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡ്യൂ ഡേറ്റിനുള്ളിൽ നമ്മൾ ടാക്സ് അടയ്ക്കാൻ പോകുമ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി ഈ അടച്ച എമൗണ്ട്, ഈ അഡ്വാൻസ് ടാക്സും TDSും കൂടെ ചേർത്ത് നമ്മൾ ഇനി നമ്മുടെ ടോട്ടൽ ടാക്സ് ലയബിലിറ്റിയുടെ 90% എങ്കിലും എത്തിയിരിക്കണം. 90% എങ്കിലും. എക്സാക്ട്ലി 100% നമുക്ക് എത്തിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചേഞ്ചസ് ഒക്കെ വരാം. അറ്റ്ലീസ്റ്റ് 90% എങ്കിലും നമ്മൾ അടയ്ക്കേണ്ടി വരും. 90% എങ്കിലും അടച്ചില്ലെങ്കിൽ നമ്മൾ ആ ഡിഫറൻഷ്യൽ പോർഷൻ നമ്മൾ ഇൻട്രസ്റ്റ് ലയബിലിറ്റി വരുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ്, question number 28. Sorry, question number 29. As per section 271G of the Income Tax Act, when the assessee fails to furnish any information relating to a specified domestic transaction, the quantum of penalty as a percentage of value of the transaction would be 2%. ഇതും ഓർക്ക് നമ്മുടെ ഓർത്തിരിക്കേണ്ട, ചിലപ്പോൾ നമ്പറൊക്കെ മറന്നു പോകുന്ന ടൈപ്പ് ഓഫ് നമ്പർ. ഇതൊന്നും പഠിക്കേണ്ട എന്നല്ല പറയുന്നത് കേട്ടോ. ഈ സാധനം ഒന്നും പഠിക്കേണ്ട എന്നല്ല പറയുന്നത്. നിങ്ങൾക്കൊരു ധൈര്യത്തിന് വേണ്ടിയിട്ട് പറഞ്ഞതാ. അതായത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ മറന്നു പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നിങ്ങൾ പഠിച്ചാലും ചിലപ്പോൾ മറന്നു പോകാനുള്ള പോസിബിലിറ്റി ഒക്കെ ഉണ്ട്. അന്നേരം അങ്ങനെ മറന്നു പോകുന്ന ഓർത്തിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ നമ്പർ എടുത്ത് പറയുന്നത്. ഒരു 5 to 7, 8 റേഞ്ചിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരത്തുള്ളൂ. അന്നേരം നമ്മൾ അത് ഓർത്ത് പേടിക്കണ്ട. നമ്മൾ ഇത് മറന്നു പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് പിന്നെയും ഇതിന്റെ പുറകെ നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കണ്ട. ആ സമയം കൂടുതൽ കോൺസെപ്റ്റ്സ്, പ്രൊവിഷൻസ് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിൽ നിന്നായിരിക്കും നമുക്കൊരു 93 to 92% ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്, which out of the following incomes is exempt under section 10(6) of the Income Tax Act 1961 in the hands of individual who is not a citizen of India? അതായത്
ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ അയാൾക്ക് ഇന്ത്യയിൽ, അതായത് ഇവിടെ ഡെഫിനറ്റ്ലി ഇന്ത്യയിൽ ടാക്സബിൾ ആകുക എന്ന് പറയുന്നത് ഇന്ത്യയിൽ അപ്രൂവ് ചെയ്ത് ഇന്ത്യയിൽ അറൈസ് ചെയ്ത ഇൻകത്തിനാണ് ടാക്സബിലിറ്റി വരുന്നത്. പക്ഷെ അയാളൊരു സിറ്റിസൺ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ അയാൾക്ക് താഴെ പറയുന്ന ചില ഇൻകം ടാക്സബിൾ ആയിരിക്കത്തില്ല. അതാണ് നമ്മൾ നോക്കുന്നത്. സെക്ഷൻ 10(6) പ്രകാരമുള്ള എക്സെപ്ഷൻ ഏതൊക്കെ? സാലറി റിസീവ്ഡ് ബൈ നോൺ റെസിഡന്റ് നോൺ സിറ്റിസൺ ഓഫ് ഇന്ത്യ ആസ് എ ക്രൂ മെമ്പർ ഓഫ് ഫോറിൻ ഷിപ്പ്. ഒരു ഫോറിൻ ഷിപ്പില് ക്രൂ മെമ്പർ ആയിട്ട് ഇയാൾ വന്നു. ഇയാള് ഈ ഷിപ്പ് ഇന്ത്യയിലായിരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇയാൾക്ക് ഇൻകം കിട്ടി. പക്ഷെ ഇയാൾ എന്താണ്? ഇയാൾ സിറ്റിസൺ അല്ല, ഇയാൾ നോൺ സിറ്റിസൺ ഓഫ് ഇന്ത്യ ആണ്. അങ്ങനെയാണെങ്കിൽ പോലും സബ്ജക്ട് ടു സർട്ടൺ കണ്ടീഷൻസ് നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട്. സബ്ജക്ട് ടു സർട്ടൺ കണ്ടീഷൻ ഡിപ്പെൻഡിങ് ഓൺ നമ്പർ ഓഫ് ഡേയ്സ് സ്റ്റേറ്റ്. ഇത് എന്താണ്? ഇത് ടാക്സബിൾ അല്ല. ഇനി 2, റെമ്യൂണറേഷൻ റിസീവ്ഡ് ബൈ ഫോറിൻ ഗവൺമെന്റ് എംപ്ലോയി ഫ്രം ഫോറിൻ ഗവൺമെന്റ് ഫോർ സ്പെസിഫൈഡ് ട്രെയിനിങ് ഇൻ ഇന്ത്യ. അയാള് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്, ഇന്ത്യയിൽ വന്ന സമയത്ത് ഇയാൾക്ക് കിട്ടുന്ന ഇൻകം എന്തല്ല? ടാക്സബിൾ അല്ല. റെമ്യൂണറേഷൻ ഓഫ്, അതിനും ചില സ്പെസിഫിക് കണ്ടീഷൻസ് ഉണ്ട്. റെമ്യൂണറേഷൻ ഓഫ് ഫോറിൻ ഡിപ്ലോമാറ്റ്സ് ആൻഡ് എംപ്ലോയി ഓഫ് എ ഫോറിൻ എന്റർപ്രൈസ് ഫോർ സർവീസ് റെൻഡേർഡ് ഇൻ ഇന്ത്യ. ഫോറിൻ ഡിപ്ലോമാറ്റ്സ്, അതായത് വിദേശത്ത് നമ്മൾ ഇവിടെ നിന്ന് IFS ഓഫീസേഴ്സ് അങ്ങോട്ട് പോകുന്ന പോലെ അവരുടെ ഡിപ്ലോമാറ്റ്സ് ഇവിടെ വന്ന് ഇവിടെയുള്ള എംബസീസിൽ വർക്ക് ചെയ്യുമ്പോൾ ആക്ച്വലി ഇന്ത്യയിൽ നിന്നാണ് ഇൻകം അറൈസ് ചെയ്തത്. പക്ഷെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ടാക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ആക്ച്വലി ഈ 3 സാധനങ്ങളും ടാക്സ് ലയബിലിറ്റിന്റെ പ്രിവ്യൂവിൽ വരുന്നതല്ല. സോ ആക്ച്വലി നമ്മൾ എക്സംപ്റ്റഡ് ഇൻകം എന്ന് പറയുന്നത് എന്താണ്? 1, 2 and 3. ഓപ്ഷൻ നമ്പർ ഡി. Okay. Next question. The family of deceased employee is receiving a pension of rupees 12,000 per month from the employer in a financial year 2021-22. Compute the income to be chargeable in the hands of family member and also state under which head the income is taxable for the assessment year 2022-23. Assessee has not opted for the സെക്ഷൻ 115 BAC. അതായത് നമുക്ക് എത്ര വന്നു? പെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് 12,000 പെർ മന്ത് നമുക്ക് പെൻഷൻ ഇൻകം ഉണ്ട്. 12,000 പെർ മന്ത് പെൻഷൻ ഇൻകം ഉണ്ട്. അന്നേരം നമ്മുടെ ടോട്ടൽ ആനുവൽ പെൻഷൻ ഇൻകം എത്ര വന്നു? 12,000 into 12, 1,44,000 വന്നു. പക്ഷെ ഇത് റിസീവ് ചെയ്യുന്ന ആരാണ്? ആ എംപ്ലോയി ആണോ? അല്ല. ആ വർക്ക് ചെയ്ത എംപ്ലോയി ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ 2 കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എത്ര ഇൻകം ആയിരിക്കും ടാക്സ് ചെയ്യുക, ഏത് ഹെഡിലായിരിക്കും ടാക്സ് ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ റിസീവ് ചെയ്യുന്നത് എംപ്ലോയി ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇത് സാലറിയാണ്, സാലറി ഹെഡിലാണ്. അതായത് ഇയാളുടെ പ്രീവിയസ് എംപ്ലോയറിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഇൻകം ആണ്, അത് സാലറി ഹെഡിൽ ടാക്സ് ചെയ്യും. പക്ഷെ ഇവിടെ കിട്ടുന്ന ആർക്കാണ്? ഇവിടെ ഫാമിലി മെമ്പേഴ്സിനാണ് ഈ ഇൻകം കിട്ടുന്നത്. അന്നേരം അതുകൊണ്ട് തന്നെ ഇത് ഏത് ഹെഡിലായിരിക്കും ടാക്സ് ചെയ്യുക? ഇൻകം ഫ്രം അതർ സോഴ്സിലായിരിക്കും ടാക്സ് ചെയ്യുക. ഇനി ഇൻകം ഫ്രം അതർ സോഴ്സിൽ ഈ സാധനം ടാക്സ് ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് ഒരു ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാനുണ്ട്. ഡിഡക്ഷൻ ക്ലെയിം ചെയ്യുമ്പോൾ അത് എത്ര ഡിഡക്ഷൻ ക്ലെയിം ചെയ്യുന്നത്? ഒന്നെങ്കിൽ 1/3 ഓർ 15,000 വിച്ച് എവർ ഈസ് ലോവർ. 1,44,000 1/3 എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര വന്നു? $1,44,000 divided by 3, അതായത് 48,000. ഒന്നെങ്കിൽ 48,000 ഇല്ലെങ്കിൽ 15,000 വിച്ച് എവർ ഇസ് ലോവർ. നമ്മൾ എന്ത് ക്ലെയിം ചെയ്യും? 15,000 നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ. 1,44,000 മൈനസ് 15,000 എത്ര വന്നു? 1,29,000 വന്നു. എന്നിട്ട് കറക്റ്റ് ആൻസർ എന്താണ്? 1,29,000 ആണ് ടാക്സബിൾ ഇൻകം. അത് ഏത് ഹെഡിൽ ടാക്സ് ചെയ്യും? ഇൻകം ഫ്രം സോഴ്സ്. സാലറി ആണോ? അല്ല. ഇവിടെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആണ് ക്ലെയിം ചെയ്യുന്നത്. ഫാമിലി മെമ്പേഴ്സിനാണ് ഇൻകം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അത് സാലറി അല്ല, ഇൻകം ഫ്രം അതർ സോഴ്സിലാണ്. ഓക്കെ. നെക്സ്റ്റ്, DG and Company of USA is maintaining and operating a branch in India for sale of its textile products. The adjusted total income of the branch for the previous year 2021-22 prior to charge of HO expenses of 45 lakhs is of 250 lakhs. അതായത് ഹെഡ് ഓഫീസ് വിദേശത്താണ്, ഇന്ത്യയിൽ ബ്രാഞ്ച് ഉണ്ട്. ഇന്ത്യത്തെ ബ്രാഞ്ചിൽ നിന്നുള്ള ഇൻകം 250 lakhs ആണ്. ഓക്കെ. ആ 250 lakhsന് ഹെഡ് ഓഫീസ് എക്സ്പെൻസ് ബെയർ ചെയ്യേണ്ടത് 45 lakhs എക്സ്പെൻസ് ബെയർ ചെയ്യേണ്ടതാണ്, ചാർജ് ചെയ്യേണ്ടതാണ്. പക്ഷെ മാക്സിമം എത്ര നമുക്ക് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം കിട്ടും എന്നുള്ളതാണ് ചോദിക്കുന്നത്.
ഇത് സെക്ഷൻ 44C പറയുന്നുണ്ട് നമുക്ക് മാക്സിമം 5% ഓഫ് ദ ഇൻകം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. 5% ഓഫ് ദ ഇൻകം മാത്രമേ ഹെഡ് ഓഫീസ് എക്സ്പെൻസ് ആയിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ. അന്നേരം 250 lakhs 5% ഇൻറ്റു 5% 12.5 lakhs നമുക്ക് മാക്സിമം ക്ലെയിം ചെയ്യാൻ പറ്റുന്ന എത്രയാണ്? 12.5 lakhs മാത്രമേ. അതായത് 45 lakhs ഹെഡ് ഓഫീസ് എക്സ്പെൻസ് ആയിട്ട് അക്കൗണ്ട്സിൽ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് മാക്സിമം എത്ര ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ? 5%, ദാറ്റ് ഈസ് 12,50,000 മാത്രമേ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 33. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് റിട്ടേൺസ് ക്യാൻ ബി റിവൈസ്ഡ്? പറഞ്ഞു, നേരത്തെ പറഞ്ഞതൊന്നുകൂടി പറഞ്ഞു. അതായത് ഇപ്പം വിദേശത്ത് ഉള്ള ഒരു കമ്പനി, ഈ ഒരു സെക്ഷൻ അത്ര കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ അല്ല. ചില എക്സാംസ് ഒക്കെ കുറച്ച് ടഫ് ആക്കാൻ വേണ്ടിയിട്ട് ചില സമയത്ത് ഇങ്ങനെയുള്ള സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സെക്ഷൻ 44C ഈ ഒരു പ്രൊവിഷനെ കുറിച്ച് പറയുന്നത്. അതായത് ഇപ്പം വിദേശത്തുള്ള ഒരു കമ്പനി ഇന്ത്യയിൽ അവർക്ക് ബ്രാഞ്ച് ഉണ്ട്. ഓക്കെ, അന്നേരം ഈ വിദേശത്തുള്ള ഒരു കമ്പനി അവരുടെ ഹെഡ് ഓഫീസ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് എക്സ്പെൻസുകൾ ഉണ്ടായിരിക്കും. ഇപ്പം മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ സെയിൽസ് പ്രൊമോഷൻ, അല്ലെങ്കിൽ ബ്രാൻഡിങ്, ഇങ്ങനെയുള്ള ഒരുപാട് കോമൺ എക്സ്പെൻസുകൾ ഉണ്ട്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇവർ യൂസ് ചെയ്യുന്ന റോയാലിറ്റിന്റെ കോമൺ ഫീസുകൾ. ഈ ഒരു കമ്പനി ഇപ്പം ജർമ്മനിയിൽ ബേസ് ചെയ്തിട്ടൊരു കമ്പനി, അവർക്ക് ഒരുപാട് രാജ്യത്ത് ബ്രാഞ്ചുകളുണ്ട്. ഈ എല്ലാ ബ്രാഞ്ചുകൾക്കും വേണ്ടിയിട്ട് കോമൺ ആയിട്ട് ഇൻകർ ചെയ്യുന്ന കുറച്ച് എക്സ്പെൻസുകൾ ഉണ്ടാവും. അത് ഹെഡ് ഓഫീസ് കോമൺ ആയിട്ട് ബെയർ ചെയ്തിട്ട് ആ എക്സ്പെൻസ് ഇൻഡിവിജ്വൽ ബ്രാഞ്ചുകൾക്ക് അലോട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഇത്ര ഷെയർ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്ര പ്രൊമോട്ട് ചെയ്തു, അന്നേരം നിങ്ങൾക്ക് ഇത്ര ഷെയർ, നിങ്ങൾക്ക് ഇത്ര ഷെയർ, നിങ്ങൾക്ക് ഇത്ര ഷെയർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അലോട്ട് ചെയ്ത് കൊടുക്കും. പക്ഷെ ഇങ്ങനെ അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോലും നമ്മൾ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം നമുക്ക് മാക്സിമം ക്ലെയിം ചെയ്യാൻ പറ്റുന്ന എക്സ്പെൻസ്, ഇങ്ങനെയുള്ള എക്സ്പെൻസ് എന്ന് പറയുന്നത് മാക്സിമം നമ്മുടെ റവന്യൂയുടെ, ഇന്ത്യയിൽ നമ്മൾ ഏൺ ചെയ്ത ഇൻകത്തിന്റെ 5% മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അന്നേരം നമ്മുടെ അക്കൗണ്ട്സ് പ്രകാരം നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് 250 lakh മൈനസ് 45 lakh ആയിരിക്കും. ബിക്കോസ് 250 lakh നമുക്ക് ഇവിടെ ഇൻകം കിട്ടി, മൈനസ് 45 lakh എച്ച്ഒ നമുക്ക് വേണ്ടി ഒരു എക്സ്പെൻസ് ഇൻകർ ചെയ്തു. അത് നമ്മുടെ അക്കൗണ്ട്സിൽ നമ്മുടെ എക്സ്പെൻസ് ആയിട്ട് ചാർജ് ചെയ്തു. അന്നേരം നമ്മുടെ അക്കൗണ്ട്സ് പ്രകാരം നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് 250 മൈനസ് 45 205 ആണെങ്കിൽ പോലും നമുക്ക് ഇൻകം ടാക്സിന് വേണ്ടിയിട്ട് എത്ര ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ? ഈ 45 ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം സെക്ഷൻ 44C പ്രകാരം നമുക്ക് മാക്സിമം ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ലിമിറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് 5%. 5% എന്ന് പറയുന്നത് 250 lakh ഇൻറ്റു 5% എത്രയാണ്? 12,50,000 രൂപ. ഓക്കെ അല്ലേ? ഓക്കെ സർ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് റിട്ടേൺസ് ക്യാൻ ബി റിവൈസ്ഡ് അണ്ടർ സെക്ഷൻ 139(5) ഓഫ് ദ ഇൻകം ടാക്സ് ആക്ട്? അതായത് റിവൈസ്ഡ് റിട്ടേണിന്റെ സെക്ഷൻ ആണ് 139(5). ഇതിനകത്ത് ഏതൊക്കെ റിട്ടേൺസ് റിവൈസ് ചെയ്യാം? 139(1) പ്രകാരം, അതായത് ഡ്യൂ ഡേറ്റിനുള്ളിൽ ഫയൽ ചെയ്ത റിട്ടേൺസ് നമുക്ക് എന്ത് ചെയ്യാം? റിവൈസ് ചെയ്യാം. 139(4), അതായത് ഡ്യൂ ഡേറ്റിനുള്ളിൽ നമ്മൾ ഫയൽ ചെയ്തില്ല, പക്ഷെ വിത്തിൻ ബിലേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാൻ നമുക്കൊരു ടൈം ഫ്രെയിം തന്നിട്ടുണ്ട്, അതിനുള്ളിൽ നമ്മൾ പെനാൽറ്റി അടച്ച് നമ്മൾ ഫയൽ ചെയ്തു, അതും വേണേ എന്ത് ചെയ്യാം? നമ്മൾ റിവൈസ് ചെയ്യാനുള്ള ടൈം ഫ്രെയിമിനുള്ളിൽ നമുക്ക് വേണേ റിവൈസ് ചെയ്യാം. ഇനി റിട്ടേൺ ഓഫ് ലോസ് 139(3), നമ്മൾ ലോസ് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഡ്യൂ ഡേറ്റിനുള്ളിൽ നമ്മൾ ആ റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് റിവൈസ് ചെയ്യാം, സബ്ജക്ട് ടു സർട്ടൻ കണ്ടീഷൻസ്. അന്നേരം എന്തൊക്കെ റിവൈസ് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ആൻസർ എന്തുവാണ്? ഇത് 3 നമുക്ക് റിവൈസ് ചെയ്യാം. 1, 2 and 3 എന്തൊക്കെ റിവൈസ് ചെയ്യാം? 3 ടൈപ്പ് ഓഫ് റിട്ടേൺസ് നമുക്ക് റിവൈസ് ചെയ്യാം, കുഴപ്പമില്ല. നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ നമ്പർ 34. A taxpayer wants to prefer an appeal against the order of the assessing officer. He received the order dated 20th August 2021 on 8th September 2021. അതായത് ഓർഡറിന്റെ ഡേറ്റ് എത്രയായിരുന്നു? 20th August ആയിരുന്നു, പക്ഷെ നമുക്ക് കൈ കിട്ടിയതെന്നാണ് 8th September ആണ്. He must file an appeal before the CAT appeals under section 246A of Income Tax Act 1961 as an e-appeal within ഏത് ടൈം ഫ്രെയിമിനുള്ളിലാണ് നമ്മൾ അപ്പീൽസ് നമ്മൾ ഫയൽ ചെയ്യേണ്ടത്? അപ്പീൽ ഫയൽ ചെയ്യേണ്ടതിന്റെ ടൈം നമുക്കറിയാം 30 days ആണ്. 30 days എന്നോട്ടാണ് കൗണ്ട് ചെയ്യുന്നത്? ഫ്രം ദ ഡേറ്റ് ഓഫ് ദ ഓർഡർ ആണോ, ഡേറ്റ് ഓഫ് ദ റെസീപ്റ്റ് ഓഫ് ദ ഓർഡർ ആണോ? ഡേറ്റ് ഓഫ് ദ റെസീപ്റ്റ് ഓഫ് ദ ഓർഡർ ആണ്. 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് റെസീപ്റ്റ് ഓഫ് ദ ഓർഡർ ആണ്. ബിക്കോസ് കാരണം എന്താണ്? അതായത് നമുക്ക് മേ ബി മെയിലായിട്ട് ഓർഡർ അയക്കുന്നത് 8th September 8th September
ഓർഡർ അഷ്യൂ ചെയ്യുമ്പോൾ ഓർഡറിനകത്ത് മുകളിൽ അങ്ങ് ഡേറ്റ് അടിച്ച് വെച്ചു, അത് പ്രീവിയസ് ഉള്ള ഒരു അല്ലെങ്കിൽ ഒത്തിരി പഴയ ഒരു ഡേറ്റ് അടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഓർഡർ അല്ലെങ്കിൽ ഈ ഓർഡറിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് അപ്പീൽ ഫയൽ ചെയ്യാനുള്ള ടൈം ഫ്രെയിം നമുക്ക് കിട്ടത്തില്ല. അന്നേരം നമ്മൾ 30 ഡേയ്സിനുള്ളിൽ നമ്മൾ അപ്പീൽ ഫയൽ ചെയ്യണമെന്ന് പറയുമ്പം ഈ 30 ഡേയ്സ് എന്നോട്ടേ കൂട്ടേണ്ട ആവശ്യമുള്ളൂ, നമുക്ക് ഈ ഓർഡർ കിട്ടിയതിന് ശേഷം നമ്മൾ കൂട്ടിയാൽ മതി. ഓക്കെ ആണോ? നെക്സ്റ്റ് Urvish is engaged in the business of growing the coffee in India. He derived an income from sale of coffee grown, cured, roasted and grounded. Determine to what extent his income will be taxable in India, as he has not opted for section 115 BSc. അതായത് നമ്മൾ നേരത്തെ ഒരു കേസ് ഉണ്ട്, അതായത് നമ്മുടെ കോഫി അല്ല, നമ്മൾ ടൊമാറ്റോന്റെ കേസിൽ നമ്മൾ ഇത് കണ്ടു. അതായത് അവിടെ നമുക്ക് സ്പെസിഫൈഡ് പെർസെന്റേജ് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇൻ ഡെപ്ത് ആയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തു. പക്ഷെ കോഫീന്റെയും ടീന്റെ ഒക്കെ കേസിൽ നമുക്ക് ഓൾറെഡി ഒരു സ്പെസിഫൈഡ് പെർസെന്റേജ് പറഞ്ഞിട്ടുണ്ട്, എത്രയാണ് ബിസിനസ് ഇൻകം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കോഫീന്റെ കേസിൽ നമുക്ക് 2 റേറ്റ് ഉണ്ട് ആക്ച്വലി. എത്രയാണ്? 40% ഉണ്ട്, 25% ഉണ്ട്. 40% ഉണ്ട്, 25% ഉണ്ട്. എപ്പോഴാണ് 40% അപ്ലൈ ചെയ്യുന്നത്? അതായത് ഈ കോഫി ജസ്റ്റ് ഗ്രോൺ ആൻഡ് മാനുഫാക്ചർഡ് മാത്രമാണെന്നുണ്ടെങ്കിൽ ബിസിനസ് ഇൻകം എന്ന് പറയുന്നത് 25% ആണ്. പക്ഷെ ഇതിനോടൊപ്പം ചില അഡീഷണൽ പ്രൊസീജിയറും കൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് ഇൻകത്തിന്റെ വോളിയം കുറച്ചും കൂടെ കൂടുകയാണ്. അന്നേരം അവിടെ നമ്മൾ എത്ര അപ്ലൈ ചെയ്യേണ്ടി വരും? 40%. ഈ കിട്ടുന്നത് ഇൻകത്തിൽ നിന്നും ടോട്ടൽ 40% നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? നമ്മുടെ ബിസിനസ് ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യും. ഇവിടെ ഇങ്ങനെ എടുത്തു പറയാൻ കാര്യത്തിൽ ഇവിടെ നമുക്ക് എക്സാക്ട്ലി നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഇത്രയാണ് ബിസിനസ് ഇൻകം, ഇത്രയാണ് അഗ്രികൾച്ചറൽ ഇൻകം എന്നുള്ളത് നമുക്ക് സ്പെസിഫിക്കലി ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇൻകം ടാക്സ് ആക്ടിൽ എടുത്ത് പറഞ്ഞേക്കുവാണ് ഇന്ന കേസുകൾ, ടീന്റെ കേസിൽ എത്ര, കോഫിന്റെ കേസിൽ ഇത്ര എന്ന് പറഞ്ഞുകൊണ്ടുള്ള പെർസെന്റേജ് സ്പെസിഫിക്കലി എടുത്ത് പറഞ്ഞേക്കുവാണ്. ഓക്കെ, നെക്സ്റ്റ്. Sangvi purchased her first house at Vijayawada for occupation on 10th June 2020 for 80 lakhs. 80 ലക്ഷം രൂപയ്ക്ക് സാങ്വി പുള്ളിക്കാരുടെ ആദ്യത്തെ വീട് മേടിച്ചു 2020 with bank loan sanctioned on 1st June 2020. She paid interest of 4.5 lakhs during the previous year 2021-22. What is the tax treatment of interest paid by her for the assessment year? She has not opted for the new regime. Okay, അതായത് 4.5 ലക്ഷം രൂപ ഇൻട്രസ്റ്റ് പേ ചെയ്തിട്ടുണ്ട്. മാക്സിമം എത്ര ഇൻട്രസ്റ്റ് വരെ കിട്ടും? നമുക്കറിയാം നമ്മുടെ സെക്ഷൻ 24 പ്രകാരം നമുക്ക് മാക്സിമം എത്ര കിട്ടത്തുള്ളൂ? 2 lakhs വരെ നമുക്ക് കിട്ടത്തുള്ളൂ. പക്ഷെ നമുക്ക് അഡീഷണലി ഒരു പ്രൊവിഷൻ ഉണ്ട്. ഏത്? സെക്ഷൻ 80 EEA. 80 EEA പ്രകാരം ഈ 4.5 ലക്ഷത്തിന്റെ ബാക്കി 2 കിട്ടി, ബാക്കി 2.5 നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഈ 80 EEA പ്രകാരം നമുക്ക് അഡീഷണലി ഒരു 1.5 കൂടെ നമുക്ക് ക്ലെയിം ചെയ്യാമെങ്കിലും നമുക്ക് ചില കണ്ടീഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? 1st April 2019 തൊട്ട് 31st March 2022 ഇടയിലായിരിക്കണം ലോൺ സാങ്ഷൻ ചെയ്തിട്ടുണ്ടാവേണ്ടത്. അത് സാറ്റിസ്ഫൈ ചെയ്തു ഇല്ലേ? ലോൺ സാങ്ഷൻ ചെയ്ത് എന്നാണ് 1st June 2020 ആണ്. അത് സാറ്റിസ്ഫൈ ചെയ്തു. ഇനി ഇത് ഇയാളുടെ ഫസ്റ്റ് വീടായിരിക്കണം, ഫസ്റ്റ് ഹൗസ് ആണ്, അത് സാറ്റിസ്ഫൈ ചെയ്തു. പക്ഷെ എന്ത് സാറ്റിസ്ഫൈ ചെയ്തില്ല? നമ്മുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂന്റെ കേസിൽ ഒരു അഡീഷണൽ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത്? 45 lakhs കടക്കാതെയുള്ള ഒരു വീടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ? നമുക്ക് അഡീഷണൽ 80 EEA പ്രകാരമുള്ള ബെനിഫിറ്റിനുള്ള എലിജിബിലിറ്റി ഉള്ളൂ. അന്നേരം ഈ കേസിൽ നമുക്ക് മാക്സിമം എത്ര ഇൻട്രസ്റ്റ് വരെ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ? ഇൻട്രസ്റ്റ് അപ് ടു 2 lakh അണ്ടർ സെക്ഷൻ 24. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 37. Bhuvana transferred the rental income of rupees 1,20,000 per month to Sneha during the previous year 2021-22, but she did not transfer the property in the name of Sneha. As per provision of Income Tax Act 1961, the rental income will be taxed in the hands of dash for the assessment year 2022-23. ഇവിടെ ഇവർ തമ്മിൽ വേറെ റിലേഷൻഷിപ്പ് ഒന്നും പറയുന്നില്ല. പക്ഷേ നമ്മൾ സെക്ഷൻ 62 നമ്മൾ പഠിക്കുന്നുണ്ട്, ഇൻകം ട്രാൻസ്ഫേർഡ് വിത്തൗട്ട് ദ ട്രാൻസ്ഫർ ഓഫ് അസറ്റ് എന്ത് ചെയ്യും?
ക്ലബ് ചെയ്യും. അന്നേരം ഈ ഇൻകം ആരുടെ കയ്യിൽ തന്നെ നമ്മൾ ക്ലബ് ചെയ്യും, ഭുവനന്റെ കയ്യിൽ തന്നെ നമ്മൾ ക്ലബ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് requirement of granting the assessee a reasonable opportunity of being heard under section 127(1) of the Income Tax Act 1961 is in dash nature. The requirement of granting the assessee a reasonable opportunity of being heard under section 127(1) of the Income Tax Act is in dash nature. Recommendatory ആണോ, മാൻഡേറ്ററി ആണോ, ഡിസ്ക്രിഷണറി ആണോ, ഓപ്ഷണൽ ആണോ? അതായത് റെക്കമെൻഡേറ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്, കൊടുത്താൽ കൊള്ളാം. മാൻഡേറ്ററി എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടും കൊടുക്കണം. ഡിസ്ക്രിഷണറി എന്ന് പറഞ്ഞാൽ എന്താണ്, അസസിംഗ് ഓഫീസറിന്റെ ഇഷ്ടത്തില്. ഡിസ്ക്രിഷണറി ഓപ്ഷണലും ബേസിക്കലി ഒന്ന് തന്നെയാണ് ഇവിടെ ആക്ച്വലി. പക്ഷെ ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹേർഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മാൻഡേറ്ററി റിക്വയർമെന്റ്. അതായത് പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസിന്റെ അല്ലെങ്കിൽ ഇൻകം ടാക്സിന്റെ ഒരു കേസ് ഹിയർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വൺ ഓഫ് ദ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ആണ്. അതായത് അയാൾക്ക് പറയാനുള്ളതും കൂടെ കേൾക്കണം. ഇപ്പൊ നമ്മുടെ അസസി പുള്ളിയുടെ ഡീറ്റെയിൽസ് നോക്കിയിട്ട് നമ്മുടെ അസസിംഗ് ഓഫീസർക്ക് തോന്നി ഓക്കെ ഇയാള് ടാക്സ് വെട്ടിച്ചിട്ടുണ്ടെന്ന് തോന്നി, നേരെ കയറി ഓർഡർ അടിക്കരുത്. എന്ത് ചെയ്യണം, അസസിക്ക് നമ്മളൊരു ചാൻസ് കൊടുക്കണം. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഒരു വേരിയൻസ് വന്നിട്ടുണ്ട്, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്, ഇതിന്റെ റീസൺ എന്താണ്, നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടോ, അങ്ങനെ പറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. അന്നേരം അങ്ങനെ ഒരു റീസണബിൾ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് കൊടുക്കാതെ ഒരു ഓർഡർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഓർഡർ തന്നെ ക്വാഷ് ചെയ്യപ്പെടും. ഓക്കെ, സോ ദ റിക്വയർമെന്റ് ഓഫ് ഗ്രാൻഡിങ് അസസി റീസണബിൾ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹേർഡ്, reasonable opportunity of being heard is a mandatory requirement. Okay, next rate of depreciation for fluidized bed type heat treatment furnaces is, ഇതും again അത്ര അങ്ങനെ നോർമലി ചോദിക്കുന്ന ഒരു ഏരിയ അല്ല, ഇത് ആ റേറ്റ് മൊത്തം നമ്മൾ ഓർത്തിരിക്കുക എന്ന് പറയുന്നത് പാടാണ്. 40%. അതായത് ബേസിക്കലി എനർജി സേവിംഗ് ഡിവൈസസ്, സർട്ടൻ എനർജി സേവിംഗ് ഡിവൈസസ് ആർ ടാക്സ് അറ്റ് 40%. ഈ ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ടൈപ്പ് ഹീറ്റ് ട്രീറ്റ്മെന്റ് ഫർണേസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് എനർജി സേവിംഗ് ഇൻസ്ട്രുമെന്റ്. ഇതും നമുക്ക് ഇൻകം ടാക്സ് ആക്ട് പ്രകാരമുള്ള റേറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഒരുപാട് ലിസ്റ്റ് ഓഫ് സാധനങ്ങളുണ്ട്. പക്ഷെ നമ്മൾ അറ്റ്ലീസ്റ്റ് ആ മേജർ സാധനങ്ങൾ നമ്മൾ ഓർത്തിരിക്കുക. അതായത് നമ്മുടെ ബിൽഡിങ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ, അങ്ങനെയുള്ള നമ്മുടെ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിനകത്ത് അല്ലെങ്കിൽ പ്രോബ്ലം പേപ്പേഴ്സിനകത്തൊക്കെ അല്ലെങ്കിൽ പ്രോബ്ലം ക്വസ്റ്റ്യനകത്തൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ആ സംഭവം തന്നെ നമ്മൾ മനസ്സിൽ വെച്ചാൽ മതി. ഇത് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കിയാൽ മതി. ബാക്കിയുള്ള സാധനങ്ങൾ ഒരു നല്ലൊരു ശതമാനം ആക്ച്വലി 40% ആണ്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചാൽ മതി. ഈ സാധനങ്ങൾ മൊത്തം ഓർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പ്രാക്ടിക്കലി നടപടിയാവുന്ന കാര്യമല്ല. പക്ഷെ സാരമില്ല, നമുക്ക് ബാക്കിയുള്ള ഏരിയയിൽ നമുക്ക് ഫോക്കസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 40. Ganesh incurred short-term capital loss of 80,000 on sale of shares during the previous year 2021-22 through the National Stock Exchange. Such loss can be set off against short-term capital gain, set off against short-term and long-term capital gain, not be allowed to set off against long-term capital gain. അതായത് ഇവിടെ ലോസ് ഏതാ വന്നേക്കുന്നത്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ആണ്. അതായത് നമുക്ക് ഇന്റർഹെഡ് അഡ്ജസ്റ്റ്മെന്റ്സ് പറ്റാത്ത കേസുകളുണ്ട്, സെയിം ടൈപ്പ് ഓഫ് കാറ്റഗറി തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്ന സാധനമുണ്ട്. അപ്പം ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വന്നു തന്നെ, ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ആയിരുന്നുണ്ടെങ്കിൽ നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനുമായിട്ട് തന്നെ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യേണ്ടി വന്നു തന്നെ. പക്ഷേ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് നമുക്ക് മറ്റ് ഹെഡുകളുമായിട്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ വിത്തിൻ സെയിം ഹെഡിനകത്ത് സെയിം ക്ലാസ് അല്ല, വിത്തിൻ സെയിം ഹെഡിനകത്ത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനുമായിട്ടും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനുമായിട്ടും നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. സോ ഓപ്ഷൻ ബി വുഡ് ബി ദ കറക്റ്റ് ആൻസർ. Next, question number 41. Gyan Charitable Trust owns a capital asset of rupees 5 lakh and 3/4 of the income from such asset is utilized for charitable purpose. The asset was sold for 12 lakhs and from sale proceeds, the trust brought another asset for 10 lakhs during the previous year 2021-22. The amount of capital gain deemed to have been applied for charitable purposes dash for the assessment year 2022-23. അതായത് നമ്മുടെ നോർമൽ ഇൻകത്തിനെ കുറിച്ചല്ല, ഇവിടെ ക്യാപിറ്റൽ ഗെയിൻസ് ഓഫ് ചാരിറ്റബിൾ ട്രസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ക്യാപിറ്റൽ ഗെയിൻസ് ഓഫ് ചാരിറ്റബിൾ ട്രസ്റ്റ് നമ്മൾ ബേസിക്കലി അസർട്ടൈൻ ചെയ്യുന്ന വെച്ചാൽ, ഇപ്പം നമ്മുടെ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു റിക്വയർമെന്റ് ഉണ്ട്. അതായത് എൻ്റെ ഇൻകം ഷുഡ് ബി യൂട്ടിലൈസ് അല്ലെങ്കിൽ ഷുഡ് ബി അപ്ലൈഡ് ഫോർ ദ ചാരിറ്റബിൾ പർപ്പസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു റിക്വയർമെന്റ് ഉണ്ട്. അന്നേരം ആ റിക്വയർമെന്റ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നോക്കേണ്ടത്. അതായത് നമ്മളോട് ചോദിച്ചേക്കുന്നത് എത്രയാണ്, ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഗെയിൻ ഡീംഡ് ടു ഹാവ് ബീൻ
അപ്ലൈഡ് ഫോർ ചാരിറ്റബിൾ പർപ്പസ്. അന്നേരം ഒരു ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനകത്ത് എത്ര ഗെയിൻ ആണ് നമ്മൾ ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് നമ്മൾ എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇൻ കേസ് നമുക്ക് 5 ലക്ഷം രൂപേന്റെ സാധനം നമ്മൾ 10 ലക്ഷം രൂപയ്ക്ക് വിറ്റു. ഈ 10 ലക്ഷം രൂപയും, അല്ലെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നെ, ഈ എക്സാമ്പിൾ തന്നെ നോക്കാം. 5 ലക്ഷം രൂപേന്റെ സാധനം നമ്മൾ 12 ലക്ഷം രൂപയ്ക്ക് നമ്മൾ വിറ്റു. ഈ 12 ലക്ഷം രൂപയും, ഈ കിട്ടുന്ന 12 ലക്ഷം രൂപയും നമ്മൾ ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടിയിട്ട് മറ്റൊരു അസറ്റ് മേടിക്കാൻ വേണ്ടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് കണക്കാക്കാം? നോർമലി ഇത് ഫുള്ളി ഫോർ ചാരിറ്റബിൾ പർപ്പസ് അപ്ലൈ ചെയ്തതായിട്ട് കണക്കാക്കും. പക്ഷെ ഇത് പാർഷ്യലി ആണ് ചെയ്തതെങ്കിലോ, അതായത് ഇവിടെ 5 ലക്ഷത്തിന്റെ സാധനം വിറ്റു. ഈ 5 ലക്ഷത്തിന്റെ സാധനം വിറ്റത് നമുക്ക് 12 കിട്ടി. പക്ഷെ ഈ 12ഉം നമ്മൾ റീഇൻവെസ്റ്റ് ചെയ്തോ? ഇല്ല. നമ്മൾ എത്ര റീഇൻവെസ്റ്റ് ചെയ്തുള്ളൂ? 10 വരെ നമ്മൾ അല്ലെങ്കിൽ ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ട് റീഇൻവെസ്റ്റ് ചെയ്തുള്ളൂ. അന്നേരം ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ ക്യാപിറ്റൽ ഗെയിൻ 7 ലക്ഷം രൂപ ഉണ്ടെങ്കിലും ആ 7 ലക്ഷത്തിനകത്ത് നമ്മൾ എത്ര, ഈ പോർഷൻ, ഈ 5 ലക്ഷം മാത്രമേ ഫോർ ചാരിറ്റബിൾ പർപ്പസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്തതായിട്ട് കണക്കാക്കത്തുള്ളൂ. ബാക്കി 2 ലാക്ക് എന്തായിട്ട് കണക്കാക്കും? നോട്ട് അപ്ലൈഡ് ഫോർ ചാരിറ്റബിൾ പർപ്പസ്, അതർ ഇൻകം ആയിട്ട് നമ്മൾ കണക്കാക്കും. ഇനി അഗെയിൻ ഇങ്ങനെയാണ് നമ്മൾ നോർമലി കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ വലിയ കൺഫ്യൂഷൻ ഒന്നും ആവശ്യമൊന്നുമില്ല. നമ്മൾ ഫുള്ള് ഇട്ടെങ്കിൽ, ഫുള്ള് നമ്മൾ ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ട് തന്നെ അസറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് റീഇൻവെസ്റ്റ് ചെയ്തായിരുന്നെങ്കിൽ ഫുള്ളി അപ്ലൈ ചെയ്തു നമുക്ക് കണക്കാക്കായിരുന്നു. പക്ഷെ ഇവിടെ എന്തോ ചെയ്തേക്കുന്നത്? ഫുള്ളി മേടിച്ചില്ല. പകരം എത്ര ചെയ്തേക്കുന്നത്? ഒരു 10 ലക്ഷം രൂപയ്ക്ക് മേടിച്ചിട്ടുള്ളൂ. അന്നേരം നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ മൊത്തം 7 ലക്ഷം രൂപ. പക്ഷെ ആ 7 ലക്ഷത്തിനകത്ത് ഈ 5 ലക്ഷം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? നമ്മുടെ ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തതായിട്ട് കണക്കാക്കത്തുള്ളൂ. ബാക്കി 2 ലക്ഷം രൂപ എന്തായിട്ട് കണക്കാക്കും? നമ്മുടെ ഗെയിൻ ആയിട്ട്, നമ്മുടെ പ്രോഫിറ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കും. ഇനി അഗെയിൻ ഇവിടെ ഓൾറെഡി ഈ അസറ്റിന്റെ 3/4 മാത്രമേ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ? 3/4 മാത്രമേ നമ്മൾ ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ട് തന്നെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അന്നേരം അഗെയിൻ ഈ 5 ലാക്കും നമ്മൾ ഫുള്ളി ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ട് കണക്കാക്കത്തില്ല. 5 ലാക്ക് ഇൻറ്റു 3/4, 5 lakh into 3/4, basically 3,75,000 shall be the amount, shall be the capital gain which is deemed to have been applied for the charitable purpose. അതായത് ഓപ്ഷൻ നമ്പർ എ. ഓക്കെ അല്ലേ? എടുക്കേണ്ടത് ഏതായിരുന്നു? ഇപ്പൊ ചില ക്വസ്റ്റ്യനിൽ 12 ലാഖിന്റെ 3/4 അല്ലേ എടുക്കണ്ട? അല്ല, അങ്ങനെയല്ല. ഒന്നുകൂടെ പറയാം. അതായത് നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. അതായത് നമുക്ക് 12 ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ സാധനം വിറ്റത്, ഇല്ലേ? ഈ 12 ലക്ഷം രൂപയ്ക്ക് വിറ്റ സാധനത്തിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 5 ലക്ഷം രൂപയായിരുന്നു. അന്നേരം നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ തന്നെ എത്രയാണ്? ക്യാപിറ്റൽ ഗെയിൻ തന്നെ എത്രയുള്ളൂ? 7 ലക്ഷം രൂപയേ ഉള്ളൂ. ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്ന എത്രയാണ്? ചോദിച്ചേക്കുന്നത് എന്തുവാണ്? ക്യാപിറ്റൽ ഗെയിൻ. നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ഇൻകം എന്ന് പറയുന്നത്. ഈ വർഷം നമുക്ക് കിട്ടിയ ഇൻകം. ആ ഇൻകം നമ്മൾ ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടാക്സിനകത്ത് നമുക്ക് ബെനിഫിറ്റ് ഉണ്ട്. അന്നേരം അതിനു വേണ്ടിയിട്ടാണ് ഈ കിട്ടുന്ന ഇൻകത്തിൽ നമ്മൾ കിട്ടുന്ന, അത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വോളണ്ടറി കോൺട്രിബ്യൂഷൻ ഒക്കെ കേസിൽ ഇറ്റ് ഷുഡ് ബി അപ്ലൈഡ് ഫോർ ദ ചാരിറ്റബിൾ പർപ്പസ് നമ്മൾ പറയും. അത് ഡിറ്റർമൈൻ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? എത്രത്തോളം അപ്ലൈ ചെയ്തു അത്രത്തോളം നമുക്ക് ഇൻകം ടാക്സിനകത്ത് നമുക്ക് ബെനിഫിറ്റ് കിട്ടും, ഇല്ലേ? അന്നേരം ഇവിടെ നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ വന്നേക്കുന്നത് 7 ലക്ഷം രൂപയാണ്. ഈ 7 ലക്ഷത്തിനകത്ത് എത്രത്തോളം, ഈ ഗെയിനിൽ എത്രത്തോളം നമ്മൾ ഇതിനു വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത്. അന്നേരം ഇത് നമ്മൾ 12 ലക്ഷം രൂപയ്ക്കും നമ്മൾ സാധനം മേടിച്ചായിരുന്നെങ്കിൽ, നമ്മൾ 12 ലക്ഷം രൂപയ്ക്കും നമ്മൾ സാധനം മേടിച്ചായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ട്രീറ്റ് ചെയ്തേനെ? ഈ 7 ലക്ഷം രൂപയും ഫുള്ളി യൂട്ടിലൈസ്ഡ്, അതായത് നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ 7 ലക്ഷം രൂപയും യൂട്ടിലൈസ്ഡ് അല്ലെങ്കിൽ അപ്ലൈഡ് ഫോർ ദ ചാരിറ്റബിൾ പർപ്പസ് ആയിട്ട് നമ്മൾ കണക്കാക്കിയാണ്. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്തില്ല? ഇവിടെ നമ്മൾ 12 ലക്ഷവും നമ്മൾ ചെയ്തില്ല, 10 ലക്ഷം രൂപയെ നമ്മൾ ചെയ്തുള്ളൂ, ഇല്ലേ? അന്നേരം ആ 10 ലക്ഷം രൂപ വരെയുള്ള ക്യാപിറ്റൽ ഗെയിൻ, 10 ലക്ഷം രൂപ വരെയുള്ള ക്യാപിറ്റൽ ഗെയിൻ എത്ര? 5 ലക്ഷം രൂപ, ഇല്ലേ? ബാക്കി ഈ 2 ലക്ഷം രൂപ എന്ത് ചെയ്തില്ല? 2 ലക്ഷം രൂപ അപ്ലൈഡ് ഫോർ ദ ചാരിറ്റബിൾ പർപ്പസ് ആയിട്ട് കണക്കാക്കത്തില്ല. ഈ 5 ലക്ഷം മാത്രമേ അപ്ലൈഡ് ഫോർ ദ ചാരിറ്റബിൾ പർപ്പസ് ആയിട്ട് കണക്കാക്കത്തുള്ളൂ. ഇനി അവിടെ തന്നെ ഈ അസറ്റ് ഫസ്റ്റ് തിങ് ഈ അസറ്റ് 3/4 മാത്രമേ ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അന്നേരം ഇവിടെയും എഗെയിൻ ഈ 5 ലക്ഷത്തിൽ തന്നെ
ഇൻറ്റു 3/4 മൊത്തം 3.75 ലാക്ക് മാത്രമേ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ഔട്ട് ഓഫ് നമുക്ക് ശരിക്കും പറയാം ക്യാപിറ്റൽ ഗെയിൻ എത്ര ഉണ്ട് 7 ലക്ഷം രൂപയുണ്ട്. അന്നേരം ഇതെല്ലാം ഇത് കുറയ്ക്കേണ്ട എല്ലാം കുറച്ച് എത്രയെ അപ്ലൈഡ് ഫോർ ചാരിറ്റബിൾ പർപ്പസ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റത്തുള്ളൂ 3,75,000 മാത്രമേ ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തതായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ ആണോ? ഓക്കെ സർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 42. Priya, a non-government employee, an employee of S Limited, have received the amount of retrenchment compensation as she is going out of the company due to the retrenchment process. The total years she worked in the company is 17 years. Total years she worked in the company is 17 years. The average pay equals to 15 days is 30,500. You are required to compute the income which is chargeable under the head salaries in the hands of Priya. അതായത് ഇവിടെ നമ്മുടെ റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷന്റെ എക്സംഷനെ കുറിച്ചാണ് നമ്മൾ ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. സെക്ഷൻ 10(10)(b). ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ഈ ക്വസ്റ്റിനകത്ത് ഒരു പ്രശ്നമുണ്ട്, ശ്രദ്ധിച്ചോ. ഇങ്ങനെയുള്ള ഇഷ്യൂസ് ചിലപ്പം വരും. കാര്യം ഇവിടെ ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ തെറ്റാണ്. ഈ ക്വസ്റ്റ്യൻ തെറ്റാണ്, പല കാരണങ്ങളുണ്ട്. അതായത് നമുക്ക് ഈ റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷന്റെ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും കമ്പയർ ചെയ്യുന്നത് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് ഓഫ് 5 lakh പ്ലസ് നെക്സ്റ്റ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് പ്രകാരം ഫിക്സ് ചെയ്തേക്കുന്ന കാൽക്കുലേഷൻ മെത്തേഡ്, അതായത് 15/26 ഇൻറ്റു 3 months ഇൻറ്റു കംപ്ലീറ്റഡ് ഇയേഴ്സ്. അതായത് നമ്മൾ റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ ആയിട്ട് കൊടുക്കാൻ മാക്സിമം എലിജിബിലിറ്റി ഉള്ള ടാക്സേഷനകത്ത് നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്ന ലിമിറ്റ് എന്ന് പറയുന്നത് 15/26. 15/26ന്റെ ലോജിക് ആലോചിച്ച് നോക്കുക. ഒരു മാസം അപ്രോക്സിമേറ്റ്ലി 30 ദിവസം ഉണ്ട്. 30 ദിവസത്തിനകത്ത് 4 ഞായറാഴ്ച ഉണ്ടാവും. 30 - 4 26. ആ 26 നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് ഉള്ളതിൽ 15 ദിവസത്തെ ശമ്പളം, അതായത് ഒരു പകുതി മാസത്തെ ശമ്പളം, അതാണ് ഈ 15/26. അങ്ങനെ 3 മാസത്തെ പകുതി ശമ്പളം ഇൻറ്റു എത്ര വർഷം നമ്മൾ അവിടെ വർക്ക് ചെയ്തു, അത്രത്തോളം വരെ നമുക്ക് ഇൻകം ടാക്സിനകത്ത് നമുക്ക് വേവറിനുള്ള എലിജിബിലിറ്റി ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ ആ ഒരു കാൽക്കുലേഷൻ ലോജിക്. അതായത് ഒരു പകുതി മാസത്തെ 3 മാസത്തെ പകുതി മാസ ശമ്പളം ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ്, അത്ര വരെ നമുക്ക് വേജിനുള്ള റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ ടാക്സ് ഫ്രീ ആകാനുള്ള എലിജിബിലിറ്റി ഉണ്ട് ഫോർ ദ സബ്ജക്ട് ടു ദ ലിമിറ്റ് ഓഫ് 5 lakh. ഇനി അഗൈൻ ഇതിനകത്ത് നമ്മൾ എന്തും കൂടെ നോക്കണം, ആക്ച്വലി നമുക്ക് എത്ര എമൗണ്ട് കിട്ടി എന്നുള്ളത് നോക്കണം. ഇവിടെ എവിടെയെങ്കിലും ആക്ച്വലി നമുക്ക് എത്ര എമൗണ്ട് കിട്ടി എന്നുള്ളത് പറയുന്നുണ്ടോ? ഇല്ല, നമുക്ക് എത്ര എമൗണ്ട് കിട്ടി എന്നുള്ളത് പറയുന്നില്ല. അതിന്റെ ഫസ്റ്റ് തിങ് നമുക്ക് കമ്പയർ ചെയ്യേണ്ട ഒരു ഫിഗർ ഇവിടെ തരുന്നില്ല, ഇവിടെ തന്നിട്ടില്ല. സോ ഫസ്റ്റ് തിങ് അവിടെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പ്രശ്നമായി. ഇനി രണ്ടാമത്തെ കേസ് നമ്മൾ ആക്ച്വലി ഇവിടെ നോക്കിക്കണം. അതായത് നമ്മുടെ ആവറേജ് പേ ഈസ് 30,500 എന്ന് പറയുന്നുണ്ട്. അന്നേരം ഇതിനെ ഇനി നമ്മൾ വീണ്ടും 15/26 ചെയ്യാൻ നിൽക്കണ്ട. ബിക്കോസ് എന്ത് പറഞ്ഞേക്കുന്നത് 15 ദിവസത്തെ വേജ് ആണ് തന്നേക്കുന്നത്. 30,500 എന്ന് പറയുന്നത് 15 ദിവസത്തെ വേജ് ആണ് തന്നേക്കുന്നത്. അതായത് തൽക്കാലം നമുക്ക് ഈ റിസീവ്ഡ് എമൗണ്ട് മാറ്റി നമ്മൾ അത് നോക്കുന്നില്ല. ഈ 2 ലിമിറ്റ് വെച്ച് നമുക്ക് അങ്ങ് ചെയ്യാന്ന് വെച്ചാൽ പോലും നമുക്ക് എന്ത് വരും, അതായത് 30,500 നമ്മൾ എന്ത് നോക്കണം, ഇത് 15/26 ഇൻറ്റു 3 months ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ്, അതായത് 15/30,500 ഇൻറ്റു 3 ഇൻറ്റു 17 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 15,55,500 വരും. സബ്ജക്ട് ടു ദ ലിമിറ്റ് ഓഫ് 5 lakh. നമുക്ക് 5 lakh എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് എടുക്കാൻ പറ്റിയേനെ. പക്ഷെ ഇവിടെ എന്താണ് പ്രശ്നം, നമുക്ക് ആക്ച്വലി നമ്മുടെ റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ ശരിക്കുള്ള തന്ന എമൗണ്ട് നമുക്ക് തന്നിട്ടില്ല. എന്നിട്ട് ശരിക്കും ഈ 3 ഓപ്ഷൻസും നമുക്ക് എന്ത് കിട്ടത്തില്ല, നമുക്കൊരു കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടത്തില്ല. റീസൺ എന്തുവാണ്, ഇവിടെ റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ ആക്ച്വലി പേ ചെയ്തേക്കുന്നത് എത്രയാണെന്നുള്ളത് നമ്മളോട്
ഈ ക്വസ്റ്റിനെ പറഞ്ഞിട്ടില്ല. അന്നേരം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പം വരും. അത് തൽക്കാലം നമുക്ക് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പം നമ്മൾ എക്സ്ട്രീംലി ഹെൽപ്ലെസ് ആണ്. കാരണം ഇങ്ങനെയുള്ള പ്രിന്റിംഗ് മിസ്റ്റേക്സ് കൊണ്ട് ക്വസ്റ്റ്യൻ ചിലപ്പം തെറ്റായിരിക്കാം. അന്നേരം അങ്ങനെയുള്ള ഇഷ്യൂസ് വരാം. അങ്ങനെയുള്ള സംഭവങ്ങളെ ഇഗ്നോർ ചെയ്യാം. ക്വസ്റ്റ്യൻ അങ്ങനെ തെറ്റ് ക്വസ്റ്റ്യൻസ് വരുവാണെന്നുണ്ടെങ്കിൽ അത് വാല്യുവേഷൻ അത് അതിന്റെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് അവർ ചെയ്യും, ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ അങ്ങനെയുള്ള സംഭവങ്ങൾ ഇഗ്നോർ ചെയ്യാം. ഇവിടെ അന്നേരം ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയുള്ള തെറ്റ് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ടെന്നുള്ളത് ഓർക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 43. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു 15 മിനിറ്റ് നമുക്ക് ബ്രേക്ക് എടുക്കാം. ബ്രേക്ക് എടുത്തതിന് ശേഷം നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. നെക്സ്റ്റ്, PQR an eligible assessee following the mercantile system of accounting carry on eligible business under section 44AD. 44AD എന്ന് പറഞ്ഞാൽ എന്തുവാണ്? നമ്മുടെ presumptive taxation ആണ്. 44AD provides the following details. Total turnover for the financial year 2021-22 is 180 lakhs. അതായത് 1.8 lakhs ആണ് നമ്മുടെ ടോട്ടൽ ടേൺ ഓവർ വന്നിരുന്നത്. അതിനകത്ത് 30 ലക്ഷം ക്യാഷ് ആയിട്ട് വന്നു. 80 ലക്ഷം ഇതുവരെ കിട്ടിയിട്ടില്ല. അത് ഇനി ക്യാഷ് ആയിട്ടാണോ ബാങ്ക് ആയിട്ടാണോ കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. 70 ലക്ഷം രൂപ നമുക്ക് അക്കൗണ്ട് പേ ഡ്രാഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഇവിടെ നമുക്ക് നമ്മുടെ പ്രിസംപ്റ്റീവ് ടാക്സേഷന്റെ ടാക്സേഷൻ രീതി എന്താണ്? നമ്മുടെ ടോട്ടൽ ടേൺ ഓവറിനെ നമ്മൾ 8% ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടാക്സ് ലയബിലിറ്റി അല്ലെങ്കിൽ ടോട്ടൽ ടേൺ ഓവറിന്റെ 8% ആണ് നമ്മൾ നമ്മുടെ ഇൻകം ആയിട്ട് കണക്കാക്കുന്നത്. പക്ഷെ നമുക്കൊരു അഡീഷണൽ ബെനിഫിറ്റ് ഉണ്ട്. നമുക്ക് അക്കൗണ്ട് പേ ചെക്ക് വഴി അല്ലെങ്കിൽ അക്കൗണ്ട് പേ ഡ്രാഫ്റ്റ് വഴി നമുക്ക് ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ അത് വിത്തിൻ ദ ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേൺസ് നമുക്ക് ബാങ്ക് വഴി ബാങ്ക് ട്രാൻസാക്ഷൻ വഴി കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ മീതെ 6% അപ്ലൈ ചെയ്താൽ മതി. അന്നേരം ഇവിടെ നമുക്ക് എത്ര കിട്ടിയിട്ടുള്ളൂ? 70 lakhs മാത്രമേ നമുക്ക് ബാങ്ക് വഴി കിട്ടിയിട്ടുള്ളൂ. ബാക്കി രണ്ട് സാധനങ്ങൾ നമ്മൾ തൽക്കാലം കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. 70 lakh ഇൻറ്റു 6% എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 70 ഇൻറ്റു 6% എന്ന് പറയുന്നത് 4.2 lakhും ഇനി ബാക്കിയുള്ള സാധനം അതായത് 1 crore 10 lakh ഇൻറ്റു 8% എന്ന് പറയുന്നത് 8.8. അതായത് നമ്മുടെ മൊത്തം ഇൻകം എത്ര വന്നു? 4.2 പ്ലസ് 8.8 മൊത്തം 13 lakh നമുക്ക് ഇൻകം ആയിട്ട് വന്നു. ഓക്കെ ആണോ? അന്നേരം നമ്മുടെ ഓപ്ഷൻ ഏതുമാണ്? ഓപ്ഷൻ നമ്പർ ഡി. ഓക്കെ അല്ലേ? നമുക്ക് രണ്ട് ഓക്കെ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. So next question 44. Sudha has to pay rupees 1,20,000 to cooperative society annually against house allotted her by society. She initially paid a sum of rupees 3 lakh to become a member of housing cooperative society during the previous year 2021-22. The term of the payment was for 15 years. The amount allowed to be deducted under section 80C for the previous year 2021-22 will be either ATCയിൽ നമുക്കറിയാം നമ്മൾ ഹൗസിംഗ് ലോണിന്റെ പ്രിൻസിപ്പൽ റീപേയ്മെന്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഭാഗമായിട്ട് ആ ഹൗസ് അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ പേ ചെയ്യുന്ന എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. അതായത് ഇവിടെ നമ്മൾ എത്രയാണ് ക്ലെയിം ചെയ്യുന്നത്? 1,20,000 ആണ് നമ്മൾ ക്ലെയിം ചെയ്യുന്നത്. മെമ്പർ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ അടച്ച എമൗണ്ടിന് നമുക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല. ATC പ്രകാരം നമുക്ക് ആനുവലി നമ്മൾ ഈ ഹൗസ് അലോട്ട് ചെയ്തതിന് പകരമായിട്ട് നമ്മൾ കൊടുക്കുന്ന പേയ്മെന്റ് മാത്രമേ നമുക്ക് എലിജിബിലിറ്റി ഉള്ളൂ. So option would be A, 1,20,000. Next, deduction under section 80C in respect of life insurance premium is restricted to dash percentage of capital sum assured in respect of policies issued on or before 31st March 2012 and dash percentage of capital sum assured in value of policies taken on or after April 2012. അതായത് നമ്മളിപ്പം ATCയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു എത്രയാണ് നമ്മുടെ LIC പ്രീമിയം ആയിട്ട് നമ്മൾ പേ ചെയ്യുന്ന എമൗണ്ട്. LIC പ്രീമിയം ആയിട്ട് നമ്മൾ പേ ചെയ്യുന്ന എമൗണ്ട് നമുക്ക് ATCയിൽ നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാം. പക്ഷെ അവിടെ ഉള്ള ഒരു ചെറിയൊരു കണ്ടീഷൻ അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രീമിയം വേഴ്സസ് സം അഷ്യൂർഡ്.
പ്രീമിയം വേഴ്സസ് സം അഷ്യൂർഡ് നോക്കുമ്പോഴത്തേക്കും പ്രീമിയം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ വർഷാവർഷം നമ്മൾ പേ ചെയ്യുന്ന എമൗണ്ട്, അതിനാണ് നമുക്ക് ഡിഡക്ഷൻ കിട്ടുന്നത്. സം അഷ്യൂർഡ് എന്ന് പറയുന്നത് എന്താണ്? ഇൻ കേസ് ഇപ്പം ലൈഫ് ഇൻഷുറൻസ് ആണെന്നുണ്ടെങ്കിൽ ഇൻഷുർഡ് പാർട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട്, അതാണ് സം അഷ്യൂർഡ്. ഈ പ്രീമിയം എന്ന് പറയുന്നത് നേരത്തെ ഓൾറെഡി ഉണ്ടായിരുന്ന റിസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് 20% ആയിരുന്നു. അതായത് സം അഷ്യൂർഡിന്റെ 20% കൂടരുത് എന്ത് പ്രീമിയം. സം അഷ്യൂർഡിൽ കൂടിയാൽ എനിക്ക് എലിജിബിലിറ്റി ഇല്ല. ഇനി അത് സബ്സിക്വന്റ്ലി 2012 ശേഷം ആ ലിമിറ്റ് മാറ്റി 20% എന്ന് പറയുന്നത് അതിന് പകരം 10% ആക്കി. നോർമലി ഇതൊന്നും അല്ല, ഈ 10% എന്ന് പറയുന്നത് ഭയങ്കര എക്സസീവ് പ്രീമിയം ആണ്. അതായത് ഭയങ്കര വലിയ എക്സസീവ് ആയിട്ടുള്ള പ്രീമിയം അതിനുള്ള ക്ലെയിം കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് പറഞ്ഞത് മാക്സിമം സം അഷ്യൂർഡിന്റെ 10% വരെ നമുക്ക് നിലവിൽ നമ്മുടെ ലിമിറ്റ് എന്ന് പറയുന്നത് സം അഷ്യൂർഡിന്റെ 10% കൂടാൻ പാടില്ല നമ്മുടെ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം. നമ്മളിപ്പം പ്രാക്ടിക്കലി അത് വലിയ വിഷയമുള്ള കേസല്ല. കാരണം നമ്മൾ 1 കോടിന്റെ ഒക്കെ നമ്മൾ സം അഷ്യൂർഡ് എടുക്കുമ്പോൾ നമ്മൾ ആനുവലി പേ ചെയ്യുന്ന അറൌണ്ട് 10,000 ആ റേഞ്ചിലൊക്കെ നമ്മൾ ലൈഫ് ഇൻഷുറൻസ് നമ്മൾ പേ ചെയ്യാറുള്ളൂ. സോ 10% എന്നൊക്കെ പറയുന്നത് തന്നെ വലിയൊരു ഇതാണ്, ലിമിറ്റ് ആണ്. സോ പ്രാക്ടിക്കലി അത് അത്ര വലിയ വിഷയമുള്ള കേസല്ല. പക്ഷെ അത് ഓർക്കുക, പ്രീമിയം സം അഷ്യൂർഡ് നമ്മൾ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. എത്ര, അതായത് ഇപ്പം ആസ് ഓഫ് നൗ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 10% ആണ്, പണ്ട് 20% ആയിരുന്നു. അതാണ് നമ്മൾ ബിഫോർ പോളിസീസ് ഇഷ്യൂഡ് ബിഫോർ 31st March 2012 നമുക്ക് എത്രയായിരുന്നു? 20% ആയിരുന്നു. 20% ആയിരുന്നു. അതിനുശേഷം 10% ആയിട്ട് ഇപ്പം അറ്റ് പ്രസന്റ് അത് 10% ആണ്. ഓക്കെ, സോ 20% ആൻഡ് 10%, ഓപ്ഷൻ നമ്പർ സി. നെക്സ്റ്റ്, ബി non-government employee stays at Delhi, received a basic payment of 60,000 per month. Basic pay is 60,000 per month, and dearness allowance 3,000 per month, and he is also given a rent-free furnished home. ഇതെന്താണ്? Perquisite. The fair rent of the house is rupees 1,20,000 per annum, and the rent of the furniture is 24,000 per annum. Compute the tax liability. He has not opted for section 115 BSC, അതായത് ന്യൂ റെജീം അല്ല, ഓൾഡ് റെജീം തന്നെയാണ്. അത് ഇവിടെ നമ്മുടെ ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. നമ്മുടെ ടോട്ടൽ ഇൻകം എത്രയാണെന്നുള്ളത് നോക്കാം. അതായത് ഇവിടെ നമുക്ക് സാലറി ഉണ്ട്, പെർക്വിസിറ്റ് ഉണ്ട്. 60,000 പെർ മന്ത് എന്ന് പറയുമ്പോഴത്തേക്കും ആനുവലി നമുക്ക് എത്ര വന്നു? 60,000 into 12, 7,20,000. 7,20,000. 3,000 per month dearness allowance, 36,000. ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട്. അതായത് സാലറി ആയതുകൊണ്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പറഞ്ഞു പോയത്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 മൈനസ് 50,000. ഇനി നമ്മുടെ റെന്റ് ഫ്രീ ഫർണിഷ്ഡ് ഹോം, റെന്റ് ഫ്രീ ഫർണിഷ്ഡ് ഹോം, അതായത് ഫ്രീ അക്കോമഡേഷൻ ഉണ്ട്. അത് ഫർണിഷ്ഡ് അക്കോമഡേഷൻ ആണെന്നുണ്ടെങ്കിൽ ബേസിക്കലി എന്തോ ചെയ്യേണ്ടത്? ആദ്യം ഫ്രീ അക്കോമഡേഷന്റെ പെർക്വിസിറ്റിന്റെ വാല്യൂ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുക. അതിനോടൊപ്പം അതിന് ശേഷം ആ ഫർണിഷിങ്ങിന്റെ വാല്യൂ കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് ഫർണിഷിങ്ങിന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇത് റെന്റഡ് ആയതുകൊണ്ട് തന്നെ 24,000 പെർ ആനം ആണ് നമ്മുടെ എംപ്ലോയർക്ക് കോസ്റ്റ് വരുന്നത്. സോ വാല്യൂ ഓഫ് പെർക്വിസിറ്റി ഈസ് 24,000. പക്ഷേ റെന്റ് ഫ്രീ അക്കോമഡേഷന്റെ കേസിൽ നമ്മുടെ വാല്യുവേഷന്റെ രീതി എന്താണ്? നമുക്ക് ഫെയർ റെന്റ് ഓഫ് ദ ഹൗസ് 1,20,000 നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഫോളോ ചെയ്യുന്ന വാല്യുവേഷൻ രീതി എന്താണ്? നമ്മൾ ബേസിക് സാലറി പ്ലസ് ഡി എന്റെ 15%, അതായത് ഇവിടെ നമ്മൾ ആ പോപ്പുലേഷന്റെ ബേസിലാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ആ പോപ്പുലേഷൻ ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്നില്ല. പക്ഷെ ഡൽഹി വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലേറ്റഡ് സിറ്റി ആയതുകൊണ്ട് തന്നെ ഏറ്റവും ഹയസ്റ്റ് സ്ലാബ് നമുക്ക് എടുക്കാം. 15% ഓഫ് ബേസിക് സാലറി പ്ലസ് ഡി എ. അത് എത്രയാണ്? 7,56,000 into 0.15, 1,13,400. ഇനി നമ്മുടെ ഇത് എത്ര വന്നു? നമ്മുടെ പെർക്വിസിറ്റ് ഫർണിഷിങ്ങിന്റെ വാല്യൂ ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട് 24,000. ടോട്ടലി എത്ര നമുക്ക് വന്നു? 7,20,000 പ്ലസ് 36,000 മൈനസ് 50,000 പ്ലസ് 1,13,400 പ്ലസ് 24,000, മൊത്തം
8,43,400 വരും. 8,43,400 എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ടാക്സ് ലയബിലിറ്റി എത്രയാണ്? ടാക്സ് ലയബിലിറ്റി നമുക്ക് 81,180 വരും. അത് പ്ലസ് സെസ് കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സാർ 1,13,400 എങ്ങനെ വന്നു ഒന്നുകൂടി പറഞ്ഞുതരും. 1,13,400 അതായത് നമ്മുടെ വാല്യൂ ഓഫ് പെർക്വിസിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ റെന്റ് ഫ്രീ അക്കോമഡേഷന് നമുക്ക് വാല്യൂ എടുക്കുന്നതെന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഓൾറെഡി ഒരു 1,20,000 എന്ന് പറഞ്ഞ സാധനം വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ അത് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഓൾറെഡി അവിടെ നമ്മൾ റൂൾസിൽ നമ്മൾ വേറെ പഠിക്കുന്നുണ്ട്. അതായത് പോപ്പുലേഷന്റെ ബേസിലാണ് നമ്മൾ റെന്റ് ഫ്രീ അക്കോമഡേഷന്റെ വാല്യൂ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അന്നേരം നമുക്ക് പല സ്ലാബ് തരുന്നുണ്ടെന്നുണ്ടെങ്കിലും ഏറ്റവും ഹയസ്റ്റ് സ്ലാബ് എന്ന് പറയുന്നത് 15% ഓഫ് ദ ബേസിക് സാലറി പ്ലസ് ഡി എ ആണ് നമ്മുടെ വാല്യൂ വരുന്നത്. 15% ഓഫ് ദ ബേസിക് സാലറി പ്ലസ് ഡി എ. ഇവിടെ നമ്മുടെ ബേസിക് സാലറി എന്ന് പറയുന്നത് 60,000, ഡിയർനെസ് അലവൻസ് എന്ന് പറയുന്നത് 3,000. 63,000 ഇൻറ്റു 12, അതായത് 7,56,000. ഈ 7,56,000ന്റെ 15%, 7,56,000ന്റെ 15%, 1,13,400. ഓക്കെ അല്ലേ? അത് നമുക്ക് 8,43,400 വന്നു. 8,43,400 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 2.5 ലക്ഷം രൂപ വരെ ടാക്സ് ഇല്ല. 2.5 ലക്ഷം തൊട്ട് 5 ലക്ഷം വരെ ഉള്ളതിന് നമുക്ക് 5%, 12,500. ഇനി 8,43,000, 5 ലക്ഷത്തിന് മീതെ 8,43,000 വരെയുള്ള ഇൻകത്തിന് നമുക്ക് 20%, 8,43,400 മൈനസ് 5 ലക്ഷം ഇൻറ്റു 68,680, ടോട്ടൽ 81,180. അതിന്റെ കൂടെ നമ്മൾ സെസ് 4% കൂടെ നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഇൻകം 84,427. അതായത് നമ്മുടെ ഓപ്ഷൻ നമ്പർ ബി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 47. ശാന്തി സോൾഡ് വേക്കന്റ് ലാൻഡ് ഫോർ 2 crores. സാർ 8 lakh വന്നത്. എന്തോ 8,43,400 വന്നത്. 1,13,400 പ്ലസ് 24,000 പ്ലസ് എന്ത് ചെയ്തിട്ടാണ്? അല്ല, അത്രേ വന്നുള്ളല്ലോ. 7,20,000 പ്ലസ് 36,000 മൈനസ് 50,000 പ്ലസ് 1,13,400 പ്ലസ് 24,000, 8,43,400. ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഓക്കെ. Shanti sold a vacant land for 2 crores on 18th June 2021. The cost of acquisition was 25 lakhs in the year 2009-2010. She deposited 90 lakhs in RECL. 54 ECL deposits. The amount of capital gain liable to tax after deduction under section 54. Capital gain ആണ് നമുക്ക് ഇവിടെ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. നമുക്ക് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ നമുക്കറിയാം 2 CR ഉണ്ട്. നമ്മുടെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. നമ്മുടെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ 25 lakhs ആണ്. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ നമുക്ക് ഇൻഡെക്സേഷന്റെ ഇത് തന്നിട്ടുണ്ട് 148 317. 25 lakhsന്റെ ഇൻഡെക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 25 lakhs ഇൻറ്റു 317 ഡിവൈഡഡ് ബൈ 148 ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് 53,54,729 നമുക്ക് കിട്ടും. അത് കമ്പയർ ടു ദ 2 crore. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ കൂടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട്, ഇനിഷ്യൽ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് നമുക്ക് കിട്ടുക ഈസ് 1,46,000 45,000 sorry 1,46,45,271. അതിൽ നിന്ന് നമ്മൾ ഈ ഇട്ട ഇൻവെസ്റ്റ്മെന്റ്സ് നമുക്ക് 90 lakhs നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു.
പക്ഷെ നമുക്ക് 90 ലാക്സും ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ഇല്ല. പകരം നമുക്ക് എത്ര ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ? നമ്മുടെ മാക്സിമം ലിമിറ്റ് 54 ECയിൽ എത്രയാണ്? 50 ലാക്സ് ആണ്. മൈനസ് 50 ലാക്സ്. ഇറ്റ് ഈസ് നമ്മുടെ ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് എത്രയാണ്? 96,45,271. അതായത് നമ്മുടെ ഓപ്ഷൻ ഡി ആണ് നമുക്കിവിടെ കറക്റ്റ് ആൻസർ ചെയ്തത്. Next, question number 48. Sirish's father is dependent on him and suffering with a 90% disability. Sirish has incurred an amount of rupees 98,000 during the financial year 2021-22 in maintaining and on medical treatment of his father. The deduction he can claim in his income tax return for the assessment year 2022-23, if opted for section 115 BSc is, നമുക്ക് ഇവിടെ എമൗണ്ട് വരാൻ പോകുന്ന വെച്ചാൽ നമ്മുടെ ഈ സംഭവം ഏതാണ്? സെക്ഷൻ 80 DD പറഞ്ഞേക്കുന്ന എലിജിബിലിറ്റി ആണ്. 80 DD പറഞ്ഞേക്കുന്ന ഡിഡക്ഷൻ ആണ്. 80 DD നമുക്ക് വരുന്നത് ഈ എക്സ്പെൻസിന്റെ ബേസിലല്ല, നമുക്ക് ആക്ച്വലി ഫ്ലാറ്റ് ഡിഡക്ഷൻ ആണ് വരുന്നത്. ഫ്ലാറ്റ് ഡിഡക്ഷൻ അമൗണ്ടിങ് ടു rupees 75,000 in case of normal disability and 1,25,000 in the case of severe disability. Severe disability ആണെന്നുണ്ടെങ്കിൽ 1,25,000, നോർമൽ ഡിസബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ 75,000 ആണ്. നമുക്ക് അത് ഫ്ലാറ്റ് ഡിഡക്ഷൻ ആണ്. നമ്മൾ ആക്ച്വലി എത്ര സ്പെൻഡ് ചെയ്തു എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ ആക്ച്വലി നമുക്ക് ഡിസബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? 90% ഡിസബിലിറ്റി ആണ്. അതായത് 80% എബവ് നമുക്ക് ഡിസബിലിറ്റി വന്നെങ്കിൽ നമ്മൾ അതിന് എന്തായിട്ട് കണക്കാക്കും? സിവിയർ ഡിസബിലിറ്റി ആയിട്ട് കണക്കാക്കും. അന്നേരം ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ എത്രയാണ്? 1,25,000, ഓപ്ഷൻ ഡി. Okay. Next, question number 49. Santa, aged 50 years, provides the following details for previous year 2021-22. Fabric business income rupees 36 lakhs. Speculative business loss rupees 9 lakhs. Fabric business loss rupees 12 lakhs. Income of his son clubbed rupees 4 lakhs after deduction of rupees 1,500. Deduction under chapter 6A 3.5 lakhs. TDS 2 lakhs. Advance tax paid 3.6 lakhs. What shall be the net tax payable or refundable? Okay. ഇവിടെ നമുക്ക് സെറ്റ് ഓഫും കൂടെ നമുക്ക് കൺസിഡർ ചെയ്യാനുണ്ട്. 36 lakh ഫാബ്രിക് ബിസിനസ് ഇൻകം ഉണ്ട്. അതേപോലെ തന്നെ ഫാബ്രിക് ബിസിനസ് ലോസ് ക്യാരി ഫോർവേഡ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത്, സെറ്റ് ഓഫ് ചെയ്യാനുള്ളത് 9 lakh ഉണ്ട്. ഇത് രണ്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. എത്ര? 24 lakh ആയി. നമുക്ക് സ്പെക്യുലേറ്റീവ് ബിസിനസ് ലോസ് ഉണ്ട് 9 lakh. അത് ഇതിനെ അഗെയിൻസ്റ്റ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ബിക്കോസ് അത് സ്പെക്യുലേറ്റീവ് ബിസിനസ് ലോസ് നമുക്ക് സ്പെക്യുലേറ്റീവ് ബിസിനസ് ഗെയിൻ അഗെയിൻസ്റ്റ് ആയിട്ട് മാത്രമേ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. സോ 24 lakh ആണ് നമുക്ക് ബിസിനസ്സിൽ നിന്നുള്ള ഇൻകം. 24 lakh പ്ലസ് ക്ലബ്ഡ് ഇൻകം 4 lakh. ടോട്ടൽ നമുക്ക് എത്ര ഇൻകം വന്നു? ടോട്ടൽ നമുക്ക് 28 lakh വന്നു. ആ 28 lakhൽ നിന്ന് 3.5 lakh കുറഞ്ഞു കഴിഞ്ഞാൽ 24 lakh 50,000 ആണ് നമ്മുടെ ടോട്ടൽ ടാക്സബിൾ ഇൻകം. ഈ 24 lakh 50,000 ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് 5 ലക്ഷം വരെ 12,500, 5 ലക്ഷം തൊട്ട് അടുത്ത 10 ലക്ഷം വരെ 20%, 1 lakh, ബാക്കി 10 ലക്ഷത്തിന് മീതെയുള്ള 14,50,000 30%, 4,35,000. മൊത്തം 4,35,000 പ്ലസ് 1 lakh പ്ലസ് 12,500, മൊത്തം 5,47,000. അത് പ്ലസ് സെസ്സും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും, സെസ് 4%, സെസ്സും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 5,69,400 കിട്ടും. ഈ 5,69,400 ആണ് നമ്മുടെ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത്.
ഇതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് ഓൾറെഡി നമ്മൾ എത്ര ടാക്സ് അടച്ചു എന്നുള്ളത് നമ്മൾ നോക്കാം. ടി ഡി എസ് ആയിട്ട് 2 ലക്ഷം, അഡ്വാൻസ് ടാക്സ് ആയിട്ട് 3.6 ലക്ഷം, അതായത് 5,69,400 നിന്നും 2 ലക്ഷവും 3,60,000, 5,60,000 രൂപ നമ്മൾ ഓൾറെഡി പേ ചെയ്തു. ദാറ്റ് മീൻസ് ബാലൻസ് 9,400 ആണ് നമ്മുടെ ടാക്സ് ലയബിലിറ്റി. കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ, 9,400. നെക്സ്റ്റ്, where it is not clear as to whom among the two persons has received the income, the assessing officer can commence proceedings against both the assessees to determine the question as to who is responsible for paying tax. This assessment is called as protective assessment. എന്താണ്? അതായത് അസസിംഗ് ഓഫീസർക്ക് ഒരു ഇൻകം പ്രോപ്പറായിട്ട് അതിന്റെ ടാക്സ് ലയബിലിറ്റി അടച്ചിട്ടില്ല എന്നുള്ളത് അസസിംഗ് ഓഫീസർക്ക് സംശയം തോന്നി. പക്ഷെ അത് ആരുടെ ഇൻകം ആണെന്നുള്ളത് അസസിംഗ് ഓഫീസർക്ക് ഡൗട്ട് ഉണ്ട്. ക്ലബിംഗ് പ്രൊവിഷനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് ഇത് ആരുടെ ഇൻകം ആയിട്ട് വരും എന്നുള്ളത് അസസിംഗ് ഓഫീസർക്ക് ഡൗട്ട് തോന്നി. അന്നേരം മേ ബി ഓക്കെ, അസസിംഗ് ഓഫീസർക്ക് ഡൗട്ട് ഉണ്ട്, ഇത് എയുടെ ആണോ ബിയുടെ ആണോ എന്നുള്ളത് അസസിംഗ് ഓഫീസർക്ക് ഡൗട്ട് ഉണ്ട്. അസ്യൂം എയുടെ ആണെന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു രീതിയിൽ നമ്മൾ പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി കുറെ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും മനസ്സിലാവുന്നത് ഇത് എയുടെ ഇൻകം അല്ല ബിയുടെ ഇൻകം ആയിരുന്നു എന്നുള്ളത്. പക്ഷെ ബിക്ക് അഗെയിൻസ്റ്റ് പ്രൊസീഡിങ്സ് ഇനിഷ്യേറ്റ് ചെയ്യാനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഒരു ടൈം ലിമിറ്റ് ഉണ്ട്. അസസിംഗ് ഓഫീസർ വിത്തിൻ എ പ്രിസ്ക്രൈബ്ഡ് ടൈം ലിമിറ്റ് ഈ അസസ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം. അന്നേരം അത് ചെയ്യാത്തതുകൊണ്ട് ഈ റവന്യൂ തന്നെ ലോസ് ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അന്നേരം അതിൽ നിന്നും അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ 2 ആൾക്കാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടും സൈമിൾട്ടേനിയസ് ആയിട്ട് അസസ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിനാണ് പ്രൊട്ടക്റ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. സോ the option would be option C would be the correct answer in this question. Okay, so നമ്മൾ ഇൻകം ടാക്സ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്തു. നമുക്ക് GST കൂടെ നമുക്ക് കുറച്ചും കൂടെ GSTന്റെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് അറൗണ്ട് ഒരു 8:15 നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ബാക്കി ഇതിനകത്ത് സ്ക്രീൻഷോട്ട് അടിക്കാനായിട്ട്. ഏതായിരുന്നു? 49. ഇതാണോ? അത്ര മതിയോ? അത് മതി. ഓക്കെ സാർ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് GSTന് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഡിസ്കസ് ചെയ്യാം. നമുക്കൊരു 8:15 നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. രാത്രി ആയതുകൊണ്ട് അധികം വരുത്തി നമുക്ക് ഒരു 8:15 വൈൻഡ് അപ്പ് ചെയ്യാം. എന്നിട്ട് ബാക്കി തീരാത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് നാളത്തെ സെഷനകത്ത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് GSTയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാൻ ദ ടാക്സിബിൾ പേഴ്സൺ, അതിന്റെ ഒരു വെയിറ്റേജ് ഇങ്ങനെ ആയിരിക്കും കേട്ടോ. എല്ലാ കേസുകളും വെയിറ്റേജ് ഇങ്ങനെ ആയിരിക്കും. അതായത് അറൗണ്ട് ഒരു 50 മാർക്ക് പാർട്ട് 1, 50 മാർക്ക് ഇൻകം ടാക്സിനും, 50 മാർക്ക് നമ്മുടെ GSTയിലും. GST തന്നെ അറൗണ്ട് ഒരു 5 മാർക്ക് കസ്റ്റംസിലോട്ട് പോകും. ഓക്കെ, അങ്ങനെയായിരിക്കും നമ്മുടെ വെയിറ്റേജ് വരിക. ഇനി GSTയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാൻ ദ ടാക്സിബിൾ പേഴ്സൺ അണ്ടർ കോമ്പോസിഷൻ സ്കീം ക്ലെയിം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്? നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം ഇവിടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാനോ? ആൻസർ വുഡ് ബി നോ. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമുക്ക് ക്ലെയിം ചെയ്യാനുള്ള എലിജിബിലിറ്റി ഇല്ല. ഇനി നമുക്ക് നമ്മുടെ സർവീസ് അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് GST കളക്ട് ചെയ്യാനുള്ള എലിജിബിലിറ്റി നമുക്കില്ല. നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് ഇപ്പം 10 lakh നമുക്ക് ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഈ 10 lakhന് മീതെ അറ്റ് ദ പ്രിസ്ക്രൈബ്ഡ് റേറ്റ് ഓഫ് ചാർജ് നമ്മൾ GST നമ്മുടെ കയ്യിൽ നിന്ന് അടക്കണം. കോമ്പോസിഷൻ സ്കീമുകാർ കയ്യിൽ നിന്ന് അടക്കണം. നമ്മുടെ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ GST ക്രെഡിറ്റ് സെറ്റ് ഓഫ് ചെയ്ത് ബാക്കി അടയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ ആർക്കില്ല. കോമ്പോസിഷൻ സ്കീമിലില്ല. അത് റെഗുലർ സ്കീമിലുള്ള ആളുകൾക്ക് മാത്രമേ ഉള്ളൂ. കോമ്പോസിഷൻ സ്കീം നമ്മുടെ ടേൺ ഓവറിന്റെ ഫിക്സഡ് റേറ്റിൽ GST ഡിസ്ചാർജ് ചെയ്യേണ്ടി വരും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 51. നെക്സ്റ്റ്, വെൻ can a registration be liable for cancellation? If the person does not conduct business from the declared place of business, second option, he violates provision of rule 86B. Rule 86B എന്ന് പറയുന്നത് ഒരു പ്രിസ്ക്രൈബ്ഡ് ടേൺ ഓവറിൽ കൂടുതൽ വരുന്ന ആളുകൾ അവരുടെ ടാക്സ് ലയബിലിറ്റി നിർബന്ധമായിട്ടും അവരുടെ ടോട്ടൽ ടാക്സ് ലയബിലിറ്റിയുടെ 1% എങ്കിലും ക്യാഷ് ആയിട്ട് തന്നെ ഡിസ്ചാർജ് ചെയ്യണം. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് യൂട്ടിലൈസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതാണ് റൂൾ 86B. ആൻഡ് തേർഡ് ഓപ്ഷൻ, നോൺ ഫയലിംഗ് ഓഫ് റിട്ടേൺസ് ഫോർ എ കണ്ടിന്യൂസ് പീരീഡ് ഓഫ് 6 months ഓർ ഫോർ 3 consecutive ടാക്സ് പീരീഡ് ഇൻ ദ കേസ് ഓഫ് കോമ്പോസിറ്റ് ഡീലർ. ആക്ച്വലി ഈ 3 കേസും എന്താണ്? 3 കേസും രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനുള്ള ഗ്രൗണ്ട്സിൽ ഒന്നാണ്. നമുക്ക് വേറെ ഗ്രൗണ്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ 3 ഗ്രൗണ്ട്സും ആക്ച്വലി എന്താണ്? വൺ ഓഫ് ദ ഗ്രൗണ്ട്സ് ആണ്. അന്നേരം ഇവിടെ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓൾ ഓഫ് ദ എബോവ് ആയിരിക്കും. 1, 2 and 3. Option number D, all of the above. Okay. Next, question number 53.
As per section 16 of IGST Act, zero rated supply includes as per section 16 of IGST Act, zero rated supply includes export of goods or service or both, supply of goods or service or both to the SEZ developer, SEZ unit. Actually, മൂന്നും എന്താണ് സീറോ റേറ്റഡ് സപ്ലൈ ആണ്. നമുക്ക് നോർമൽ ടാക്സബിൾ സപ്ലൈസ് ഉണ്ട്, എക്സംപ്റ്റ് സപ്ലൈസ് ഉണ്ട്, നിൽ റേറ്റഡ് സപ്ലൈസ് ഉണ്ട്, സീറോ റേറ്റഡ് സപ്ലൈസ് ഉണ്ട്. ഈ നിൽ റേറ്റഡും എക്സംപ്റ്റഡും ബേസിക്കലി അവിടെ നമുക്ക് ടാക്സ് ലയബിലിറ്റി വരുന്നില്ല. ഈ സീറോ റേറ്റഡ് സപ്ലൈന്റെ കേസിൽ നമുക്ക് ആക്ച്വലി ടാക്സ് ലയബിലിറ്റി വരുന്നില്ല. പക്ഷെ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം റീഫണ്ടിന്റെ ഒക്കെ കേസിൽ ഇപ്പം എക്സംപ്റ്റഡ് സർവീസുകളുടെ എക്സംപ്റ്റഡ് സപ്ലൈന്റെ കേസിൽ, നിൽ റേറ്റഡ് സപ്ലൈന്റെ കേസിൽ ആ സപ്ലൈന്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനുള്ള എലിജിബിലിറ്റി നമുക്കില്ല. പക്ഷെ സീറോ റേറ്റഡ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഇൻഡയറക്ട്ലി ഓർത്തോളൂ അത് എക്സ്പോർട്ട് ആണ്. ഈ സപ്ലൈ ടു SEZ എന്ന് പറയുന്നത് അതൊരു ടൈപ്പ് ഓഫ് എക്സ്പോർട്ട് തന്നെയാണ്. അന്നേരം അവിടെ നമുക്കുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിനകത്തുള്ള റെസ്ട്രിക്ഷൻ ഇല്ല. നമുക്ക് ആ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമുക്ക് ക്ലെയിം ചെയ്യാം, അവിടെ കുഴപ്പമില്ല. അതാണ് നമ്മുടെ സീറോ റേറ്റഡ് സപ്ലൈ വേഴ്സസ് നിൽ റേറ്റഡ് ആൻഡ് എക്സംപ്റ്റ് സപ്ലൈ തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അന്നേരം ഇത് മൂന്നും എന്താണ് ഈ പറയുന്നത്, നമ്മൾ ഈ എഴുതിയ പോയിന്റ് മൂന്നും എന്താണ് സീറോ റേറ്റഡ് സപ്ലൈയുടെ ഡെഫിനേഷനിൽ സെക്ഷൻ 16 അണ്ടറിൽ വരുന്ന പോയിന്റ്സ് ആണ്. അന്നേരം ഓപ്ഷൻ വുഡ് ബി ഓൾ ഓഫ് ദ 1, 2 and 3. ഇനി നെക്സ്റ്റ് section 54, question number 54. Dash and dash are the two union territories at which UTGST Act 2017 is not applicable. The UTGST Act അപ്ലൈ ചെയ്യാത്ത രണ്ട് യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നത് ആക്ച്വലി ഡൽഹിയും പുതുച്ചേരിയുമാണ്. ഡൽഹിയും പോണ്ടിച്ചേരിയുമാണ്. അതായത് ഡൽഹി പോണ്ടിച്ചേരി ആക്ച്വലി ജമ്മു ആൻഡ് കാശ്മീരും കൂടെ ഉണ്ട്. അത് സംഭവം എന്ന് വെച്ചാൽ ഇവര് യൂണിയൻ ടെറിട്ടറി ആണെങ്കിൽ പോലും അവർക്ക് റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് ഗവൺമെന്റ് GST ആക്ട് ഉണ്ട്. അതായത് നമ്മളെ കേരളത്തില് കേരള GST ആക്ട് ഉള്ളതുപോലെ, അതായത് നമ്മുടെ SGST നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന കേരള GST ആക്ട് ഉള്ളതുപോലെ ഡൽഹിയിലും പുതുച്ചേരിയിലും ജമ്മു ആൻഡ് കാശ്മീരിലും അവർക്ക് റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് GST ആക്ടുകൾ വേറെ ഉള്ളതുകൊണ്ട് അവർക്ക് എന്താ അപ്ലൈ ചെയ്യത്തില്ല, UTGST ആക്ട് അപ്ലൈ ചെയ്യത്തില്ല. ഓക്കെ, നെക്സ്റ്റ് question number 55. As per rule 50 of CGST rules 2017, the receipt voucher must contain the following details. ഇതിനകത്ത് എന്ത് ഡീറ്റെയിൽസ് ആണ് റെസിപ്റ്റ് വൗച്ചറിനകത്ത് ഉണ്ടാവുക? റെസിപ്റ്റ് വൗച്ചർ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് പേയ്മെന്റ് അഡ്വാൻസ് ആയിട്ട് കിട്ടുമ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മളിപ്പം ഒരു ഗുഡ്സ് വിൽക്കുമ്പോൾ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ് എന്ത്, ടാക്സ് ഇൻവോയ്സ്. പക്ഷെ നമുക്കൊരു പേയ്മെന്റ് അഡ്വാൻസ് ആയിട്ട് കിട്ടുമ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് നമ്മുടെ ഈ റെസിപ്റ്റ് വൗച്ചർ എന്ന് പറയുന്നത്. ഈ റെസിപ്റ്റ് വൗച്ചറിൽ നമുക്ക് ഇൻവോയ്സ് റെഫറൻസ് കൊടുക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ഇൻവോയ്സ് കൊടുത്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന പേയ്മെന്റിനുള്ള റെസിപ്റ്റ് അല്ല. ഇൻവോയ്സ് കൊടുക്കുന്നതിന് മുന്നേ തന്നെ അഡ്വാൻസ് ആയിട്ട് നമുക്ക് പേയ്മെന്റ് കിട്ടുന്നതിന് അഗേൻസ്റ്റ് ആയിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ് ഈ റെസിപ്റ്റ് വൗച്ചർ എന്ന് പറയുന്നത്. സോ ഇൻവോയ്സ് റെഫറൻസ് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഇനി ഫുൾ വാല്യൂ ഓഫ് സപ്ലൈ നമുക്ക് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് ഇപ്പം അഡ്വാൻസ് ആണ് കിട്ടിയേക്കുന്നത്. ഫുൾ വാല്യൂ ഓഫ് സപ്ലൈ മാറി പറയാം, അതും കൊടുക്കാൻ പറ്റത്തില്ല. നമുക്ക് ആകെ കൊടുക്കാൻ പറ്റുന്നത് എന്താണ്, ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് നമുക്ക് കൊടുക്കാൻ പറ്റും. സോ ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ എ. Okay. Next, Bharat Limited is engaged in making sweets. The company on Diwali distributed the same sweets to its employees. Can the company claim ITC in respect of the inputs used in making such gifts to its employees? എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഗിഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾക്കൊന്നും നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. അത് നമ്മൾ സെക്ഷൻ 17(5) നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഗിഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾക്ക് നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല, സെക്ഷൻ 17(5). നെക്സ്റ്റ്, unless and until notified by the central government on recommendation of the council, CGST or IGST or UTGST shall not be levied on the following supplies: petroleum, crude and high-speed diesel, motor spirit, natural gas and aviation turbine fuel. ഇതെല്ലാം തന്നെ എന്താണ്, ആക്ച്വലി GST ലെവി ചെയ്യാൻ ഗവൺമെന്റ് അധികാരമുള്ളതാണ്. പക്ഷെ ഫോർ ദ ടൈം ബീങ് GST ലെവി ചെയ്തിട്ടില്ല. അന്നേരം എല്ലാ ആക്ടുകളുടെയും തന്നെ ചാർജിങ് സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെയൊക്കെ ലെവി എപ്പോഴായിരിക്കും ആപ്ലിക്കബിൾ ആവുക, ഗവൺമെന്റ് സബ്സിക്വന്റ്ലി നോട്ടിഫൈ ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്തുള്ളൂ, ഇതിന്റെയൊക്കെ ലെവി ആപ്ലിക്കബിൾ ആകത്തുള്ളൂ. ഫോർ ദ ടൈം ബീങ് GST അപ്ലൈ ചെയ്തില്ല. അന്നേരം ഇതിനെല്ലാം എല്ലാ കേസുകളും ഓൾ ഓഫ് ദ എബോവ്, ഓപ്ഷൻ നമ്പർ ഡി. നെക്സ്റ്റ്,
As per Section 17 of CGST Act 2017, for banking companies using inputs and input services, partly for taxable services and partly for exempt supplies, which of the following statement is true? ITC shall be compulsorily restricted to credit attributable to taxable supplies, including zero-rated supplies. 50% of eligible ITC on inputs, capital goods, and input service shall be mandatorily taken in the year, and rest shall lapse. Either A or B at the option of banking company. Option D, none of the above. അതായത് നമ്മൾ ഈ ജനറലി പാർട്ട്ലി എക്സംപ്റ്റ് സപ്ലൈസും പാർട്ട്ലി ടാക്സിബിൾ സപ്ലൈസും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കുമ്പോഴും പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കത്തുള്ളൂ. അതായത് നമുക്ക് കമ്പനിക്ക് ഒരു സെറ്റ് ഓഫ് സർവീസുകളുണ്ട്, അതിനകത്ത് പകുതി ടാക്സിബിൾ ആണ്, പകുതി നോൺ ടാക്സിബിൾ ആണ്. നമുക്ക് അന്നേരം നമ്മുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റും അന്നേരം ഈ പകുതി ടാക്സിബിളിന് വേണ്ടിയിട്ടും പകുതി എക്സംപ്റ്റിന് വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. നമ്മൾ ഈ എക്സംപ്റ്റ് സപ്ലൈക്ക് വേണ്ടി യൂസ് ചെയ്ത ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. അന്നേരം അതുകൊണ്ട് തന്നെ പാർട്ട്ലി ഇത് ഒരു ഡിസ്റ്റിങ്ഷൻ ഉണ്ടാകുമ്പോഴും നമ്മൾ ആ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യുമ്പോൾ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് മാത്രമേ നമ്മൾ ക്ലെയിം ചെയ്യത്തുള്ളൂ. പക്ഷേ ബാങ്കിങ് കമ്പനീസിന് ബാങ്കിങ് കമ്പനീസിന്റെ കേസിൽ എന്തുവാണ്, ബാങ്കിങ് കമ്പനീസിന്റെ കേസിൽ ആകെ നമുക്ക് അവിടെയും പാർട്ട്ലി എക്സംപ്റ്റഡ് പാർട്ട്ലി ടാക്സിബിളും ആണ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ലോൺ കൊടുക്കുക, ലോൺ അക്സെപ്റ്റ് ചെയ്യുക, ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുക, ഇതൊന്നും എന്തിന്റെ പരിധിയിൽ വരുന്നല്ല, GST പരിധിയിൽ വരുന്ന സംഭവങ്ങളല്ല. പക്ഷെ എന്ത് GST പരിധിയിൽ വരും? പ്രോസസിംഗ് ചാർജ് അല്ലെങ്കിൽ ലോക്കർ റെന്റ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ, ഇങ്ങനെയുള്ള ചില ചാർജസ്, ബാങ്ക് ചാർജസ്, ഇതിനൊക്കെ GST വരും. അന്നേരം അവിടെയും എന്തുണ്ട്, അവിടെ പാർട്ട്ലി ഫോർ ടാക്സിബിളും പാർട്ട്ലി ഫോർ എക്സംപ്റ്റും ഉണ്ട്. പക്ഷെ ബാങ്കിങ് കമ്പനീസ് അഡീഷണൽ ഒരു ഓപ്ഷൻ കൊടുത്തേക്കുവാണ്, നിങ്ങൾ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് എടുക്കണം നിർബന്ധമില്ല, വേണമെന്നുണ്ടെങ്കിൽ 50% എടുക്കാം. ഇത് എന്താണ്? ഇത് ഓപ്ഷൻ ആണ്. ഇതിനകത്ത് 50% തന്നെ നിർബന്ധമായിട്ട് എടുക്കണം നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ എടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷനും എടുക്കാം, കുഴപ്പമില്ല. അന്നേരം നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ നമ്പർ സി. ഓക്കെ, നെക്സ്റ്റ് question number 59. A is a travel agent, air travel agent. He collected 50,000 basic fare domestic booking and 1 lakh basic fare for international booking. He is an air travel agent. He collected rupees 50,000 for basic fare domestic booking and rupees 1 lakh for basic fare for international booking. As per rule 32 of CGST rules 2017, the value of supply under this case will be, നമ്മൾ പഠിക്കുന്നുണ്ട് വാല്യൂ റൂൾ 32 വാല്യുവേഷൻ റൂൾസ് പ്രകാരം ഡൊമസ്റ്റിക് ബുക്കിങ്ങിന് ടിക്കറ്റ് ചാർജിന്റെ 5% ആണ് നമ്മുടെ ടാക്സിബിൾ സപ്ലൈ എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഇനി ഇന്റർനാഷണൽ ബുക്കിങ്ങിന്റെ കേസിൽ നമ്മുടെ ടിക്കറ്റ് ചാർജിന്റെ 10% ആണ് നമ്മുടെ ടാക്സിബിൾ വാല്യൂ. അതായത് ഇവിടെ എന്തിന്റെ ടാക്സിബിൾ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നത്? എയർ ട്രാവൽ ഏജന്റ് ആണ്. ഇയാൾ ഒരു ഏജൻസി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ, ഇയാൾ ടിക്കറ്റ് ബുക്കിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ വാല്യൂ എങ്ങനെയാണെന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റൂൾ യൂസ് ചെയ്യുന്നത് അല്ലെ. അന്നേരം ഇവിടെ നമുക്ക് ഡൊമസ്റ്റിക് ബുക്കിങ്ങിന് 50,000ഉം ഇന്റർനാഷണൽ ബുക്കിങ്ങിന് 1 lakh ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അന്നേരം ഡൊമസ്റ്റിക് ബുക്കിങ്ങിന്റെ 50,000 ഇൻറ്റു 5%, 2,500ഉം ഇന്റർനാഷണൽ ബുക്കിംഗ് 1 lakhന്റെ 10%, 10,000. ടോട്ടൽ എത്ര വന്നു? ടോട്ടൽ 12,500. ഇവിടെ നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ നമ്പർ സി, 12,500. ഓക്കെ, നെക്സ്റ്റ് ഇത് നമ്മൾ ഓർത്തിരിക്കേണ്ട ജനറൽ ക്വസ്റ്റ്യൻ ആണ്. ദ ഫസ്റ്റ് കൺട്രി ടു ഇംപ്ലിമെന്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് വാസ് ഫ്രാൻസ് in the year 1954. Next, time of supply. What is the time of supply of goods in case of supplier opting for composition levy under section 10 of the CGST Act. അതായത് ഇവിടെ നമ്മൾ കോമ്പോസിഷൻ ആണോ റെഗുലർ ആണോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്തുവാണ്? അതായത് ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്,
date of receipt of consideration, date of payment, whichever is earlier. ഇനി again due date for issue of invoice എന്ന് പറഞ്ഞ ഒരു പോയിന്റ് കൂടി ഉണ്ട്, നമ്മൾ തൽക്കാലം കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ അന്നേരം നമ്മൾ എന്തുവാണ്, earlier of point A and B, earlier of point A and B, date of issue of invoice versus date of receipt of consideration, അഥവാ date of payment, whichever is earlier shall be the time of supply of goods. Next, question number 62. What should be the treatment of tax element in a capital asset under CGST Act 2017? First option, capitalize the same and claim depreciation. Next, claim ITC at the first instance, either A or B, both A and B. അതായത് നമ്മൾ ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ഒരു ഫിക്സഡ് അസറ്റ് മേടിച്ചു, മേ ബി കമ്പ്യൂട്ടർ മേടിച്ചു, കമ്പ്യൂട്ടർ 50,000 കമ്പ്യൂട്ടർ പ്ലസ് GST 28% GST 14,000, മൊത്തം 64,000 നമ്മൾ കമ്പ്യൂട്ടർ മേടിച്ചു. 64,000 മേടിക്കുമ്പോൾ നമുക്ക് ആക്ച്വലി രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നെന്നുണ്ടെങ്കിൽ ഈ 64,000 നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാപിറ്റലൈസ് ചെയ്യാം. നമ്മൾ ഫുൾ എമൗണ്ട് ക്യാപിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മൾ ഈ എൻറ്റയർ എമൗണ്ടിന് മീതെ നമ്മൾ ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യും. അത് എവിടെ ക്ലെയിം ചെയ്യും, ഇൻകം ടാക്സ് ആക്ട് ക്ലെയിം ചെയ്യും. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഓപ്ഷൻ ഉണ്ട്, ഒന്നെങ്കിൽ 50,000 കറക്റ്റ്ലി ചെയ്യേണ്ട ഏറ്റവും കറക്റ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് 50,000 നമ്മുടെ കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. 50,000 മീതെ നമ്മൾ എന്ത് ചെയ്യുക, ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യുക. 14,000 മീതെ നമ്മൾ എവിടെ, GST നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യുക. ഇതിനകത്ത് ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അന്നേരം ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണ്, either A or B, either A or B. രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്ത് അതിന് മീതെ നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റും കൂടെ ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കില്ല. ഏതെങ്കിലും ഒരു ഓപ്ഷൻ നമുക്ക് ക്ലെയിം ചെയ്യാം. നെക്സ്റ്റ്, the IGST Integrated Goods and Services Act 2017 deals with interstate supplies, import into India, supplies made outside India. ഈ ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഓൾറെഡി അറിയാം ഇൻട്രസ്റ്റേറ്റ് സപ്ലൈക്ക് എന്ത് വരും, ഇൻട്രസ്റ്റേറ്റ് സപ്ലൈക്ക് ഓൾറെഡി നമ്മൾ IGST റേസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസ് ആണ്. ഇനി ഇമ്പോർട്ട് ഇൻ ടു ഇന്ത്യ എന്ന് പറയുന്നത്, അതായത് ഇമ്പോർട്ടിന് IGST വരും, ഇമ്പോർട്ടിനും IGST വരും. നമ്മൾ കസ്റ്റംസ് നമ്മൾ വിളിച്ചിട്ടുണ്ട് ചില കേസുകളിൽ IGST, അതായത് നമ്മുടെ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി അപ്ലൈ ചെയ്തതിന് ശേഷം എന്തും അപ്ലൈ ചെയ്യും, IGSTയും കൂടെ അപ്ലൈ ചെയ്യുന്ന കേസുകളുണ്ട്. ഇൻ അക്കോർഡൻസ് വിത്ത് കസ്റ്റംസ് താരിഫ് ആക്ട്. കസ്റ്റംസ് താരിഫ് ആക്ട് പറയുന്നതനുസരിച്ച് ചില കേസുകളിൽ IGST അപ്ലൈ ചെയ്യുന്ന കേസുണ്ട്. ഇനി സപ്ലൈസ് മെയ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ, സപ്ലൈസ് മെയ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ എന്ന് പറയുന്നത് എന്തുവാണ്, എക്സ്പോർട്ട് അല്ലെങ്കിൽ സീറോ റേറ്റഡ് സപ്ലൈസ്. ഈ എക്സ്പോർട്സിന് എന്ത് വരും, IGST വരും. അതായത് ഈ എക്സ്പോർട്സിന്റെ കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, നമുക്ക് ഓൾറെഡി രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നെന്നുണ്ടെങ്കിൽ വിത്തൗട്ട് പേയ്മെന്റ് ഓഫ് IGST ഉണ്ട്, വിത്തൗട്ട് പേയ്മെന്റ് ഓഫ് IGST റീഫണ്ട് ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, ഇല്ലാന്നുണ്ടെങ്കിൽ വിത്ത് പേയ്മെന്റ് ഓഫ് IGST ആൻഡ് റീഫണ്ട് ഓഫ് പേയ്മെന്റ് ഓഫ് IGST. ഈ രണ്ട് ഓപ്ഷൻ ഉണ്ട്. അന്നേരം ഈ രണ്ട് സാധനങ്ങളും, ഇനി എക്സ്പോർട്ടിനെ കുറിച്ച് പറയുന്നതും സീറോ റേറ്റഡ് സപ്ലൈനെ കുറിച്ച് പറയുന്നതും ഒക്കെ ഏത് ആക്ടിലാണ് പറയുന്നത്, IGST ആക്ടിലാണ് അപ്ലൈ ചെയ്യുന്നത്, IGST ആക്ടിലാണ് പറയുന്നത്. അന്നേരം ഈ മൂന്ന് സാധനങ്ങളും എന്തിന്റെ പരിധിയിൽ വരുന്ന, എന്തിന്റെ പെർവ്യൂവിൽ വരുന്ന കാര്യങ്ങളാണ്, IGST Act 2017 പെർവ്യൂവിൽ വരുന്ന കാര്യങ്ങളാണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ D, all of the above. Next, question number 64. As per section 25 of CGST Act 2017, section 25 എന്തിനെ കുറിച്ചാണ് പറയുന്നത്, നമ്മുടെ distinct persons, related persons കോൺസെപ്റ്റിനെ കുറിച്ച് പറയുന്നതാണ് section 25. As per section 25 of CGST Act 2017, when employer gives goods or services to his employees, it will not be considered as a taxable supply for the purpose of GST if the value of supply to an employee does not exceed. ഇവിടെ നമ്മൾ ഇത് ഏത് കോൺസെപ്റ്റിന്റെ കൂടെ മനസ്സിലാക്കണം, ഷെഡ്യൂൾ 1. ഷെഡ്യൂൾ 1-നകത്ത് എന്ത് പറയുന്നുണ്ട്, ഡീംഡ് സപ്ലൈന്റെ കോൺസെപ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് വിത്തൗട്ട് കൺസിഡറേഷൻ നമ്മൾ ചില ട്രാൻസാക്ഷൻ ചെയ്താൽ പോലും അത് GST ട്രാൻസാക്ഷൻ ആയിട്ട് കണക്കാക്കും, GST ലയബിലിറ്റി വരും എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അന്നേരം അവിടെ വൺ ഓഫ് ദ ട്രാൻസാക്ഷൻ ആണ് സപ്ലൈസ് മെയ്ഡ് ടു ദ
ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ അല്ലെങ്കിൽ റിലേറ്റഡ് പേഴ്സൺസ്. ഇവിടെ നമ്മുടെ എംപ്ലോയീസ് എന്ന് പറയുന്ന ആരാണ്? റിലേറ്റഡ് പേഴ്സൺസ് ആണ്. എംപ്ലോയീസ് എന്ന് പറയുന്നത് റിലേറ്റഡ് പേഴ്സൺസ് ആണ്. അന്നേരം അവർക്ക് ഗിഫ്റ്റ് കൊടുത്താൽ പോലും അതെന്ത് ചെയ്യും? അത് ഡീംഡ് സപ്ലൈന്റെ പരിധിയിൽ വരും. അത് ടാക്സബിൾ സപ്ലൈ ആകും. പക്ഷെ അതിനൊരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. ബിക്കോസ് എംപ്ലോയീസിന് ചെറിയ ചെറിയ നോമിനൽ ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുന്നത് ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആണ്. സോ ചെറിയ, അതായത് അപ് ടു 50,000 എന്തല്ല 50,000 നമ്മൾ സപ്ലൈ ആയിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല. അന്നേരം വേറൊരു കാര്യം കൂടെ ഓർത്താണ്, നമ്മൾ നേരത്തെ ഒരു പോയിന്റ് ഡിസ്കസ് ചെയ്തായിരുന്നു. നമ്മുടെ ഗിഫ്റ്റിന്റെ കേസ് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അതായത് കമ്പനി ഡിസ്ട്രിബ്യൂട്ടഡ് സ്വീറ്റ്സ് എംപ്ലോയീസ്, ഇതും എന്താണ്? ഗിഫ്റ്റ് ആണ്. അന്നേരം ഇവിടെ ക്യാൻ കമ്പനി ക്ലെയിം ITC എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് പറയാത്തത് കൊണ്ട് നമ്മൾ പറ്റത്തില്ല എന്ന് പറഞ്ഞേ ഉള്ളൂ. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഇത് 50,000 താഴെയാണ് ഈ ട്രാൻസാക്ഷന്റെ വാല്യൂ എങ്കിൽ എന്തില്ല, ഈ സാധനം ഡീംഡ് സപ്ലൈ അല്ല. അന്നേരം അവിടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഇതിന്റെ ക്രെഡിറ്റ് എടുക്കാനും പറ്റത്തില്ല. ഇനി ഇൻ കേസ് ഇത് 50,000 മീതെയാണെന്ന് വിചാരിക്കുക, 50,000 മീതെയാണെന്നുണ്ടെങ്കിൽ ഇത് എന്താണ്? ഇത് ഡീംഡ് സപ്ലൈ ആണ്, ഇല്ലേ? ഇത് ഡീംഡ് സപ്ലൈ ആണ്. ഇതിന് ടാക്സ് ലയബിലിറ്റി വരും. ടാക്സ് ലയബിലിറ്റി വന്നു കഴിഞ്ഞാൽ എന്തും ചെയ്യാൻ പറ്റും? ഈ ITC നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഓക്കെ, അത് നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് നമ്മളത് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ബൈ ഡിഫോൾട്ട് പ്രൊവിഷൻ നമ്മൾ നോ എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Srikar of Hyderabad purchased goods for ₹12 lakh from Arnav of Mumbai. Srikar of Hyderabad purchased goods for ₹12 lakh from Arnav of Mumbai and hold the goods at the location of supplier at Delhi. Which shall be the place of supply in such case? അതായത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഡെലിവറി ഇല്ലാത്ത കേസുകൾ. ഡെലിവറി ഉണ്ടെന്നുണ്ടെങ്കിൽ ഗുഡ്സ് എവിടെയാണ് ഡെലിവറി ചെയ്യുന്നത്, അതാണ് പ്ലേസ് ഓഫ് സപ്ലൈ. ഡെലിവറി ഇല്ലാത്ത കേസിൽ എവിടെയാണ് പ്ലേസ് ഓഫ് സപ്ലൈ? ഈ ഗുഡ്സ് എവിടെയാണോ ഉള്ളത്. അതായത് ഇവിടെ നമ്മൾ എന്തോ പറയുന്നത്, ശ്രീകർ, ഹൈദരാബാദിലുള്ള ശ്രീധർ മുംബൈയിലുള്ള അർണവിന്റെ കയ്യിൽ നിന്നും സാധനം മേടിച്ച് ആ സാധനം എവിടെ കൊണ്ടുവച്ചു? ആ സാധനം ഡൽഹി കൊണ്ടുവച്ചു. അന്നേരം ഈ സാധനം മേടിക്കുമ്പോൾ ഇത് എവിടെയാണ് ഇരിക്കുന്നത്? ഇത് മുംബൈയിലാണ് ഉള്ളത്, അല്ലെ? ഡെലിവറി ഇൻവോൾവ് അല്ല, ഇത് മുംബൈയിലാണ് അറ്റ് പ്രസന്റ് ഇതിന്റെ ലൊക്കേഷൻ ഇരിക്കുന്നത്. ആൻഡ് ഫോർ ദിസ് പർപ്പസ് പ്ലേസ് ഓഫ് സപ്ലൈ ഷാൽ ബി മുംബൈ, ഓപ്ഷൻ നമ്പർ ബി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 66. ISD mechanism is based on the concept of distributing the credit of common invoices pertaining to the input services, distribution of goods, inputs or capital goods among the branches, both A and B, neither A or B. ഇവിടെ കറക്റ്റ് ആൻസർ എന്താണ്? പേരിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ISD എന്ന് പറയുന്നത് എന്താണ്? ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്നതാണ് ISDന്റെ ഫുൾ ഫോം തന്നെ. ആ പേരിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. ആക്ച്വലി എന്താണ്? ഡിസ്ട്രിബ്യൂട്ടിംഗ് ദ ക്രെഡിറ്റ് ഓൺ കോമൺ ഇൻവോയ്സസ് പെർട്ടൈനിങ് ദ ഇൻപുട്ട് സർവീസസ് ആണ്, അല്ലെ? ഇൻപുട്ട് സർവീസ് ആണ്. അന്നേരം നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ നമ്പർ എ. നെക്സ്റ്റ്, question number 67. Balance in the electronic credit ledger under IGST can be used against which liability? നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് IGST ആയിക്കോട്ടെ, CGST ആയിക്കോട്ടെ, SGST ആയിക്കോട്ടെ, ഇതിന്റെ ക്രോസ് സെറ്റിംഗ് ഓഫ് പ്രോസസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? IGST എന്ന് പറയുന്നത് എന്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാം? IGST ക്രെഡിറ്റ് എനിക്കുണ്ടെങ്കിൽ ഈ IGST ക്രെഡിറ്റ് എന്ന് പറയുന്നത് എനിക്ക് എന്തിനു വേണ്ടി സെറ്റ് ഓഫ് ചെയ്യാം? IGSTന്റെ ലയബിലിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാം, CGSTന്റെ ലയബിലിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാം, SGSTന്റെ ലയബിലിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. ഓക്കെ, ഇനി CGSTന്റെ കേസിലോ? CGSTന്റെ കേസിൽ CGSTന്റെതായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം, IGSTന്റെതായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. ഇവര് തമ്മിൽ ഒരു കാരണവശാലും ഡീലിംഗ് ഇല്ല. CGST SGST ആയിട്ടോ SGST CGST ആയിട്ടോ ഒരു കാരണവശാലും സെറ്റിംഗ് ഓഫ് ഇല്ല. IGST ആരുമായിട്ടും പറ്റും. IGST CGST ആയിട്ട് പറ്റും, IGST SGST ആയിട്ട് പറ്റും. ഈ CGSTയും സ്വന്തം ലയബിലിറ്റി സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, IGSTയുടെ ലയബിലിറ്റി സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. SGSTയും SGST ലയബിലിറ്റി സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, IGST ലയബിലിറ്റി സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഒരു കാരണവശാലും ഇവർ തമ്മിൽ സെറ്റിംഗ് ഓഫ് പറ്റത്തില്ല. അന്നേരം ഇവിടെ നമ്മുടെ ക്വസ്റ്റൻ എന്തുവാണ്? ബാലൻസ് ഇൻ ദ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ ഓഫ് IGST ക്യാൻ ബി യൂസ്ഡ് അഗെയിൻസ്റ്റ് വിച്ച് ലയബിലിറ്റി? IGST ലയബിലിറ്റിക്ക് അഗെയിൻസ്റ്റ് സെറ്റ് ഓഫ് ചെയ്യാം. IGSTക്കും ആൻഡ് CGST ലയബിലിറ്റി മാത്രമാണോ? അല്ല,
IGST പറ്റും, CGST പറ്റും, SGST പറ്റും. നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ നമ്പർ 3, IGST, CGST ആൻഡ് SGST liability. Okay. Next, in case of exports and supplies to SEZs, no tax is payable. In these cases, on the inputs used, ITC is allowed, ITC is not allowed, ITC is allowed provided export results into inflow of foreign currency. ITC at 50% is allowed. ITC at 50% is allowed up to inflow of foreign currency and amount from SEZs. അതായത് ഇവിടെ നമ്മുടെ ആൻസർ എന്താണ്? ITC allowed ആണ്. നമ്മൾ ഈ പറയുന്ന ബാക്കി കണ്ടീഷൻസ് ഒന്നും തന്നെ ആപ്ലിക്കബിൾ അല്ല. ഈ സപ്ലൈ ടു SEZ വേർ നോ ടാക്സ് ഈസ് പേയബിൾ. ആ സാധനം എന്തുവാണ്? നമ്മൾ കുറച്ച് മുന്നേ ഡിസ്കസ് ചെയ്തു. സീറോ റേറ്റഡ് സപ്ലൈസ്. സീറോ റേറ്റഡ് സപ്ലൈസ്. ഈ സീറോ റേറ്റഡ് സപ്ലൈസും നമ്മുടെ എക്സംപ്റ്റ് സപ്ലൈസും നിൽ റേറ്റഡ് സപ്ലൈസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സീറോ റേറ്റഡ് സപ്ലൈസിന്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ITCന്റെ ക്രെഡിറ്റ് നമുക്ക് ക്ലെയിം ചെയ്യാം. ITCന്റെ ക്രെഡിറ്റ് നമുക്ക് ക്ലെയിം ചെയ്യാം. അതേസമയം എക്സംപ്റ്റോ നിൽ റേറ്റഡോ ആണെങ്കിലോ നമുക്ക് അതിന്റെ ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ഇനി എക്സംപ്റ്റും നിൽ റേറ്റും ടാക്സബിളും കൂടെ ഒരുമിച്ചുണ്ടെങ്കിൽ നമ്മൾ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യേണ്ടി വരും. ഇല്ലേ? നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇല്ലേ? ഇങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ എവിടെയില്ല? സീറോ റേറ്റഡ് സപ്ലൈന്റെ കേസിൽ ഇല്ല. സീറോ റേറ്റഡ് സപ്ലൈന്റെ കേസിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ITC നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എക്സ്പോർട്സ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. നമുക്ക് എക്സ്പോർട്സ് മാത്രമേ ഉള്ളൂ. സീറോ റേറ്റഡ് സപ്ലൈ ആണ്. നമുക്ക് GST ലയബിലിറ്റി വരുന്നില്ല. നമുക്ക് വന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമുക്ക് ക്ലെയിം ചെയ്യാമെന്ന് പറഞ്ഞു. അലൗഡ് ആണ്. അത് ക്ലെയിം ചെയ്യുന്നു. ഇത് നമ്മുടെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ ഇങ്ങനെ നിന്ന് പോവുക. നമുക്ക് ക്ലെയിം ചെയ്ത് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ വേറെ ഒന്നും ഇല്ല. നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ അത് റീഫണ്ട് ആയിട്ട് ക്ലെയിം ചെയ്യാം. അതാണ് സീറോ റേറ്റഡ് സപ്ലൈയും ഇവരും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ നമ്മൾ നേരത്തെ പണ്ട് സർവീസ് ടാക്സ് ആയിരുന്ന സമയത്ത്, GSTക്ക് മുന്നേ സർവീസ് ടാക്സ് ആയിരുന്ന സമയത്ത് ഈ നമ്മൾ എക്സ്പോർട്ട് ചെയ്താൽ മാത്രം പോരാ, അതിന്റെ ഫോറിൻ കറൻസി ഇത്ര ടൈം പീരീഡിനുള്ളിൽ വരണം എന്നൊക്കെ പറഞ്ഞ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അതിപ്പം റെലവന്റ് അല്ല. ഇപ്പം ITC ക്ലെയിം ചെയ്യുന്നത് റിലേറ്റഡ് ആയിട്ട് അത് റെലവന്റ് അല്ല. നമ്മൾ എന്ത് മാത്രം നോക്കിയാൽ മതി? സീറോ റേറ്റഡ് സപ്ലൈ ആണെന്നുണ്ടെങ്കിൽ, എക്സ്പോർട്ട്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സപ്ലൈ ടു SEZs ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ITC നമുക്ക് ക്ലെയിം ചെയ്യാം. ITC ക്യാൻ ബി ക്ലെയിംഡ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 69. Which of the following is not considered as deemed supply under CGST Act 2017? Which of the following is not considered as deemed supply under CGST Act 2017? അതായത് ഷെഡ്യൂൾ 1 നമ്മൾ എന്താ പറയുന്നത്, GST ആക്ടിന്റെ ഷെഡ്യൂൾ 1 നമ്മൾ ഡീംഡ് സപ്ലൈസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിനകത്ത് എന്തൊക്കെയാണ് ഡീംഡ് സപ്ലൈ അല്ലാത്തത്? ഈ താഴെ പറയുന്ന ലിസ്റ്റിനകത്ത് ഏതൊക്കെയാണ് ഡീംഡ് സപ്ലൈ അല്ലാത്തതെന്നാണ് ചോദിക്കുന്നത്. Permanent transfer or disposal of business assets where ITC has been availed on such assets. എന്താണ്? ITC ക്ലെയിം ചെയ്ത ഒരു ബിസിനസ് അസറ്റ് നമ്മൾ സബ്സിക്വന്റ്ലി വിറ്റ് കഴിഞ്ഞാൽ അതെന്താണ്? ഡീംഡ് സപ്ലൈ ആണ്, irrespective of whether consideration has been charged or not. Second point എന്താണ്? Import of services by a person from a related person or from any of his other establishments outside India. എന്താണ്? ഡീംഡ് സപ്ലൈ ആണ്. Supply of goods by an agent to his principal where agent undertakes to receive such goods on behalf of the principal. എന്താണ്? ഡീംഡ് സപ്ലൈയിൽ വരുന്ന സാധനമാണ്. ഈ ലാസ്റ്റ് സാധനം എന്താണ്? സപ്ലൈ ഓഫ് ഗുഡ്സ് ബൈ unincorporated association or body of persons to member thereof for cash, deferred payment or other valuable consideration. ഇത് എന്തല്ല? ഇത് ഡീംഡ് സപ്ലൈ അല്ല. എന്നാൽ ഇത് വേറെ എവിടെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്? ഇത് സപ്ലൈന്റെ ഡെഫിനിഷനിൽ നമ്മൾ റീസെന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. സപ്ലൈയുടെ ഡെഫിനിഷനിൽ നമ്മൾ ഈ പോയിന്റ് റീസെന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് എന്തല്ല? ഇത് ഡീംഡ് സപ്ലൈ അല്ല. ഈ അൺഇൻകോർപ്പറേറ്റഡ് പേഴ്സൺസ് എന്ന് പറയുന്നത് എന്താണ്? ബേസിക്കലി ക്ലബ്ബ്, റെസിഡൻസ് അസോസിയേഷൻ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ അവരുടെ മെമ്പേഴ്സിന് കൊടുക്കുന്ന സർവീസ് അത് സപ്ലൈ ആണോ ഇല്ല എന്നുള്ളതാണ്. അത് പണ്ടൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതായത് മെമ്പേഴ്സ്, ഈ റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറയുന്നതും മെമ്പേഴ്സ് എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. അവർക്ക് തന്നെ കൊടുക്കുന്ന സർവീസിന് GST വരത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആർഗ്യുമെന്റ്സ് ഉണ്ടായിരുന്നു. അന്നേരം അതിനെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്തു? ഗവൺമെന്റ് സപ്ലൈന്റെ ഡെഫിനേഷനിൽ സ്പെസിഫിക്കലി ആഡ് ചെയ്തു. ഇതും എന്താണ്? സപ്ലൈ ആണ്. ഇതും സപ്ലൈ ആണ്. ഓക്കെ, അന്നേരം ഇതാണ് എന്തിന്റെ പരിധിയിൽ വരാത്തത്? ഷെഡ്യൂൾ 1 പരിധിയിൽ വരുന്നതല്ല. ഇതെന്താണ്? ഇത് അണ്ടർ സെക്ഷൻ 7 സപ്ലൈന്റെ ഡെഫിനേഷനിൽ വരുന്ന പോയിന്റ് ആണ്. നമ്മളിതും കണ്ട സപ്ലൈ by an unincorporated association. Next, center provide compensation to the states for loss of revenue arising on account of implementation of
goods of the implementation of goods and service tax for a period of 5 years. A period of 5 years. അതായത് എന്തോ സംഭവം എന്താണ്, പണ്ട് നമുക്കറിയാം നമുക്ക് വാറ്റ് ഉണ്ടായിരുന്നു, സർവീസ് ടാക്സ് ഉണ്ടായിരുന്നു, എക്സൈസ് ഉണ്ടായിരുന്നു, മറ്റു പല പല നിയമങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ സർവീസ് ടാക്സ് ഒക്കെ സെൻട്രൽ ഗവൺമെന്റിന് റവന്യൂ പോകും, വാറ്റ് അല്ലെങ്കിൽ അതുപോലുള്ള മറ്റു പല ഇൻഡയറക്ട് ടാക്സുകളുടെ റവന്യൂ സ്റ്റേറ്റ് ഗവൺമെന്റിന് പോകും. അന്നേരം GST ഇംപ്ലിമെന്റ് ചെയ്തത് കൊണ്ട് ഗവൺമെന്റിന് ഉണ്ടാവുന്ന, സ്റ്റേറ്റ് ഗവൺമെന്റിന് ഉണ്ടാവുന്ന റവന്യൂ ലോസ് ഒരു പരിധി വരെ അൾട്ടിമേറ്റ്ലി നമുക്ക് GST ഇംപ്ലിമെന്റ് ചെയ്യാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. കാരണം പല സംസ്ഥാനത്ത് പല ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു രാജ്യത്തിൽ അത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. അന്നേരം വൺ നേഷൻ വൺ GST എന്നുള്ള കോൺസെപ്റ്റിൽ നമ്മൾ GST ഇംപ്ലിമെന്റ് ചെയ്തു. അന്നേരം സ്റ്റേറ്റ് ഗവൺമെന്റിന് താൽക്കാലികമായിട്ട് വന്ന നഷ്ടം അത് 5 വർഷത്തേക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു, ഗവൺമെന്റ് നികത്താം എന്നുള്ളത് പറഞ്ഞു. അന്നേരം 5 വർഷമാണ് എന്തിന് ടൈം പീരീഡ്, കോമ്പൻസേഷൻ ടു ദ സ്റ്റേറ്റ്സ് കൊടുക്കുന്ന ടൈം പീരീഡ്. അതായത് 2022 വരെ, 2017 to 2022 വരെയാണ് ഈ കോമ്പൻസേഷൻ കൊടുക്കാനുള്ള ടൈം പീരീഡ്. ഓക്കെ, നമുക്ക് തൽക്കാലത്തേക്ക് ഇന്ന് ഇത് വെച്ച് നിർത്താം. നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഈ ഒരു റൂട്ടിൽ പോയ പോലെ, അതായത് നമ്മളിപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് ഇതിപ്പോ നമ്മൾ ജൂൺ 2022 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജൂൺ 2022 നമുക്ക് ഇത് തീർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു നാളെ മറ്റന്നാൾ കൊണ്ട് നമ്മൾ ഇത് തീർത്ത്, നാളെ ഇതിന്റെ പകുതി തീർത്ത് ഡിസംബർ 22 കൂടെ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് മറ്റന്നാളത്തേക്ക് നമുക്ക് ഡിസംബർ 22 ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ നമുക്ക് സോൾവ് ചെയ്യാം. അന്നേരത്തേക്ക് നമുക്ക് റീസെന്റ് വരുന്ന ക്വസ്റ്റ്യൻസിന്റെ ഒരു ട്രാക്ക് നമുക്ക് മനസ്സിലാവും, ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ അഗെയിൻ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ അതാത് പ്രൊവിഷൻസ്, ലൈക്ക് ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻസിന്റെ പ്രൊവിഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. സോ ദാറ്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്ന ഏരിയകൾ, അറ്റ്ലീസ്റ്റ് അത്രയും മേജർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് നമുക്ക് ഒന്നും കൂടി ഒന്ന് റീകളക്ട് ചെയ്യാം. അന്നേരം നിങ്ങൾ ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും പ്രാക്ടീസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ഡെഫിനറ്റ്ലി നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി MCQ പേപ്പർ ആയതുകൊണ്ട് തന്നെ, നമുക്കിപ്പം മറ്റേ പേപ്പർ ആണെന്നുണ്ടെങ്കിൽ അത് അത്ര റെലവന്റ് അല്ല, ഒരു ട്രെൻഡ് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രമേ കാര്യമുള്ളൂ. പക്ഷേ MCQ പേപ്പറിന് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അന്നേരം മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നമ്മൾ 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ എന്തായാലും ജൂൺ 2022 ഡിസംബർ 2022 നമ്മൾ എന്തായാലും നമ്മൾ കംപ്ലീറ്റ്ലി നമ്മൾ സോൾവ് ചെയ്യും. ബിക്കോസ് നമ്മൾ പോർഷൻസ് ഭയങ്കര ഇൻഡെപ്ത് ആയതുകൊണ്ട്, നമുക്ക് ടൈം കൺസ്ട്രെയിന്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് ഒരു ചാപ്റ്റർ മൊത്തത്തിലോ അല്ലെങ്കിൽ നമുക്ക് മൊത്തത്തിൽ സബ്ജക്ട് മൊത്തത്തിൽ ഓടിച്ചു വിടാനുള്ള ഒരു ടൈം അൺഫോർച്ചുനേറ്റ്ലി നമുക്കില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ക്രാഷ് ഒക്കെ ആയിട്ട്, ഇപ്പം 1 week 2 week ഒക്കെ ആയിട്ട് നമ്മൾ ഫുൾ ഡേ ഒക്കെ ചെയ്താലേ നമുക്ക് അങ്ങനെ നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു അപ്രോച്ചിൽ നമ്മൾ പോകുന്നത്. സോ ദാറ്റ് നമുക്കൊരു എക്സാമിന്റെ ഒരു ഇതും കിട്ടും, എക്സാമിന്റെ ഒരു ആംഗിളും നമുക്ക് കിട്ടും. അതോടൊപ്പം തന്നെ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് നമുക്കൊന്ന് റീകളക്ട് ചെയ്ത് പോവുകയും ചെയ്യാം. അന്നേരം നമ്മൾ റെസ്പെക്റ്റീവ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്തു. അന്നേരം ആ പ്രൊവിഷൻസ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് നമ്മൾ പഠിക്കുമ്പോഴും അതൊന്നുകൂടെ ഒന്ന് റീകളക്ട് ചെയ്യാൻ ശ്രമിക്കുക. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാക്സിമം പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഈ ഒരു രീതിയിൽ നമുക്ക് പോയാൽ മതിയോ? ഓക്കെ ആണോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് ചാറ്റിൽ ഇടാവോ? ഓക്കെ ആണോ? ഓക്കെ ഓക്കെ, നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തേക്ക് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് നാളെ 5 മണിക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിന്റെ ബാക്കിയും മോസ്റ്റ് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ നമുക്ക് നാളെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ സാർ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ സാർ? എന്തോ പറഞ്ഞു സാർ, മറ്റേ സപ്ലിമെന്റ് ഇല്ലേ ടാക്സിന്റെ, നമ്മുടെ ഇതില്ലേ അമെന്റ്മെന്റ്സ് അല്ലേ? അമെന്റ്മെന്റ്സ്. അപ്പൊ അതും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അല്ല, മറ്റേ അപ്പൊ മൊത്തം 34 അമെന്റ്മെന്റ്സും അതുപോലെ നോട്ടിഫിക്കേഷൻ ഒരു 164 ഉണ്ട്. അപ്പൊ ഈ നോട്ടിഫിക്കേഷൻ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിരിക്കും? നോട്ടിഫിക്കേഷൻ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇന്നും നാളെയും കൊണ്ട് തീർത്തിട്ട് നമുക്ക് 3rd ഡേ എക്സാം പോയിന്റിൽ റെലവെന്റ് ആയിട്ടുള്ള മേജർ സാധനങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. 3rd ഡേ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അമെന്റ്മെന്റും അതെ, നമുക്ക് സപ്ലിമെന്റ് കവർ ചെയ്യാം. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, ശരി. അങ്ങനെയാണെന്നാൽ നമുക്ക് ഇന്നത്തേക്ക് നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സാർ.